ഹലോ ഗേസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ എന്താണ് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരാൾ മിനിയാന്ന് എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു. ഒരു റഷ്യയിലുള്ള വലിയൊരു സ്കാം ചെയ്യുന്ന ഒരു തട്ടിപ്പ് വീരൻ ആദിൽ, ഇതിൻ്റെ കൂടെയുള്ള ഒരു സിദ്ദീഖ്. അവൻ ഓരോ വീഡിയോ പാർട്ട് ആയിട്ട് എനിക്ക് കാണിച്ചു തന്നിട്ട് വീഡിയോ എല്ലാവരുടെ മുമ്പിൽ പബ്ലിക്കിന്റെ മുമ്പിൽ കാണിച്ചു, ഇജാസ് ഇങ്ങനെ ചെയ്തു. അപ്പോൾ അവൻ കാണിച്ച പാർട്ടായിട്ടുള്ള വീഡിയോന്റെ ആൻസർ ആണ് ഇന്ന് നിങ്ങൾക്ക് ഈ ഫോൺ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം. ഞാൻ ഫസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്യട്ടെ. അപ്പം പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്താണ് ഈ വീഡിയോ ചെയ്യണമെന്ന് ഏകദേശം കുറച്ച്, ഞാൻ വലിയ യൂട്യൂബറും കാര്യങ്ങളൊന്നും അല്ല എങ്കിൽ പോലും ചില യൂട്യൂബർമാരുടെ എങ്കിൽ പോലും കാണുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാവും. ഒരാൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, കൊരക്കുംപട്ടി കടിക്കില്ല, പക്ഷെ കൊരക്കുംപട്ടി കടിക്കും, അത് നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അത് ഇവരെന്നെ വെല്ലുവിളിച്ചതാണ്. നീ കൊരക്കേ ചെയ്യത്തുള്ളൂ, നീ കടിക്കത്തില്ല എന്ന് മാത്രം എൻ്റെ അടുത്ത് ഇവർ വെല്ലുവിളിച്ച സംഭവമാണ്. അപ്പോൾ നമ്മൾ കൊരക്കുംപട്ടി നമുക്ക് കടിച്ച് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അത് ഞാൻ കാണിച്ചതാണ്. കാരണം ഇവന്മാർ കള്ളു കുടിച്ച് തിരുപ്പട്ടായിട്ട്, ഈ സിദ്ദീഖ് യാദിൽ കള്ളു കുടിച്ച് തിരുപ്പട്ടായിട്ട് എന്നെ തെറി വിളിച്ചതിന് ശേഷം അങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. കാരണം എല്ലാവരും വെള്ളം അടിക്കുന്ന ആൾക്കാരാണ്. വെള്ളം അടിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വയറ്റിൽ കിടക്കണം. അല്ലാതെ അവൻ സ്വന്തം ജനിപ്പിച്ച തന്തനെ ചീത്ത വിളിക്കല്ല വേണ്ട. അവനെ കൊണ്ടുവന്ന ഞാനാണ്. എന്നെ അവൻ ചീത്ത വിളിച്ചു. ഓക്കെ, അതൊക്കെ ഞാൻ ക്ഷമിച്ചു. പക്ഷെ അതും പുളിച്ച തെറികളൊക്കെ വിളിച്ചു. അത് ഈ സിദ്ദീഖ് എന്ന് പറഞ്ഞ ഈ തടിയനാണ് ഇവനെ വിളിപ്പിച്ചത് ഇതിനെ കൊണ്ട്. പക്ഷെ ഇവന് വിചാരിച്ചു അത് ഞാൻ ഇതുവരെ ഇവന്റെ തട്ടിപ്പുകൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഇന്നലെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി ആളുകളുടെ മുമ്പിൽ ഇത് പബ്ലിഷ് ചെയ്യാനുള്ള. അത് ഞാൻ എടുത്ത് ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവന്റെ തട്ടിപ്പുകൾ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തെടുത്ത് ഞാൻ അവൻ പറയുന്നതിനുള്ള ആൻസർ തരാം. അപ്പോൾ നമുക്ക് വീഡിയോ വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്താണ് അവൻ പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. കൊരക്കുംപട്ടി കടിക്കില്ല, പക്ഷെ കൊരക്കുംപട്ടി കടിക്കും, അത് നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ കണ്ടു, കൊരക്കുംപട്ടി കടിച്ചു, കൊരക്കുംപട്ടി കടിച്ചത് എനിക്കിത് ഇതാണ്, മനസ്സിലായില്ലേ? അവനത്രേ ഉള്ളൂ ഇത്ര ഉള്ളൂ കൊരക്കുംപട്ടി. അത് അവന് മനസ്സിലായി കാണും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ റഷ്യനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. എനിക്ക് റഷ്യ ഇഷ്ടം. റഷ്യനെ ബഹുമാനിക്കുന്ന ഒരാളാണെന്ന് ഇവൻ പറയുന്നുണ്ട്. എന്നിട്ട് റഷ്യയിൽ വന്നിട്ട് എന്തിനാണ് ഇവൻ തട്ടിപ്പും ഫ്രോഡും പരിപാടിയൊക്കെ കാണിക്കുന്നത്? ഇവന്റെ കാര്യങ്ങൾ നടക്കണം. ഇവന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരു റഷ്യനെ ബഹുമാനിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവൻ റഷ്യന്റെ ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ റഷ്യൻ ഫെഡറേഷൻ, അങ്ങനെ അതനുസരിച്ച് അവന് പോകണം. അല്ലാതെ ആളുകളെ പറ്റിച്ചും തോപ്പിച്ചിട്ടും എല്ലാം കഴിഞ്ഞിട്ട് റഷ്യ എന്ന രാജ്യത്തെ അവന് ഭയമുണ്ട്. കാരണം റഷ്യയോട് അവന് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ റഷ്യയിൽ അവന് നിന്ന് പോകണം. അതുകൊണ്ട് റഷ്യൻ അവൻ പോകത്തി പറയാണ്. അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. ബുദ്ധിയും വിവരവും ഉള്ളവർക്ക്, ലോജിക്കായിട്ട് ചിന്തിക്കാവുന്നവർക്ക് മനസ്സിലാവും. അതായത് അവന് റഷ്യ പോകത്തി പറഞ്ഞിട്ട് അവൻ ഇതാണ്. അല്ലാതെ റഷ്യനെ അവൻ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവൻ നാട്ടിലേക്ക് എത്തും. അത് അവന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് റഷ്യ പോകത്തി പറഞ്ഞുകൊണ്ട് അവൻ ഈ വീഡിയോ ചെയ്യുന്നു. അല്ലാതെ ഇതായിട്ട് വലിയൊരു അവന് റഷ്യ സ്നേഹമുണ്ട് അതൊന്നല്ല. കാരണം ഞാനൊരു റഷ്യൻ സിറ്റിസൺ ആണ്. ഞാൻ റഷ്യൻ സിറ്റിസൺ ആയത് എനിക്ക് റഷ്യയിൽ ഞാൻ റഷ്യൻ പ്രതിജ്ഞയൊക്കെ ചൊല്ലിയിട്ടാണ് എനിക്ക് റഷ്യൻ പാസ്പോർട്ട് കിട്ടുന്നത്. ആ രാജ്യത്തോട് ഞാൻ എപ്പം പുലർത്തും എന്നുള്ള പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ ചൊല്ലിയതിന് ശേഷം റഷ്യൻ പാസ്പോർട്ട് കിട്ടിയുള്ളവർക്ക് അറിയാമായിരിക്കും. നമ്മൾ റഷ്യൻ മൈഗ്രേഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ വെച്ചിട്ട് ഇന്ത്യ എൻ്റെ മഹാരാജ്യമാണ്, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു, ഇന്ത്യയിലുള്ള എല്ലാവരും സഹോദരന്മാർ എന്നൊക്കെ പറയുന്ന പോലെ റഷ്യൻ മൈഗ്രേഷൻ സെന്ററിൽ നമുക്ക് ഒരു ആനന്ദമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. റഷ്യൻ ആർമിയിൽ 6 മാസം ജോയിൻ ചെയ്യണം നമുക്ക് റഷ്യൻ പാസ്പോർട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് റഷ്യൻ പാസ്പോർട്ട് കിട്ടിയത്. ഒരു റഷ്യൻ പാസ്പോർട്ട് പോലും ഇല്ലാത്ത ഇവൻ എന്നെ എന്തിനാണ് വെല്ലുവിളിച്ചത്? ഞാൻ ഈ ജാക്കറ്റ് ഇട്ട കാരണം കുറച്ച് തണുപ്പുള്ളത് കാരണമാണ്. അത് ഇവിടെ റൂമിനകത്ത് കുറച്ച് തണുപ്പാണ്, ഇന്ന് ഹീറ്റർ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോ കൂടി അവൻ പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ഞാൻ എല്ലാത്തിനും നിങ്ങൾക്ക് ആൻസർ തരാം. നിങ്ങൾ ആര് വിശ്വസിക്കണമെന്ന് എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചു. എനിക്ക് റഷ്യ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ തുടരുന്നതും.
അതുകൊണ്ട് തന്നെ എനിക്ക് റഷ്യൻസിനെ ഇഷ്ടമാണ്. ഓക്കെ, എന്ന് പറഞ്ഞ് റഷ്യനെ ബഹുമാനിക്കുന്ന പോലെ ഞാൻ ഇജാസിനെ ബഹുമാനിക്കണം എന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അവൻ പറയുന്നുണ്ട് റഷ്യയെ ബഹുമാനിക്കുന്നത് പോലെ ഇജാസിനെ ബഹുമാനിക്കണം എന്നില്ല. റഷ്യൻ ഫെഡറേഷനിലെ റഷ്യൻ സിറ്റിസനാണ് ഞാൻ. അപ്പം അവൻ റഷ്യക്കാരെ ബഹുമാനിക്കണ്ടേ? റഷ്യൻ അത് ഇജാസ് എന്നില്ല. എല്ലാ റഷ്യക്കാരനും റഷ്യൻ പാസ്പോർട്ടുള്ള എല്ലാ ആൾക്കാരെയും അവൻ റഷ്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് റഷ്യയിൽ വന്ന ഒരാളാണ്. അപ്പം എന്നെ ബഹുമാനിക്കണം എന്ന് ഞാൻ ആരോടും പറയാറുമില്ല. എന്നെ ആരും ബഹുമാനിക്കുകയും വേണ്ട. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, റഷ്യൻ പാസ്പോർട്ടുള്ള ഒരാളെ അവൻ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മാത്രമല്ല റഷ്യയിൽ സിറ്റിസനെ അവൻ ഫസ്റ്റ് പറയുന്നുണ്ട് ഞാൻ റഷ്യ എന്ന രാജ്യത്തെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ റഷ്യയിലുള്ള റഷ്യൻ സിറ്റിസനെയും ബഹുമാനിക്കണം. ഞാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഞാൻ റഷ്യൻ സിറ്റിസൺ ആണ്. അപ്പം അവനെ ബഹുമാനിക്കാനുള്ള അത് ബഹുമാനിക്കണം. അത് റഷ്യൻ സിറ്റിസൺ ആണ്. ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഓക്കെ, അവൻ എന്നെ ബഹുമാനിക്കണ്ട. ഞാൻ റഷ്യൻ സിറ്റിസൺ ആണ്, അവൻ എന്നെ ബഹുമാനിക്കണം. കാരണം എന്റെ റഷ്യൻ പാസ്പോർട്ടുള്ള ഒരാളാണ്. അവൻ എന്നെ ബഹുമാനിച്ചേ പറ്റൂ. കാരണം അവൻ റഷ്യ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ റഷ്യക്കാരെയും ബഹുമാനിക്കണ്ടേ? റഷ്യക്കാരനെ ബഹുമാനിക്കണമെങ്കിൽ ഞാനിപ്പോൾ റഷ്യൻ സിറ്റിസൺ അല്ലേ, അപ്പൊ എന്നെ ബഹുമാനിക്കണ്ടേ? എന്നെ പക്ഷെ ഞാൻ എന്നെ ബഹുമാനിക്കുന്നത് വേണ്ട, ഞാൻ പറഞ്ഞതാണ്. അവൻ ഇങ്ങനെ പറയുന്നത് ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞതാണ്. അവന്റെ ഒരു ഡയലോഗ്, അവന്റെ ഉടായ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരുന്നതാണ്. ഒരു കോൾ വരുന്നുണ്ട്, അത് കട്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത വീഡിയോ ഒന്ന് കാണാം. ഞാൻ എന്തിനാ അവനെ ബഹുമാനിക്കണം? അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്നെ പറ്റി ആ മഹത് വ്യക്തി ചെയ്ത വീഡിയോ നിങ്ങൾ ഏകദേശം കുറെ പേര് കണ്ടിട്ടുണ്ടാവും. ഞാനതൊന്ന് പ്ലേ ചെയ്യുവാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണും. ഹലോ, എന്റെ പേര് ആദിലെന്നാണ്. ഞാനിപ്പോ റഷ്യയിലാണുള്ളത്. ഞാനിപ്പോ ഇവിടെ ഏകദേശം എത്തിയിട്ട് ഒരു 15 ദിവസമായി. ഞാൻ നമ്മുടെ ഇജാസ് വഴിയാണ് വന്നത്. അപ്പൊ എനിക്ക് കാര്യങ്ങളെല്ലാം പേപ്പർ വർക്ക് എല്ലാം ചെയ്ത് ഇജാസാണ്. ഏകദേശം ഒരു 1.5 മാസത്തോളം ഡ്യൂറേഷൻ പിടിച്ചു എനിക്ക് ഇവിടെ എത്താനായിട്ട്. 3 വർഷത്തെ വിസയാണ്, ഓപ്പൺ പെർമിറ്റ് വിസയാണ് എടുത്തത്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. സേഫ് ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. അതിനുശേഷം ഒരു 7 ദിവസം കൊണ്ട് തന്നെ മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങളിവിടെ ഓക്കെ ആണ് കേട്ടോ. ഓക്കെ ആണ് കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞത് ഇവൻ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു ആണാണ്. ഇവൻ ശിഖണ്ഡിയല്ല, ഇവൻ ഒരു ഗെയ് അല്ല, ഒരു ശിഖണ്ഡിയല്ല, ഒരു ഗെയ് അല്ല. ഇവൻ എന്തിനാണ് ഇത്ര ഞാൻ വലിയ ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ല, ഞാൻ വലിയ തടിയനൊന്നും തടിച്ചിട്ടുള്ളൊന്നും ആളല്ല, ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരാളാണ്. ഇവൻ എന്നെ പേടിച്ചിട്ടാണോ? ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ വീഡിയോ ചെയ്യിപ്പിക്കുക? ഇവൻ മണ്ടനാണോ? ഇവൻ ഇത്രയും ഹൈറ്റും വെയിറ്റും ഉള്ള ഇവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവൻ എന്താണ്? എനിക്ക് ഇവനൊന്ന് ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം ഞാൻ ആരെയാണ് ഭീഷണിപ്പെടുത്തേണ്ടത്? നിങ്ങൾക്ക് എന്നെ ഒരൊറ്റ അടിക്ക് ഞാനാണ് താഴെ വീഴും. ഞാനാണോ അവനെ ഭീഷണിപ്പെടുത്തേണ്ടത്? എന്നിട്ട് എന്തിട്ടോ ആ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ എന്തിട്ടോ? പിന്നെ അതിന്റെ അപ്പുറം എന്താണ് ടോ വരുന്നത്? വീഡിയോ കഴിഞ്ഞു. അവനെ ഞാൻ ആ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അവൻ പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ മറ്റൊരു കാര്യം, ഇതിന്റെ ബാക്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇവൻ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇവനെ പേം എന്ന ഒബ്ലാസ്റ്റിൽ കൊണ്ടുവന്നു. ഇതിൽ ഞാൻ വേറെ ആളായിട്ട് ഞാൻ ഒരാളായിട്ടും ഷെയർ ഇല്ല. എനിക്ക് ആരും ഷെയറും വേണ്ട. ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ഷെയറാണ്. ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഷെയർ ബിസിനസ്സാണ്. എനിക്ക് ഷെയർ അല്ല. ഈ മഹാവ്യക്തി ഉണ്ടല്ലോ, ഈ മഹാവ്യക്തിക്ക് ഇവന്റെ ഒരു തട്ടിപ്പ്, ഇവനേക്കാളും തട്ടിപ്പുള്ള ഒരുത്തരുണ്ട്, ഒരു സിദ്ദീഖ്. ഇവൻ പക്ക ഫ്രോഡാണ്. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഇജാസ് ബ്രോ നിങ്ങൾ പേപ്പർ വർക്ക് മാത്രം ചെയ്താൽ മതി, ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തോളൂ, നിങ്ങൾ അതിനുള്ള എമൗണ്ട് എനിക്ക് തന്നാൽ മതി, ഞാൻ ജോലിയൊക്കെ സെറ്റ് കൊടുത്തു. അങ്ങനെ അവനെ വിശ്വസിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ ജോലി സെറ്റ് ചെയ്ത് കൊടുത്തോളൂ, ഞാൻ പേപ്പർ ഞാൻ ശരിയാക്കി കൊടുത്തോളാം. അങ്ങനെ ഇവനെ വിശ്വസിച്ച് ഞാൻ പേമിലേക്ക് ഇവനെ ടിക്കറ്റ് കൊടുത്തിട്ട് പേമിലേക്ക് അയക്കുകയാണ്. പേമിലേക്ക് അയച്ചിട്ട് ഇവൻ അവിടെ എത്തിയിട്ട് അവൻ പറയാണ് എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇതിൽ താല്പര്യമില്ല, എൻ്റെ ഫ്രണ്ട്സ് സെന്റ് പീറ്റേഴ്സ്ബർഗിലുണ്ട്, ഞാൻ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോവാണ്. അപ്പോൾ ഇവന്റെ കൂടെയുള്ള ഈ മഹാവ്യക്തി സിദ്ദീഖ് എന്ന് പറഞ്ഞവൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, എടാ ഇജാസെ അവൻ പറയുന്നതൊക്കെ തട്ടിപ്പാണ്, അവൻ പക്ക ഫ്രോഡാണ്, അവൻ പറയുന്നത് വിശ്വസിക്കണ്ട, അവൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ അങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ, അവന് സുഹൃത്തുക്കൾ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഉണ്ടെങ്കിൽ അവൻ എവിടെയെങ്കിലും പോയിക്കോട്ടെ, നമ്മൾ അവനെ പിടിച്ചു നിർത്താൻ നിൽക്കണ്ട. എന്നിട്ട് ഇവൻ പറഞ്ഞു ഇവന്റെ കയ്യിൽ നയാ പൈസ ആ സമയത്തില്ല. അപ്പൊ എന്നോട് ഇവൻ ചോദിക്കുന്നുണ്ട്, ഇജാസ് ബ്രോ എനിക്ക് കുറച്ച് പൈസ തരണം. അപ്പൊ എന്നോട് ഈ സിദ്ദീഖ് എന്നവൻ എന്നോട് പറയുന്നുണ്ട്, ഇജാസ് ബ്രോ നിങ്ങൾ 1 രൂപ പോലും അവന് കൊടുക്കണ്ട, അവൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ, അവനെ ഡെലിവറിയിൽ തന്നെ ഡെലിവറി തന്നെ ചെയ്യട്ടെ, 1 രൂപ നിങ്ങൾ തിരിച്ച് അവന് കൊടുക്കണ്ട എന്നുള്ളത് എന്നോട് ഈ മഹാവ്യക്തിയായ സിദ്ദീഖ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ വേണ്ട, അത് വേണ്ട, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഉമ്മാന സത്യം, ഉമ്മാനത്തെ കള പറയുന്ന ഒരാളല്ല,
ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ അയച്ചു കൊടുത്തിട്ടാണ് ഇവൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഇവന് ജോലി ചെയ്യാൻ പറ്റില്ല. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുണ്ട് അവന് ഈ ഡെലിവറി ജോബ് ചെയ്യാൻ പറ്റില്ല. അവൻ എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ പുറത്താണ് അവൻ വന്നത്. പക്ഷെ അവൻ എന്തൊക്കെയോ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്ലാനിന്റെ പുറത്താണ് അവൻ വന്നത്. എന്നിട്ട് അവൻ അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത ആ പേമിൽ തന്നെ 8-9 പേര് അന്ന് ജോലി ആയിക്കൊടുത്ത് അവരൊക്കെ മാന്യമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അവിടെ. എന്നിട്ട് ഇവന് ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവൻ അവിടെ പിന്നെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും അത് ഈ സിദ്ദീഖ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. അത് ഞാൻ പിന്നെ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. അത് നമ്മളിലേക്ക് കൂട്ടിക്കുഴക്കണ്ട, വീഡിയോ കൂടുതൽ എക്സ്റ്റെൻഡ് ആവും. പിന്നെ അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവൻ പറയാണ് എനിക്ക് ഇവിടുന്ന് പോകണം. എന്നെ സിദ്ദീഖ് എന്നെ വിളിച്ചു, ഇജാസ് അതിൽ ഒരു കാരണവശാലും ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല, അവന് പോകണം എന്ന് പറയുന്നത്. അവൻ ഒരു ദിവസം പോലും ജോലി ചെയ്തിട്ടില്ല. ഒരു ദിവസം പോലും അവൻ അവിടെ ജോലി ചെയ്തിട്ടില്ല. എന്നിട്ട് അവൻ പോകുന്നെങ്കിൽ ഓക്കെ, ഒരു ദിവസം പോലും അവൻ ഡെലിവറിയിൽ ജോലി ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവൻ പറയണേ എനിക്ക് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോകണം എന്നുള്ളത്. എന്നിട്ട് ഇവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോവുകയാണ് ചെയ്തത്. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 10,000 രൂപ കൊടുത്തു. എന്തായാലും പോയിക്കോട്ടെ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, നമ്മൾ വഴി എന്തായാലും വന്നതല്ലേ, അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഉമ്മാസത്തെ ഞാൻ 10,000 രൂപ എടുത്തിട്ട് ഇവന് കൊടുത്തു. ഞാൻ ആ 10,000 രൂപ വെച്ച് അവൻ സെന്റ് പീറ്റേഴ്സ്ബർഗ് പോയി. ഈ സിദ്ദീഖിന്റെ പാർട്ട്ണർമാർ കുറച്ച് പേരുണ്ട്, അത് ഞാൻ എല്ലാവരും പറയുന്നില്ല. അവന്മാർ പറഞ്ഞു, എടാ അവൻ 5 പൈസ കൊടുക്കണ്ട, അവൻ അവിടെ നിൽക്കട്ടെ, അവൻ നരകിക്കട്ടെ, അവൻ ഇവിടുന്ന് ഡെലിവറി ജോബിന് വന്നതല്ലേ, നീ ഇത്രയും ട്രെയിൻ ടിക്കറ്റിന്റെ പൈസ എല്ലാം കൊടുത്തിട്ട് അവൻ ഇവിടെ വരെ കൊണ്ടുവന്നല്ലേ, അവന് 1 രൂപ കൊടുക്കണ്ട, നീ കൊടുക്കണ്ട എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ കുറെ ഇതാക്കി. ഞാൻ പറഞ്ഞു വേണ്ട, അവൻ പോയിക്കോട്ടെ, അവൻ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇത്രയും ഹെൽപ്പ് ചെയ്തവനാണ് ഞാൻ. എൻ്റെ ഉമ്മ, ഞാൻ ഇതാക്കി പറയും, എന്നെ പോയി പറയുന്ന ഒന്നും പറയുന്നല്ല, ഞാൻ അത്രയും ഹെൽപ്പ് ചെയ്തവനാണ്. എന്നിട്ട് ഞാൻ അവനെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോകാൻ വേണ്ടി അനുവദിച്ചു. ഇതിന്റെ കൂടെ വേറൊരു ചങ്ങായും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ആ 2 പേര് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പൈസ ഞാൻ അവനെ അയച്ചു കൊടുത്തു. അടുത്ത വീഡിയോ നമുക്ക് കാണാം, അതിനുള്ള ഒരു ആൻസർ തന്നു. നമുക്ക് അടുത്ത അവൻ എന്താ പറയുന്നത് നോക്കാം. ഓക്കെ ആണ് കേട്ടോ, ഞങ്ങളിവിടെ ഓക്കെ ആണ് കേട്ടോ. ബാക്കി നീ കട്ട് ചെയ്ത് എന്താടാ, ബാക്കി എന്താ കട്ട് ചെയ്ത്? പിന്നെ ഈ വീഡിയോ നിനക്ക് അയച്ചു തന്ന ആരാണ്? ആ സമയത്ത് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ബിസിനസ് ഈ വീഡിയോ എനിക്ക് അയച്ചത് സിദ്ദീഖ് എന്ന് പറഞ്ഞതാണ്. ഇവന്റെ കൂടെയുള്ള ഈ കള്ള ഫ്രോഡിന്റെ കൂടെ സിദ്ദീഖിനെ കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ 10,000 രൂപ നിനക്ക് തരാം, ഓക്കെ കുഴപ്പമില്ല, അവനെ അയച്ചു കൊടുക്കാം, എനിക്കൊരു വീഡിയോ വേണം. നാളെ അവൻ ആള് മാറും, അവൻ പക്ക ഫ്രോഡാണ്, അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ പക്ക ഫ്രോഡാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ അവൻ ഒരു സിറ്റുവേഷനിൽ അവനെ ആള് മാറും, അതുകൊണ്ട് എനിക്ക് അവന്റെ ഒരു വീഡിയോ നീ എടുത്ത് അയച്ചു തരണം, എന്നാൽ ഞാൻ ആ ഒരു 10,000 രൂപ അയച്ചു കൊടുക്കാം, അത് മാത്രമേ എനിക്ക് മതി. ആ രീതിയിലാണ് ഇവനെ കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. അതിന്റെ അപ്പുറം ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഇനി വേറെ എന്ത് വീഡിയോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പൊ പറഞ്ഞു എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ എനിക്ക് കിട്ടി. എനിക്ക് അതിന്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിത ചരിത്രം മൊത്തം എനിക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് കിട്ടേണ്ട കാര്യങ്ങളല്ലേ എനിക്ക് വേണ്ടത്, അത് കഴിഞ്ഞു. അവിടെ എന്നുള്ള അടുത്ത് അത് കഴിഞ്ഞു. അവന്റെ ഈ സിദ്ദീഖ് തന്നെയാണ് ഈ വീഡിയോ അയച്ചത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ എന്താണെന്നുള്ളത് നോക്കാം, പ്ലേ ചെയ്ത് കാണാം. ആ സമയത്ത് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ബിസിനസ് പാർട്ട്നേഴ്സ് വഴി നീ എന്നെ കൊണ്ട് എടുപ്പിച്ച വീഡിയോ ആണ്. എനിക്ക് ഡോക്യുമെന്റേഷൻ ചെയ്തു തന്ന ഇവനാണ്. ഞാൻ ഒരാളുടെ അടുത്തും നിന്നെ കൊണ്ടുവന്ന ഞാനാന്ന് പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ പറഞ്ഞു നടക്കണവരാരാണെങ്കിലും എന്നെ വിളിക്കാൻ പറ, അല്ലെങ്കിൽ നീ അവന്റെ പേര് പറ, ഞാനത് വിളിക്കാം. ഇവനെ കൊണ്ടുവന്നത് ഞാനല്ല എന്നും ഇവൻ താൻ പുരട്ടിയ വാക്കുകൾ പല ആരുടെ പറഞ്ഞെന്നുള്ള വോയിസ് ക്ലിപ്പ് എന്നെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ധൈര്യത്തോടെ ഇയാളെ വിളിച്ചിട്ട് ഇവൻ ഭീഷണിപ്പെടുത്താണ്, പല ആൾക്കാരെയും വിളിച്ച് ഇവൻ ഭീഷണിപ്പെടുത്താണ്. നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞാണ്. ആ ഭീഷണിന്റെ സ്വരങ്ങൾ എൻ്റെ വോയിസ് ഇതിലുണ്ട്. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവൻ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അവൻ ഭീഷണിപ്പെടുത്തണം. അവൻ പറഞ്ഞു, അപ്പോൾ ലാസ്റ്റ് ഒരു ചങ്ങായി ഇവൻ എന്തെന്ന് അറിയത്ത് പോലില്ല, ഇവൻ പറഞ്ഞു നീ എന്താ വെച്ചാൽ നീ ചെയ്തോ, നിന്നെ കൊണ്ട് ആവുന്ന നീ ചെയ്തോ. അയാൾ ഒരു ആണത്തുള്ള ഒരാളാണ്. അയാൾ പറഞ്ഞു നീ എന്താ വെച്ചാൽ നീ ചെയ്, നിന്നെ കൊണ്ട് ആവുന്ന നീ ചെയ്. അയാൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു അവന്റെ അടുത്ത്. ഇവനെ ഒന്നും കൊള്ളില്ല, ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ വെറും ഇവിടെ വന്നിട്ടുള്ള ഒരു കൃമി മാത്രമാണ്, ഒരു വർക്ക് വിസയിൽ വന്ന ഒരു കൃമിയാണ്. പക്ഷെ ഇവന്റെ വലിയ വർത്താനങ്ങളാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കൺവിൻസ് ആവും. നമ്മൾ വീഡിയോ കുറച്ച് എക്സ്റ്റെൻഡ് ആവും, ശ്രമിക്കണം. നിങ്ങളൊന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കാം. ആരാണെങ്കിലും എന്നെ വിളിക്കാൻ പറ, അല്ലെങ്കിൽ നീ അവന്റെ പേര് പറ, ഞാനത് വിളിക്കാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ അവിടുന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഡോക്യുമെന്റേഷൻ ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവൻ അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ആലോചിക്കേണ്ട ആവശ്യം എന്താണ്? ഇവൻ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതല്ലേ. ഇപ്പൊ ഞാൻ ആലോചിക്കും ഇവന് മണ്ടനാണോ?
ഇവൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയി ഞാൻ എന്തിനാണ് ആലോചിക്കേണ്ട ആവശ്യം? നോക്ക്, ഇവൻ മണ്ടത്തിലാണ് മൊത്തം വിളമ്പുന്നത്. അതാണ് ഇവൻ പറയുന്നതിൽ തന്നെ കുറേ തട്ടിപ്പുണ്ട്. ഈ ബുദ്ധിയും വിവരവും ഇല്ല ആൾക്കാർക്ക്, ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഇവന്റെ കെയർ ഓഫിൽ ഞാൻ അവിടെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് പോവാൻ കാരണം എന്തായിരിക്കും? അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. മനസ്സിലായില്ലേ? ഇവൻ എന്നോട് പറഞ്ഞു, ഇവൻ എന്താണ് എന്നോട് പറഞ്ഞതെന്നറിയോ? ഈ വീഡിയോ എടുക്കാണ്ട് നീ പോയാൽ ശരിയാവില്ല. കാരണം ആ ടൈമിൽ എനിക്ക് വലിയ വ്യൂസും കാര്യങ്ങളും എനിക്ക് ഇപ്പോഴും വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ചെറിയ രീതിയിൽ വീഡിയോ ഒക്കെ ഇടുന്ന, എനിക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഇവന്റെ തട്ടിപ്പാണ്. വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണ്. അതെന്നെ ഉടായ്പാണ്. എനിക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാന്നുള്ള ഇവന്റെ തട്ടിപ്പാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും, നമുക്ക് വ്യൂസ് കാര്യങ്ങളൊന്നും വേണ്ട. ആളുകൾക്ക് വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രം നമ്മളെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്താൽ മതി. നമ്മളെ വിശ്വാസം, നമ്മൾ ആരും ഇതാക്കി പറയുന്നില്ല. ഞാൻ ഇല്ല കാര്യങ്ങൾ ഓപ്പൺ ആയിട്ടുള്ള പറയുന്നതാണ്. ഇവൻ എന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഫ്യൂച്ചർ കണ്ടിട്ടാണോന്നറിയില്ല ഇതുപോലത്തെ ഒരു വീഡിയോ നീ എടുത്തു തന്നിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്ന് അതായത് ഈ ടൈമിൽ അവന്റെ പാർട്ട്നേഴ്സ് ആരൊക്കെയായിരുന്നു അവരെന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ വീഡിയോ ആ പാർട്ട്നേഴ്സിന് അയച്ചു കൊടുത്തു. ആ പാർട്ട്നേഴ്സ് ഇവന് ഫോർവേഡ് ചെയ്തതിനു ശേഷം ഞാൻ അവിടെ നിന്ന് അറിയാം. ഞാൻ ഇവിടെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന്, നീ പറയുന്നില്ല ഞാൻ ഇവിടെ വിസ ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്ന്. എടാ, ഞാൻ ഇവിടെ വിസ ചെയ്ത് പൈസ ഉണ്ടാക്കി. ഈ ഇതില്ല, നീ പറയുന്നില്ല ഞാൻ വലിയ ഫ്ലാറ്റിൽ താമസിക്കുന്നതിന്. ഇതാണ് എന്റെ വലിയ ഫ്ലാറ്റ്. ഞാൻ 2 കോടി. ഇവൻ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവൻ പോയാൽ പിന്നെ ഇവന് ഞാൻ ജോലി ആക്കി കൊടുക്കണം. ഇവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിട്ട് ഇവൻ പല സ്ഥലത്ത് ജോലി ചെയ്തതിന് ഞാൻ എന്ത് കഴിച്ചു? എന്ത് മണ്ടത്തരാണ് ഇവൻ പറയുന്നത്? പിന്നെ ഇവൻ പറയുന്നുണ്ട് വലിയ ഫ്ലാറ്റ്. ഇവൻ എവിടെ താമസിച്ചാലും ഞാൻ എന്താണ്? ഇവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവിടുന്ന് പോകുന്നത്. പിന്നെ അവൻ വലിയ ഫ്ലാറ്റ് എടുക്കുവോ ചെറിയ ഫ്ലാറ്റ് എടുക്കുവോ അതൊക്കെ അവന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അതൊക്കെ ഇവിടെ വിളമ്പേണ്ട ആവശ്യമുണ്ടോ? അവനിപ്പം അത്യാവശ്യം നല്ല ഫ്ലാറ്റിലാണ്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വീഡിയോ നിങ്ങളെ കയ്യിൽ പറ്റിച്ചിട്ടുള്ള പൈസ ഒക്കെ എടുത്തിട്ട് നല്ല വലിയൊരു ഫ്ലാറ്റ് തന്നെയാണ് അവൻ താമസിക്കുന്നത് ശരിക്കും. കാരണം നിങ്ങളുടെ മുമ്പിൽ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ വെച്ച് ഇവനിങ്ങനെ ഒരു പ്ലാൻ ഗെയിം കളിക്കുകയാണ്. ഇവൻ പക്ക ഫ്രോഡാണ് ഇവൻ. ഇനി അപ്പുറത്തൊരു 10 സെന്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു 3 കോടി വരും. അപ്പൊ ഞാൻ ഇനിയും കുറച്ച് ആൾക്കാരെ ഇവിടെ കൊണ്ടൊന്ന് പറ്റിച്ചിട്ട് ആ 3 കോടിയുടെ സ്ഥലം മേടിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കണം. മനസ്സിലായില്ലേ? നിങ്ങളിലൊക്കെ ഇവൻ എന്താണ് ഇവൻ വിചാരിക്കുന്നത്? ഇവൻ ആരാണ്? ഇവനിപ്പോ റഷ്യൻ പാസ്പോർട്ട് ഉണ്ട്, ഞാൻ ബഹുമാനിക്കുന്നു. ഇവൻ ആരാണ്? ഇവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആരാണെന്നൊന്നും ഞാൻ ആരും അല്ല. ഞാൻ നിന്റെ 7 അയലത്ത് പോലും എത്തത്തില്ല. പക്ഷേ ഇവൻ പറയുന്നുണ്ട് നിനക്ക് റഷ്യൻ പാസ്പോർട്ട് ഉള്ള. അപ്പൊ റഷ്യൻ പാസ്പോർട്ട് ഉള്ള ഒരു റഷ്യയിലേക്ക് വന്ന ഒരു ഇന്ത്യക്കാരൻ, ആ റഷ്യക്കാരനെ ബഹുമാനിക്കണ്ടേ? അപ്പോൾ അവൻ പറയുന്നതിൽ എവിടെ ന്യായമുള്ളത്? ഒരു നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. റഷ്യൻ പാസ്പോർട്ട്, നമ്മൾ ആ രാജ്യത്ത് വന്നിട്ട് ഒരു റഷ്യയിലുള്ള ഒരു രാജ്യത്ത് പോയി ആ രാജ്യത്ത് നമ്മൾ ബഹുമാനിക്കണ്ടേ? ആ രാജ്യത്തെ സിറ്റിസനെ നമ്മൾ ബഹുമാനിക്കണ്ടേ? അല്ലാതെ ഇവിടെ വന്നിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ളത് ആളുകളെ മുമ്പിൽ വരുത്തി തീർക്കുകയാണോ വേണ്ടത്? എന്താണ് ഇവൻ പറയുന്നത്? ഇത് ഞാൻ പറയുന്നതാണോ ന്യായം? ഇവൻ പറയുന്നതാണോ ന്യായം? അടുത്തത് ഞാൻ ഇവനോട് മാപ്പ് പറയണം. അതെന്തുകൊണ്ട്? അവൻ പറയുന്നത് എന്റെ കയ്യിൽ ഞാൻ റഷ്യൻ സിറ്റിസൺ ആണ്, നീ എന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് മാപ്പ് പറയണം. ആ സമയത്ത് നീ എന്നെ തിരിച്ചു വിളിച്ചത് സരിഗമയൊന്നും അല്ലല്ലോ, ഇല്ലേ? അപ്പൊ നീ എന്നെ ഇങ്ങോട്ട് മാപ്പ് പറയണ്ടേ? അത് ബാക്കിയില്ല. ഒരു കവളത്ത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുകവളം കാണിച്ചു കൊടുക്കണം. ഫസ്റ്റ് ഇവൻ എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവനെ പിന്നെ ഞാൻ എന്തിനാണ് ഞാൻ അതിനനുസരിച്ചിട്ട് ഞാൻ അതിന് പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ പ്രതികരിക്കാതെ നിന്നിട്ടൊന്നുമില്ല, ഞാൻ അതിനനുസരിച്ചിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇവൻ എനിക്കെതിരെ എന്നെ ഇപ്പം നിങ്ങൾ ചീത്ത വിളിച്ചാൽ നിങ്ങൾ പ്രതികരിക്കൂലേ? ആണാണെങ്കിൽ പ്രതികരിക്കും. ഇവനെ പോലത്തെ ശിഖണ്ഡി ആണെങ്കിൽ പ്രതികരിക്കൂല, അല്ലെങ്കിൽ ലെസ്ബിയൻ ആണെങ്കിൽ ഗെയ് ആണെങ്കിൽ പ്രതികരിക്കൂല. ആണാണെങ്കിൽ പ്രതികരിക്കും. അത് ഇല്ല കാര്യം ഉറപ്പാണ്. ഇല്ലാതെ വെള്ളത്തിന്റെ പുറത്ത് അടിച്ച് തിരുപ്പട്ടായിട്ട് കള്ള് കുടിച്ച് ഒരു പരുവായിട്ട് ലാസ്റ്റ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറയാൻ നീ ഇൻഫർമേഷൻ വീഡിയോ ചെയ്യാൻ പാടില്ല, നീ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് വീഡിയോ ചെയ്യണം ഞാനാ തീരുമാനിക്കേണ്ടത്, നിന്നെ കൊണ്ടുവന്ന ഞാനാണ്, ഞാൻ എന്ത് ചെയ്യാനും ഞാൻ ചെയ്യും. എന്നിട്ട് ഇവൻ തായോളി അങ്ങനെയുള്ള പല വളരെ വൃത്തികെട്ട വാക്കുകളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അങ്ങനെയുള്ള പല വൃത്തികെട്ട വാക്കുകളും ഇവൻ ഉപയോഗിച്ചു. അപ്പോൾ ഞാനെന്താ മണ്ടനാണോ ഇവന്റെ ഈ തെറി കേട്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട്? വെറുതെ ഒരാളെ വിളിച്ച് തെറി വിളിക്കുന്നത്. എൻ്റെ റൂംമേറ്റ്സ് കൂടെ ഉണ്ടായിരുന്നു. ഇവൻ തെറി വിളിക്കുന്ന സമയത്ത് റൂംമേറ്റ്സ് കൂടെ ഉണ്ടായിരുന്നു. ഇവൻ അമ്മാതിരി തെറിയാണ് എന്നെ വിളിച്ചത്. ഇവൻ ആ സിദ്ദീഖും കൂടിയിട്ട് പക്ക തെറി വിളിച്ചു. കള്ളു കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു അന്നവനെ എന്നെ തെറി വിളിച്ചത്.
ഞാൻ ഇന്ന ഒരു കള്ളോ ഇതൊന്നും കുടിക്കാത്ത ഒരാളാണ്. ഇവൻ കള്ള് കുടിച്ചിട്ട് ഇവൻ കള്ള് കുടിച്ചാൽ ഇവന്റെ തനി സ്വഭാവം പുറത്തു വരും ഓട്ടോമാറ്റിക്കായിട്ട്. അതാണ് ഇന്നലെ ഞാൻ സംഭവിച്ചത്. അപ്പം അവന്റെ തനി സ്വഭാവം പുറത്തു വന്നതുകൊണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു പരിപാടിയാണിത്, ഒരു വീഡിയോ ആണിത്. അപ്പൊ എല്ലാം നിങ്ങൾ അറിയട്ടെ, നിങ്ങൾ അറിയണം ഞാൻ ഇതിന്റെ സത്യാവസ്ഥ കറക്റ്റ് നിങ്ങൾക്കായിട്ട് ആൻസർ തരാം. നിങ്ങൾ നോക്കോ. നീ നോക്കണ്ട. വളരെ നന്നായി അവനെ കൊണ്ട് ആ വീഡിയോ എടുപ്പിച്ചത്. കാരണം ഇതിപ്പം ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ ഇജാസ് ഭായിയെ വിശ്വസിക്കില്ലായിരുന്നു. കാരണം ഞാനും വിശ്വസിച്ചു പോയേനെ. ഈ വീഡിയോ ഇടുന്നവൻ ആരാണ്? എടാ ഫുള്ള് കാരണം ആ രീതിയിലാണ് അവന്റെ സംസാരം, ആ രീതിയിലാണ് അവൻ ഡയലോഗ് വിടുന്നത്. ആ രീതിയിൽ പല ആൾക്കും എന്നോട് പറഞ്ഞ പോലെ എത്രയോ പേരോട് അവൻ പറഞ്ഞോണ്ടിരിക്കും. വളരെ മോശം, വളരെ മോശം. തമ്പുരാൻ പുറക്കട്ടെ. നിങ്ങളുടെ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ബോംബെ തട്ടിപ്പിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ പറയുന്നത് അവൻ ആരാണ്? ദൈവം തമ്പുരാൻ ഈ പറഞ്ഞ ആള് അവൻ ആണാണ്. ആ പറഞ്ഞവൻ ഇവൻക്കെതിരെ പ്രവർത്തിച്ച അവൻ ആണാണ്. അവനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. കാരണം അവൻ പ്രതികരിക്കേണ്ട സമയത്ത് അവൻ പ്രതികരിച്ചു. ഇവന്റെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ എന്നെ സഹായിച്ചു അവനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. കാരണം വെച്ചാൽ എന്നിട്ട് ഇവനെതിരെ വധഭീഷണി പല ആൾക്കാരെയും ഇവനെ വിളിച്ച് ഇവൻ വധഭീഷണി നടത്താണ്. നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തതാണ്. ഇവൻക്കെല്ലാം ചെയ്യാം, മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ ആളെ പല ആൾക്കാരെയും വിളിച്ചിട്ട് ഇവൻ വധഭീഷണി നടത്തുന്നവനാണ് ഇവൻ പക്ക ഫ്രോഡാണ്. എന്നിട്ട് ഈ പ്രതികരിച്ചവനുണ്ടല്ലോ, ഞാൻ എന്നെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവനെ സല്യൂട്ട് ചെയ്യും. ഞാൻ അവന്റെ കാല് തൊട്ട് ഞാൻ നമസ്കരിക്കും. കാരണം അതാണ് ഗഡ്സ്. അത് ഏത് മോന്റെ മുമ്പിൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. അത് പോലീസായാലും പട്ടാളായാലും എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ അവന്മാർ നമ്മളെ തലയിൽ കയറിത്തുള്ളും. അതാണ് അയാൾ പ്രതികരിച്ചു. അന്ന് അയാൾ പ്രതികരിച്ചത് കൊണ്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ വോയിസ് ക്ലിപ്പ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അവന്റെ തട്ടിപ്പ് എന്താണെന്ന് വീഡിയോ നോക്കാം. ഇതിൽ പറയുന്നത് അവൻ ആരാണ്? ദൈവം തമ്പുരാൻ പുറക്കട്ടെ. അവൻ എന്താണ് പറഞ്ഞു നടക്കുന്നത്? കാരണം ഞാൻ എന്താ പറഞ്ഞു നടക്കുന്നത്? ആ വ്യക്തി ഈ വീഡിയോയിൽ ഈ ഓഡിയോ ആരുടെയാണ്? ആ വ്യക്തി എന്റെ നമ്പർ ഞാൻ താഴ്ത്തു തരാം. എന്നെ ഡയറക്റ്റ് വിളിക്കാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് നമുക്ക് റെക്കോർഡ് ചെയ്ത് സംസാരിക്കാം. ഞാൻ ഇതുവരെ ആ വ്യക്തിനോട് സംസാരിച്ചിട്ട് പോലുമില്ല. ആ വ്യക്തിയുടെ പേര് പോലും എനിക്കറിയില്ല. പിന്നെ ഈ ഇജാസ് എന്ന് പറയുന്ന ഇദ്ദേഹം എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി നമുക്ക് കാണാലോ. ഈ വ്യക്തിയോട് ഇവൻ ഇതിൽ തന്നെ കള്ളം പുറത്തു. ഇതിലെന്ത് മണ്ടനാണ് ഈ വ്യക്തിയോട് സംസാരിക്കാതെ ഇവൻ എങ്ങനെയാണ് ആ വ്യക്തി എനിക്ക് ഇങ്ങനെ വോയിസ് ക്ലിപ്പ് ഇട്ടിരുന്നത്? ഇവരെന്ത് മണ്ടനാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവില്ല. ഇവനെ മണ്ടൻ എന്നല്ല, മരമണ്ടൻ എന്നാണ് ഇവനെ ശരിക്കും വിളിക്കേണ്ടത്. ഇവൻ മരമണ്ടനാണ്. ആ വ്യക്തിയോട് എന്നോട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ശരിക്കും ഇവൻ പറയുന്നതിൽ ഈ ബുദ്ധിയും ലോജിക്കും ഉള്ള മലയാളികൾക്ക് മനസ്സിലാവും, വിവരമില്ല മലയാളികൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവൻ ഇപ്പൊ റഷ്യയിൽ ഒരുപാട് പേര് ആൾക്കാരെ ഹയർ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇവൻ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇവന്റെ പേര് സിദ്ദീഖ് എന്ന് പറയുന്നത് കൊട്ടടിച്ചിട്ടുള്ള ഒരാളെ ചങ്ങായിയാണ്. ഒരു വലിയ ഒരു മൂന്നാൾ പൊക്കത്തിലുള്ള തടിച്ചിട്ടുള്ള ആള്. അപ്പൊ ഇവൻ ആരാണ്? ഇവനൊന്ന് നോക്കി ഇവനൊന്ന് അമ്പഴങ്ങിയ പറഞ്ഞു. തടിച്ചിട്ടുള്ള ആളെന്ന് പറയുന്നത് ഇവൻ ആരാണ്? ഇവന്റെ ശരീരം പിന്നെ സൂപ്പർ ശരീരമാണ്. ബാക്കിയാണ് ഒരാളാണ്. അവന്റെ പേര് ഒരു സിദ്ദീഖ് എന്ന് പറഞ്ഞാണ്. വമ്പൻ ഫ്രോഡാണ് ഈ രണ്ടുപേരും. നല്ല രീതിയിൽ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ഈ യുവന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. യുവന്മാർക്ക് നിങ്ങൾ പേപ്പറോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പിൻവലിച്ചോ. നിങ്ങൾ കൊടുത്തിരിക്കുന്ന 100%. കാരണം ഇവർക്കെതിരെയുള്ള ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. എടാ, ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യാം. ഞാൻ മുഖേന അതായത് ഞാൻ വഴി ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, സ്റ്റില് ആരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് ഞാൻ വഴി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നീ അത് പറയും കേട്ടോ. ബാക്കി ഓക്കെ. ഞാൻ ഒന്നാമത്തെ കാര്യം
ഇവൻ വഴി റൂമിൽ വന്നിട്ട് പ്രശ്നമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവന്റെ വീഡിയോ കണ്ടിട്ട് അതിന്റെ കമന്റിന്റെ അടിയിൽ പോയി നോക്കിയാൽ മതി. അവൻ വന്ന് എത്ര പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ആ കമന്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ കൺവിൻസ് ആവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ അവൻ പറയുന്നുള്ളത് തടിയുള്ള ഒരു ചങ്ങായിയാണെന്ന്. അവൻ തടിയുള്ളവനാണ്. ഒരു വലിയ ആ തടി വെച്ചാണ് അവൻ ഭീഷണിപ്പെടുത്താണ് എന്നെ. അവൻ 3 ആൾ പൊക്കമുള്ള തടിയുള്ളവനാണ്. ആ തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും അതിൽ മറ്റേ എയർ നിറച്ച തടിയാണത്. ആ എയർ നിറച്ച തടിയുള്ളവനാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്. അവൻ എന്നിട്ട് അവൻ എന്തോ വലിയ സംഭവമാണ്, ഇവിടുത്തെ രാജാവാണ്, കിങ് ആണ് എന്നുള്ള വിചാരമാണ് അവനുള്ളത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ആ തടിയൻ അത് പിന്നെ തടിയൻ എന്നുള്ള തടിയന്മാരെ പിന്നെ മെലിഞ്ഞവെന്ന് വിളിക്കാൻ പറ്റുമോ? അവൻ തടിച്ച് എൻ്റെ 3 ഇരട്ടി ഉണ്ട് ഇവൻ. എന്നിട്ട് എന്നെ വെല്ലുവിളിക്കാണവൻ. അപ്പോ തടിയനെ പിന്നെ മെലിഞ്ഞവനെന്ന് വിളിക്കാൻ പറ്റുമോ? അവൻ മെലിഞ്ഞവനാണെന്നുള്ള രീതിയിൽ സംബോധന ചെയ്യണം ഞാൻ. അവൻ തടിയനാണ്. ഞാൻ ഇപ്പോഴും വിളിക്കും അവൻ തടിയനാണെന്ന്. കാരണം അവൻ പക്ക ഫ്രോഡുമാണ്, തടിയനുമാണ്. അതിലെന്തോ വേണമെങ്കിലും അവൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഇവന്റെ എല്ലാ തെളിവും അടക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഒരുപാട് പേര് ചോദിച്ചു, ശരി ആരാണ് ബ്രോ ഈ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത്? ഈ സ്റ്റാർ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ടുവന്ന ഞാനാണ്. ഇവനെ കൊണ്ടുവന്നിട്ട് റഷ്യയിൽ ഞാൻ സാവാനുള്ള സാധ്യതയാണ്. സ്ഥലത്താക്കി. ഇവനേക്കാളും വലിയൊരു തട്ടിപ്പുള്ള ഒരു സ്ഥലമുണ്ട്. അവന്റെ പേരാണ് സിദ്ദീഖ്. ആ ടൈമില് ഇവരൊക്കെ പാർട്ട്നേഴ്സ് ആണ്. മനസ്സിലായില്ലേ? ഇജാസ് ഉൾപ്പെടെ പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ ഇജാസ് ഫ്രോഡല്ലേ? ആ ടൈമിൽ ഇജാസ് ഉൾപ്പെടെ പാർട്ട്നേഴ്സ് ആണ്. എനിക്ക് പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരു സംഭവം എൻ്റെ ലൈഫിൽ എനിക്ക് ഇവനൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവൻ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പാർട്ട്ണർ? ഇവന് പൈസ കൊടുത്തിട്ടല്ലേ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണോ പാർട്ട്ണർ? ഇവന് വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഈ ഇവന്മാർക്ക് ജോലി സെറ്റ് ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഞാൻ ജോലി സെറ്റ് ചെയ്ത് കൊടുക്കാം, അത് ചെയ്യാം. അതുപോലെ തന്നെ ഇവനെ ഞാൻ കൊണ്ടുവന്ന ഞാനാണ്. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, നീ പക്ക ജെന്യൂനായിട്ട് ചെയ്തു കൊടുക്കുവോ? അല്ലാതെ പാർട്ട്ണറായിട്ടൊന്നും ഞാൻ ഇവനായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ്, എനിക്ക് ഇതുവരെ ഇന്നേ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു പാർട്ട്ണറും എൻ്റെ അടുത്ത് ഇല്ല. എനിക്ക് ആരും പാർട്ട്ണറും ഇല്ല. ഞാൻ പാർട്ട്ണർഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ആളല്ല. കാരണം ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഇവനാരും പാർട്ട്ണറാവാൻ, ഇവൻ ഇവിടുത്തെ വലിയ മറ്റേ പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ ഇവിടെ അവൻ്റെ പാർട്ട്ണറാകാൻ വേണ്ടിയിട്ട്. വെറും പുച്ഛ അവൻ പറയുന്നതിലൊന്നും ഒരു ന്യായമില്ല. പാർട്ട്ണർ പോലും എന്ത് പാർട്ട്ണർ? എന്താണ് ഇവൻ ഈ പറയുന്നത്? നിങ്ങൾ തന്നെ പറ. ആ ടൈമിൽ ഇവര് പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ, എന്നെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇവൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ അവിടുത്തെ പാർട്ട്ണർ ആയതുകൊണ്ടല്ലേ ഇവൻ എന്നെ അങ്ങോട്ട് വിട്ടേ. അപ്പൊ ഇവൻ ഫ്രോഡല്ലേ? എടാ, നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞത് അവനാണ്. അപ്പൊ നിന്നെ അവിടത്തേക്ക് വിട്ടെന്ന് പറഞ്ഞാൽ അവനല്ല ജോലി നിനക്ക് ശരിയാക്കി തരണം. ഞാൻ എന്നോട് പറഞ്ഞില്ലേ എനിക്കിതിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. അവൻ എന്റെ പാർട്ട്ണറൊന്നും അല്ല. അവനെ ഞാൻ കൊണ്ടുവന്നവനാണ്. അവൻ്റെ അടുത്ത് ജോലി ഉണ്ടെന്ന് പറഞ്ഞു. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ എല്ലാം ഷെയർ ചെയ്ത് പോകണം. അല്ലാതെ അവനുള്ള വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് നിന്നെ ജോലിക്ക് ആക്കി തരാൻ വേണ്ടിയിട്ട് അവൻ ജോലി റെഡിയാക്കി തരാന്ന് പറഞ്ഞത്. ആ ജോലി റെഡിയാക്കി അത് മാക്സിമം അവൻ മുതലെടുത്തു. അവൻ പാർട്ട്ണറല്ല. അവൻ പക്ക ഫ്രോഡാന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവനായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു. അല്ലാതെ പാർട്ട്ണറായിട്ടൊന്നും എനിക്ക് ആരും പാർട്ട്ണറൊന്നും ഇതുവരായിട്ടില്ല. ഞാൻ ഇല്ലത് പറയാം. ആടാ, ഞാൻ പുണ്യോളം തന്നെ. അവന്റെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാം. അവൻ റൂം റെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 രൂപന്റെ റൂമിൽ അവൻ ഓരോ ആളെയും 10,000 20,000 വെച്ചിട്ട് ഒരു റൂമിൽ 5ഉം 6ഉം പേരും കയറ്റും. എന്നിട്ട് ആ റൂമിന്റെ റെന്റ് വരുന്ന ഒരു മാസം 10,000 രൂപയുള്ളൂ. ഇത് 5-6 പേരെ ഒരു റൂമിൽ കയറ്റും. അപ്പൊ കാരണം മോസ്കോ പോലത്തെ സിറ്റി അല്ല, വളരെ വലിയ റിച്ച് ആയിട്ടുള്ള സിറ്റി ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ചീപ്പായിട്ട് നമുക്ക് റൂം കിട്ടും. അപ്പൊ ഇവനെന്താക്കും, ആ അത് മുതലെടുത്തുകൊണ്ട് ആളുകളെ 10,000 രൂപ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ്. പക്ഷെ അവന് ആദ്യം ഇവന്റെ തട്ടിപ്പ് മനസ്സിലാകുന്നത് ഇവൻ 1,90,000 രൂപ 1,30,000 രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ഒരുപാട്. ഞാൻ ചോദിക്കട്ടെ ഇജാസ് ബ്രോ, ഇവര് നിങ്ങൾ തമ്മിൽ പണ്ട് ബിസിനസ് ചെയ്തിട്ട് ഇവൻ പറയുന്നുണ്ട് റൂമിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്കോയിലാണ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂമില്ല. മറ്റു ഒബ്ലാസ്റ്റുകൾ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ റൂമിന് റേറ്റ് വളരെ ചീപ്പാണ്. അപ്പോൾ ഇവൻ എന്താക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ 20,000 രൂപ വെച്ച് വാങ്ങും റൂമിന്. അങ്ങനെ ഒരു റൂമിൽ 5ഉം 6ഉം ആളെയും വെച്ച് ഇവൻ
കയറ്റുകയാണ്. ഈ മറ്റേ അന്ന് ഈ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പില് മറ്റേ ബ്രിട്ടീഷുകാർ മറ്റേ ട്രെയിനിലേക്ക് അടിച്ചമർത്തി കയറ്റുന്നില്ലേ, അതേപോലെ കയറ്റുകയാണ്. പക്ഷെ ഈ പാവം പിള്ളേർ ഈ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പിന്നീട് ഈ പിള്ളേർക്ക് ഈ കാര്യം മനസ്സിലായിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഇജാസ് ബ്രോ നമുക്ക് 6 പേരൊക്കെയാണ് റൂമിൽ, നമുക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, എന്താണ് പ്രശ്നം? ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞു, എടാ നീ എന്ത് പരിപാടിയാടാ നീ കാണിക്കുന്നത്? നീ ആ പിള്ളേർ നീ പൈസ കാണിച്ചിട്ട് ആ റൂമിന്റെ അപ്പോൾ ഞാൻ എന്നിട്ട് ആ പിള്ളേർ എനിക്ക് ആ റൂമിന്റെ ഓണറുടെ നമ്പർ തന്നു. ഓണറെ ഞാൻ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചപ്പോൾ ആ റൂമിന്റെ റേറ്റ് ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. വെറും 10,000 മുതൽ 15,000 വരെ അവർ എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇവരുടെ നിന്ന് വാങ്ങുന്ന ഒരു മാസത്തേക്കുള്ള റെന്റ്. അപ്പൊ ഇവൻ വാങ്ങുന്നത് ഒരാളെടുത്ത് നിന്ന് 20,000 രൂപ വെച്ചിട്ട്. അപ്പൊ ഇവന്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും? ഒരു 6 പേരെ കേട്ടിക്കഴിഞ്ഞാൽ എത്ര? 20, 40, 60, 80, 1 ലക്ഷം, 1,20,000. ആ 1,20,000 നിന്ന് 15,000 പോയ 1,05,000 രൂപ അവന്റെ പ്രോഫിറ്റാണ്. അത്രയും വലിയ കള്ളനാണ് ഈ സിദ്ദീഖ്. പക്ക ഫ്രോഡ്. ഇവനാണ് എന്റെ പാർട്ട്ണർ. ഇവൻ പക്ക ഫ്രോഡാണെന്ന് പിന്നീടല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. അവനായിട്ട് ഞാൻ ഒരു പാർട്ട്ണർഷിപ്പ് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അവനായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവൻ ജെന്യൂൻ ആണെന്നുള്ളത് ഞാനൊരു തോന്നിപ്പോയി. എനിക്ക് പറ്റിപ്പോയ ഒരു തെറ്റ്, ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ അവൻ ജെന്യൂൻ ആണെന്ന് ഞാൻ വിശ്വസിച്ചതാണ്. അടുത്ത കേട്ടോ. നീ ഒരാളെ പോലും പറ്റിക്കാണ്ട്, നീ ഒരാളുടെ അടുത്തും കള്ളം പോലും പറയാണ്ട് നീ 1 രൂപ പോലും നീ പ്രോഫിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? അതിനുള്ള ആൻസർ നീ പറഞ്ഞാൽ മതി. ബാക്കി പിന്നെ ഇവൻ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരാളെ ഡയറക്റ്റ് ഹയർ ചെയ്യുന്നില്ല, കമ്പനിയാണ് ഹയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്നത് നമ്മൾ ചാരിറ്റി പ്രവർത്തനം ഒന്നുമല്ലല്ലോ. എല്ലാവർക്കും നിങ്ങൾ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് അതിലുള്ള ഒരു ചെറിയൊരു പ്രോഫിറ്റ് വേണ്ടേ? അത് സത്യസന്ധമായി നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ് നിങ്ങൾ ചെയ്യുന്ന എന്തിനാണ്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലേ. എല്ലാവർക്കും ആ രീതിയിലുള്ള ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാവും. ഇത് ചാരിറ്റി പ്രവർത്തനം ഒന്നും അല്ലല്ലോ, എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ ഇവൻ എന്താണ് ഈ പറയുന്നത്? മണ്ടനല്ലേ ഇവൻ പക്ക മണ്ടനാണ്. ഈ മണ്ടൻ ചെയ്യുന്നത് പിന്നെ എന്താണ്? ചാരിറ്റി പ്രവർത്തനം. ഇവൻ ഫ്രീ ആയിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രോഫിറ്റ് ഉണ്ടാവും. കാരണം അതിൻ്റെതായ റിസ്ക് ഉണ്ട്. നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വിസ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഫുൾ ഫണ്ട് റീഫണ്ടബിൾ ചെയ്യാണ്. എന്തെങ്കിലും കാരണവശാൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാലോ ആ ഫണ്ട് നമ്മൾ കൊടുക്കണ്ടേ, നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണ്ടേ? അത്രയും റിസ്ക് എടുത്തിട്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് എടുക്കാതെ നമുക്ക് ഇവന്റെ പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ, രജിസ്ട്രേഷൻ ചെയ്യണം, ബയോമെട്രിക്സ് ചെയ്യണം, മെഡിക്കലിൽ കൊണ്ടുപോകണം, എയർപോർട്ട് പിക്കപ്പ് ചെയ്യണം, ജോബ് അസിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിൻ്റെതെല്ലാം ഒരു ചെറിയ പ്രോഫിറ്റ് നമുക്ക് വേണ്ടേ? വെറുതെ നമുക്ക് ഈ ചാരിറ്റി പ്രവർത്തനം ഒന്നും അല്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ല. എല്ലാവർക്കും അത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പ്രോഫിറ്റ് എടുക്കത്തില്ലേ? അത് ഏത് ബിസിനസ് ആയാലും ഇപ്പൊ MA യൂസുഫ് അലി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ MA യൂസുഫ് അലിക്കും അതിനുള്ള ലാഭമുണ്ട്. ഈ ആൾക്കാരെ വെച്ച് അത് നല്ലൊരു പ്രോഫിറ്റ് അയാൾക്ക് കിട്ടുന്നുണ്ട്. അംബാനി ബിസിനസ് ചെയ്യുമ്പോൾ അംബാനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. എല്ലാവർക്കും അതിനുള്ള ഒരു ചെറിയ പ്രോഫിറ്റ് ഉണ്ട്. ആരും ചാരിറ്റി പ്രവർത്തനം ഒന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. അല്ലാതെ ഫ്രണ്ട്ലി ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അതൊന്നും ബിസിനസ് അല്ല. ബിസിനസ് ആകുമ്പോൾ ബിസിനസ്സിൽ എല്ലാവർക്കും ചെറിയൊരു പ്രോഫിറ്റ് വേണ്ടേ? അത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് അടുത്ത ഞാൻ ഇവൻ പറയുന്ന കാര്യത്തിനുള്ള ആൻസറും കൂടി തരാം. വാഗ്ദാനങ്ങൾ. ഇവന്റെ പഴയ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കണം. ഇവൻ എന്തൊക്കെ പറയുന്നത്? റെസ്റ്റോറന്റ് 1 ലക്ഷം രൂപ സാലറി, 2 ലക്ഷം രൂപ സാലറി. ഞാൻ എന്റെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന്? ഞാൻ ബേസിക് സാലറി 50,000 to 75,000 പോട്ടെ. ഓക്കെ, എന്റെ ഒരു വീഡിയോ നീ എടുത്ത് കാണിക്ക്. 2 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ആൾക്കാരുണ്ടാവും, അത് റഷ്യക്കാരായിരിക്കും. അല്ലാതെ ഇന്ത്യൻസിന് 2 ലക്ഷം രൂപ സാലറി എന്ന് ഞാൻ പറഞ്ഞിട്ട് എന്റെ ഒരു വീഡിയോയിലെങ്കിലും നീ എടുത്ത് കാണിച്ചാൽ നീ പറയുന്ന പണി ഞാൻ ചെയ്യാം. അതായത് ഇന്ത്യൻസ് തന്നെ പറഞ്ഞ് അവൻ കാണിക്കണം. ഇന്ത്യൻസിന് 2 ലക്ഷം രൂപ സാലറി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ടെ. ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാൽ പറയാൻ പറ്റില്ല, എനിക്ക് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കാരണം ഇന്ത്യൻസ് ചിലപ്പോൾ 2 ലക്ഷം ഒന്നും കിട്ടത്തില്ല, ഒരിക്കലും. എൻ്റെ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം കഴിച്ചിട്ട് ഒരു 55-60. പക്ഷേ ഇന്ത്യൻസിന് 2 ലക്ഷം രൂപ സാലറി ഞാൻ എൻ്റെ വീഡിയോസിൽ ഉണ്ടെങ്കിൽ അതൊന്നും എനിക്ക് കാണിച്ചെന്നേ. ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ പറയാണ് 2 ലക്ഷം രൂപ ഇന്ത്യൻസിന് കിട്ടുന്നത്. ചിലപ്പോൾ റഷ്യൻസിന് കിട്ടും. റഷ്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് 2 ലക്ഷത്തിന്റെ അടുത്ത് സാലറി കിട്ടുന്ന ആൾക്കാരുണ്ടാവും. അല്ലാതെ ഇന്ത്യൻസിന് അത്ര വലിയ സാലറി ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. പക്ഷെ വളരെ ഇന്ത്യൻസ് റഷ്യൻ പാസ്പോർട്ട് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് 2 ലക്ഷം. അതായത് റഷ്യൻ സിറ്റിസൺ ആയിട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക്. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് വന്ന് ഫസ്റ്റ് അൺസ്കിൽഡ് കാറ്റഗറി, അതൊന്നും അറിയാതെ ഒരു ബേസിക് ആയിട്ട് ഒരു സ്കില്ലും കയ്യിലില്ലാതെ വരുന്ന ഒരാൾക്ക് ഒരിക്കലും 2 ലക്ഷം സാലറി കിട്ടൂല എന്ന് എല്ലാ ലോജിക്കായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള മലയാളികൾക്ക് മനസ്സിലാവും ഇവൻ പറയുന്ന തട്ടിപ്പിന്റെ ആ ഒരു വലിയൊരു ഫ്രോഡ് മാറ്റർ.
കാരണം ഒരിക്കലും കിട്ടത്തില്ല. നമ്മളൊന്നും നമ്മുടെ കയ്യിലൊരു സ്കില്ലില്ല. എസ്പെഷ്യലി അൺസ്കിൽഡ് കാറ്റഗറിയിലൊക്കെ എങ്ങനെയാണ് 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുക? അത് ഞാൻ എങ്ങനെയാണ് അത് ഈ ഇന്ത്യൻസ് റഷ്യൻ പാസ്പോർട്ട് ഉള്ള ആളുകളിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, അത് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നോർമലി ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരാൾ റഷ്യയിൽ വന്നിട്ട് അയാൾക്ക് 2 ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആ വീഡിയോ എടുത്തിട്ട് എനിക്കൊന്ന് കാണിച്ചാൽ, എന്നാൽ നീ പറയുന്നതൊക്കെ സത്യമാണ്, നീ പറഞ്ഞാൽ നിന്നെ ഞാൻ 100% വിശ്വസിക്കാം. പിന്നെ അടുത്ത് നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാണാം. 75,000 പോട്ടെ, 60,000 to 70,000 ഞാൻ എന്റെ മിക്ക സ്ഥലത്തും പറയുന്നുണ്ട്. ഇതന്നെയാണ് ഞാനും പറയുന്നത്. കിട്ടിയിട്ടുണ്ട്, എന്റെ ക്ലയൻസിനും അത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കോൺഫിഡൻസോടെ ഞാൻ പറയാൻ തയ്യാറാണ്, എന്റെ അണ്ടറിൽ വന്നവർക്ക് അത് കിട്ടുന്നുണ്ട്. എനിക്ക് പല സബ് ഏജന്റുമാര് ജോലി അന്വേഷിച്ച് വിളിക്കാറുണ്ട്. ഇജാസ് അറുതി എന്ന ജോലി അന്വേഷിച്ച് വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു കാലത്ത് ഞാൻ മോസ്കോയിൽ ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. എനിക്ക് എപ്പോഴും മോസ്കോയിൽ വരാൻ പറ്റില്ല. ഞാൻ വേറൊരു ബിസിനസ്സാണ്, ഞാൻ പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. ഞാൻ ഫൊസാഗ്രോ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ മറ്റേ മിനറൽസ് കുഴിച്ചെടുത്ത് സാധനങ്ങൾ സെയിൽ ചെയ്ത്, പിന്നെ ചിറോപ്രാക്ടിക്കിൻ്റെ വർക്ക്, കെയറോൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ബിസിനസ്സാണ്. അതായത് ഞാൻ ബോൺ അലൈൻമെൻറ്റ്, ഡിസ്ലൊക്കേഷൻ, അതുപോലെ തന്നെ അനാട്ടമിയൊക്കെ പഠിച്ചാണ്. അപ്പോൾ അതിൻ്റെ ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്. ആ ആയുർവേദത്തിൻ്റെ പരമായുള്ള കാര്യങ്ങൾ, മറ്റേ നമ്മുടെ നമുക്ക് ഡിസ്ലൊക്കേഷൻ ആയിട്ടുള്ള എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്, അത് നമുക്ക് പിടിച്ചിടുക എന്ന് കളരി മർമ്മ എന്നൊക്കെ പറയും, കെട്ടുമുറ എന്നൊക്കെ പറയും. നമ്മൾ കെട്ടുമുറൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷേ ഇവൻ പറയുന്നുണ്ട് ഒരു കാര്യം, ഇപ്പൊ വലിയ നമുക്ക് കിട്ടത്തില്ല. കാരണം ഇവന് എന്നിട്ട് ഇവന്റെ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഒരു തേൻപരട്ടിയ വാക്കുകളാണ്. കാരണം നീ ഒരാളുടെ അടുത്തും കള്ളം പോലും പറയാണ്ട് നീ 1 രൂപ പോലും നീ പ്രോഫിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? അതിനുള്ള ആൻസർ നീ പറഞ്ഞാൽ മതി. ബാക്കി ആളുകളെ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടാണ് റഷ്യയിൽ കൊണ്ടുവരിക. പക്ഷെ അവർക്ക് ആ പറഞ്ഞ ശമ്പളം വാഗ്ദാനങ്ങൾ. ഇവന്റെ പഴയ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കണം. ഇവൻ എന്തൊക്കെ പറയുന്നത്? റെസ്റ്റോറന്റ് 1 ലക്ഷം രൂപ സാലറി, 2 ലക്ഷം രൂപ സാലറി. ഞാൻ എന്റെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന്? ഞാൻ സാലറി 50,000 to 75,000 പോട്ടെ, 60,000 to 70,000 ഞാൻ എന്റെ മിക്ക സ്ഥലത്തും പറയുന്നുണ്ട്. എനിക്കത് കിട്ടിയിട്ടുണ്ട്, എന്റെ ക്ലയൻസിനും അത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കോൺഫിഡൻസോടെ ഞാൻ പറയാൻ തയ്യാറാണ്, എന്റെ അണ്ടറിൽ വന്നവർക്ക് അത് കിട്ടുന്നുണ്ട്. എനിക്ക് പല സബ് ഏജന്റുമാര് ജോലി അന്വേഷിച്ച് വിളിക്കാറുണ്ട്. ഇജാസ് അറുതി എന്ന ജോലി അന്വേഷിച്ച് വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് ഇപ്പൊ വലിയ നമുക്ക് കാണാം. ഓക്കെ, ഇജാസ് അറുതി അവനെ ജോലി അന്വേഷിച്ചു. അപ്പൊ അതൊന്ന് വിട്ടുപോയി ഞാൻ പറയാൻ വേണ്ടി. ഇജാസ് അറുതി അവനെ ജോലി അന്വേഷിച്ച് വിളിച്ചു. ഇജാസ് അവനെ ജോലി അന്വേഷിച്ച് വിളിച്ചു. ഇവൻ എൻ്റെ അടുത്ത് വിളിച്ചു പറയാം, എൻ്റെ അടുത്ത് ഒരുപാട് ജോലികളുണ്ട്, ഇജാസ് നിനക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം, എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ജോലിയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇവനെ വിശ്വസിച്ചു പോയി. അപ്പോൾ മോസ്കോയിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെ ജോലിയൊക്കെ ഇവന് സ്വന്തമായിട്ടല്ലേ ജോലിയൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ ഇവനെ എല്ലാവർക്കും വിശ്വാസം ഉണ്ടാവില്ല, ഇവൻ സ്വന്തമായിട്ട് പോയി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോയി ജോലിയൊക്കെ കണ്ടെത്തി. അപ്പോൾ എനിക്ക് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ ഇവനെ ഒരാളെ ഏൽപ്പിച്ചു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരാളെ ഞാൻ എന്താക്കി, ഒരു 10,000 ഇവൻ ആ സമയത്ത് എന്നോട് പറഞ്ഞു ഒരു 10,000 രൂപ, ഒരു 20,000 ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് 20,000 തരാൻ കഴിയും, എനിക്ക് 10,000 തരാം, നീ ഒരു ജോലി സെറ്റ് ചെയ്ത് കൊടുക്കുമോ, ഒരാൾ മോസ്കോയിലുണ്ട്, ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാം ബ്രോ, ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവനെ വിശ്വസിച്ച് അപ്പോൾ കാരണം എനിക്കറിയില്ല ആ സമയത്ത് ഇവൻ തട്ടിപ്പ ഫ്രോഡാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഇവൻ എന്താക്കി, ഈ ചങ്ങായിനെയും കൊണ്ടുപോയിട്ട് ഒരു ഷോക്സ് ഫാക്ടറിയിൽ കൊണ്ടുപോയി അവിടെ നരകിപ്പിച്ചു അവനെ. അതായത് 3 ദിവസം നരക ജീവിതമായിരുന്നു അവിടെ. അവനെ നിന്ന് വെള്ളം പോലും കുടിക്കാൻ വിടാതെ അവിടെ നരകിപ്പിച്ചു പണിയെടുപ്പിച്ചു. 3 ദിവസം പണിയെടുപ്പിച്ചിട്ട് പൈസ പോലും കൊടുത്തിട്ടില്ല അവന്മാർ. എന്നിട്ട് പറഞ്ഞു ട്രെയിനിങ് പീരീഡ് ആണെന്ന്. നിങ്ങൾ രാവിലെ പുഴയിൽ മണൽ വാരിയിട്ട് 3 ദിവസം മണൽ വാരിയിട്ട് നിങ്ങൾ പിന്നെ ഈ മണലൊക്കെ എത്തേണ്ടടുത്ത് സ്ഥലത്തിൽ എത്തിച്ചിട്ടതിന് ശേഷം അത് ട്രെയിനിങ് പീരീഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? ഇല്ല, നിങ്ങൾ ലോഡ് എടുത്തിട്ട് 3 ദിവസം നിങ്ങളെ കൊണ്ട് ലോഡ് എടുപ്പിച്ചു, വലിയ സിമെന്റിന്റെ ചാക്കൊക്കെ എടുപ്പിച്ചു 3 ദിവസം. എന്നിട്ട് അത് ട്രെയിനിങ് പീരീഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു പ്രതികരണം എന്തായിരിക്കും? ഇവൻ മണ്ടനല്ലേ? ഇവൻ മണ്ടനല്ല, മരമണ്ടനാണ് ഇവൻ. എന്നിട്ട് ഞാൻ അതേപോലെ ഇവനെ വിശ്വസിച്ച് 10,000 കൊടുത്തിട്ട് ഇവനെ ഏൽപ്പിച്ചു. ആ 10,000 പോലും ഇവൻ ഇതിൽ തിരിച്ചെന്നിട്ടാട്ടോ, ആ പൈസ പോലും ഇവന്റെ കയ്യിലാണ്. എന്നിട്ട് ഇവൻ പല ന്യായങ്ങളും പറയാണ്. അവൻ ചോദിക്കുമ്പോൾ അവൻ പല ന്യായങ്ങളും പറഞ്ഞ് അവൻ നിൽക്കുകയാണ്. കമ്പനി അങ്ങനെയാണ്, കമ്പനിക്ക് 5 മാസം 6 മാസം എഗ്രിമെന്റ് വേണം. എന്ത് എഗ്രിമെന്റ്? 3 മാസം പണിയെടുപ്പിച്ചിട്ട് പണിയെടുപ്പിച്ചിട്ട് പൈസ കൊടുക്കാതെ നിൽക്കുന്നതാണ് എഗ്രിമെന്റ്. ഇവന് പറയുന്നതിൽ എവിടെയാണ് ഞാൻ മണ്ടനായ ഇവൻ? ഞാൻ അടുത്ത കേൾപ്പിച്ചിടാം. ഇത് എനിക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞാൻ അത്രയും രോഷത്തോടു കൂടി നിങ്ങളോട് സംസാരിക്കുന്നത്. വിളിച്ചിട്ടുണ്ട് ആ സമയത്ത്. അത് ഇപ്പൊ വഴിയെ നമുക്ക് കാണാം. കിട്ടത്തില്ല. കാരണം ഇവന് എന്നിട്ട് ഇവന്റെ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഒരു തേൻപരട്ടിയ വാക്കുകളാണ്. കാരണം വെച്ചാൽ ആളുകൾ ഒരു വിശ്വസിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കഴിവ് അവനുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചത്. ഇവരെ ഞാൻ കൊണ്ടുവന്നതാണ്, പക്ഷെ അവർ വമ്പൻ തട്ടിപ്പും കാര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇന്നലെ രാത്രി ഒരു ചെറിയൊരു വിഷയം ഉണ്ടായി.
പറഞ്ഞു. ഞാനൊരു വ്യക്തിനെ വെറുതെ വിളിച്ചിട്ട് എനിക്ക് തെറി പറയേണ്ട എന്ത് ആവശ്യമുണ്ട്? സാമാന്യ ബോധമുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വ്യക്തിനെ ഞാൻ അങ്ങനെ വിളിച്ചിട്ട് ഹലോ. എടാ, നീ പറയുന്നതിൽ എവിടെ ന്യായം? നീ ഒരു വ്യക്തിനെ വെറുതെ, ഞാൻ എന്തിനാണ് എന്നെ വെറുതെ തെറി വിളിക്കോ? എനിക്കൊരാളെ വെറുതെ തെറി വിളിക്കണം? എനിക്ക് എത്ര ക്ലയന്റ് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആരെങ്കിലും വെറുതെ ഇതുവരെ തെറി വിളിച്ചിട്ടുണ്ടോ? എനിക്കെതിരെ തെറി വന്നത് കൊണ്ട് മാത്രമല്ല നിനക്കെതിരെ പിന്നെ ഞാൻ മിണ്ടാതിരിക്കേണ്ട ഞാൻ ഗാന്ധിജിയൊന്നും അല്ലല്ലോ. എനിക്ക് അങ്ങനെ പ്രതികരിക്കേണ്ട സമയത്ത് ഞാൻ പ്രതികരിക്കും. നീ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മിണ്ടാതിരിക്കണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു പെണ്ണായിരിക്കും, ഞാനൊരു ഗെയ് ആയിരിക്കും, ഞാനൊരു ലെസ്ബിയൻ ആയിരിക്കും. ഞാൻ ലെസ്ബിയനോ ഗെയ്യോ ഒന്നല്ല. ഞാൻ പ്രതികരിക്കേണ്ട സമയത്ത് ഞാൻ പ്രതികരിക്കും. അതാരായാലും ശരി. നീ തെറി വിളിച്ചെന്തിനാ? നീ ആരെയോ കണ്ടിട്ടാണ് തെറി വിളിച്ചെന്നുള്ളത് എനിക്കറിയാം. ആരൊക്കെ നിന്റെ ബാക്കിലുള്ളതെന്നും എനിക്കറിയാം നന്നായിട്ട്. അതുകൊണ്ട് നീ അതൊന്നും പറയാൻ നിൽക്കണ്ട. അതുകൂടി ഞാൻ തെറി വിളിക്കോ? ഞാൻ തെറി വിളിക്കണമെങ്കിൽ ഇവൻ എന്നെ തെറി വിളിക്കണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആൻസർ ഞാൻ തന്നു, ഇതിൽ പറയുന്നില്ല. ആ കാരണം എന്താ ഇവൻ പറയാത്ത? അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഗാന്ധിജിയൊന്നും അല്ലല്ലോ ഒരു തവളി കാണിച്ചു കൊടുത്തിട്ട് മറ്റൊരു തവളി കാണിക്കാൻ വേണ്ടിട്ട്. കാരണം നമ്മൾ പ്രതികരിക്കണം. ഞാനും കുറെ രീതിയിൽ അവരോട് അങ്ങോട്ട് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇമാതിരി തട്ടിപ്പ് ഞാൻ റഷ്യയിൽ നടത്താൻ അനുവദിക്കൂല. കാരണം അത് ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവരും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ ബാക്കിൽ ഇതിന്റെ താഴെ ഒരുപാട് ഇവന്മാരെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വെച്ച് കമന്റ് ചെയ്യിപ്പിക്കും. ഞാൻ എന്റെ ഗ്രൂപ്പിലുള്ള ആരെയും കൊണ്ട് കമന്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള. ഞാൻ ആരോടും പേഴ്സണലി വിളിച്ചിട്ടാടാ ഒന്ന് കമന്റ് ചെയ്യടാ. ഇവന്റെ വീഡിയോന്റെ അടിയിൽ ഇവനിക്കെതിരെ പോസിറ്റീവായിട്ട് വന്നിട്ടുള്ള കമന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് കള്ളും സിഗരറ്റും കുപ്പിയും വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ച കമന്റുകളാണ്. ഇവന്മാരെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണത്. കാരണം വെച്ചാൽ ഇവന്മാരെല്ലാം ഒരു വലിയൊരു സംഗതിയാണ്, വമ്പൻ ഫ്രോഡുകളാണ്. ഈ കമന്റ് ഇവനെതിരെ പോസിറ്റീവായിട്ടുള്ള കമന്റ് ഇട്ടവരാണെന്നുണ്ടെങ്കിൽ അത് ഇവന്റെ ഗ്രൂപ്പിൽ പെട്ടവരാണ്. പക്ക ഫ്രോഡുകളാണ്, ഇവന്റെ സബ് ഏജന്റുമാരാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിക്കോ കേട്ടാ. അടുത്ത പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവൻ ചെയ്യിപ്പിച്ചതല്ലാണ്ട് ഇവൻ എന്താ ചെയ്തേക്കുന്നത്? ഈ ഓഡിയോ എടാ, ഫസ്റ്റ് ഇട്ടേക്കണ ഓഡിയോ ദൈവം തമ്പുരാൻ പോലും മുറിക്കില്ല. എടാ, അത് നീ ഏതാണ്? നീ ആരാണ്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിന്നെ 100% ഉറപ്പാണ്. അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമാണ്. ഈ ഷോക്സ് ഫാക്ടറി എന്നൊന്നും പറഞ്ഞാൽ ഞാൻ ആ ഷോക്സ് ഫാക്ടറി കണ്ടിട്ട് പോലുമില്ല. ആ ഷോക്സ് ഫാക്ടറി എന്നൊക്കെ വന്നിട്ടുള്ള അവിടുത്തെ ആളുകളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല ഡയറക്റ്റ്. അവരൊക്കെയാണ് വന്നിട്ട് കമന്റ് ഇട്ടത്. ആ പിള്ളേരെ ഞാൻ നല്ലൊരു ആളുകളാണ്, പക്ഷെ അവരൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അവരൊക്കെയാണ് വന്നിട്ട് ഇവിടെ കമന്റ് ഇട്ടത്. അതൊക്കെ ഗഡ്സുള്ള ആൾക്കാരാണ്. ആ പിള്ളേരൊക്കെയാണ്, അതാണ് ആൺപിള്ളേർ. അതാണ് കേരളത്തിലെ പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടാത്ത, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട ആൺപിള്ളേരാണ് അവരൊക്കെ പ്രതികരിച്ചു. കണ്ടോ, അതാണ് ആൺപിള്ളേർ. അല്ലാതെ പെണ്ണിനെ പോലെ മാറി നിൽക്കേണ്ടതുണ്ട്. നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിനെതിരെ പ്രതികരിക്കണം, നീ ആണത്തം കാണിക്കണം. ആ പ്രതികരിച്ച പിള്ളേരില്ലേ, അവരെ ഞാൻ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ സല്യൂട്ട് ചെയ്യും. കാരണം വെച്ചാൽ ഞാൻ റഷ്യൻ പാസ്പോർട്ടുള്ള ഒരാളൊന്നും ഞാൻ നോക്കൂല, ഞാൻ അവരെ സല്യൂട്ട് ചെയ്യും ഞാൻ. കാരണം വെച്ചാൽ അതാണ് പ്രതികരിക്കാൻ കഴിവ്. നിങ്ങൾ പ്രതികരിക്കാത്തിടത്തോളം കാലം നിങ്ങൾ അവന്മാരിട്ട് ചൂഷണം ചെയ്യും. 100%. പ്രതികരിക്കേണ്ട സമയത്ത് എത്ര വലിയ മോനാണ് നമ്മൾ ദൈവത്തിന് പേടിച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഇവിടെ നിങ്ങളെ പഠിച്ച ആളെ പേടിച്ചാൽ മതി. ദൈവം ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏതായാലും മതമായിക്കോട്ടെ, ആ ദൈവത്തിന് പേടിച്ചാൽ മതി. അല്ലാതെ ഈ പടപ്പിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവൻ ആരാണ്? ഒന്നുമല്ല ഇവൻ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇവനെന്ത് വധഭീഷണി? അവനെ കൊല്ലുമായിരിക്കും. അവൻ ആരാണ്? അവന് ചെയ്യില്ല. അവൻ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അവൻ ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ. മാക്സിമം പോയാൽ മരിക്കും. എന്തായാലും ഒരാൾ ഒരു ദിവസം മരിക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലാതെ അവനെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും. അടുത്ത നമുക്ക് വീഡിയോ കാണാം. 100% ഉറപ്പാണ്. ഇജാസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനുള്ള തെളിവ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ഡയറക്റ്റ് എന്റെ വാട്സാപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലൂടെ വാട്സാപ്പിലായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിന്റെ തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ ഈ ആദിൽ എന്ന് പറഞ്ഞവൻ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ പെടുത്തിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പെടുത്തിയിരിക്കുകയാണ്. ഇവർ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്ന് പെടുത്തിയിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ സത്യമായതിന്റെ കാരണമാണ് ഇവന്റെ വീഡിയോന്റെ അടിയിൽ വന്ന കമന്റും അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്റെ വാട്സപ്പിലുണ്ട്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവൻ കൊണ്ടുവന്ന് പെടുത്തിയ ആൾക്കാരെ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത്. ഇവൻ വലിയ ഡയലോഗ്, ഇവന് മുട്ടിയാണ് സംസാരിക്കുന്നത്. ഇവന് കോൺഫിഡൻസോട് കൂടി ഇവന് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇവന് ഉത്തരവില്ല ചോദ്യത്തിന്. എന്നെ അടുത്ത് നോക്കാം. ആൾക്കാരെ കൊണ്ടൊന്ന് പെടുത്തി എന്ന് പറയുന്നില്ലേ, അതിലൊരു 4 പേരുടെ പേര് ഒന്ന് പറയണേ. 4 പേരല്ല, 10 പേരെ 15 പേര് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ അടക്കം അയച്ചുതരാം. ആൾക്കാർ കള്ളും സിഗരറ്റും ഇതൊക്കെ കൊടുത്തതിന്
വാങ്ങിച്ച് ഇവരെ കയ്യിൽ കുറച്ച് പൈസയും കൊടുത്തിട്ടാണ് ഇവരെ ഈ വീഡിയോ ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. എന്റെ മോനെ, നിന്നെ ഞാൻ നമിച്ചിരിക്കുന്നു. കള്ളും ഇതും കൊടുത്തിട്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നു. അതിന് ഞാൻ ഇജാസ് അല്ല, മനസ്സിലായില്ലേ? ഇവൻ നാട്ടിൽ എന്തിനാ പോയെന്ന് ഞാൻ പിന്നെ പറയാം. കള്ളും ഇതും കൊടുത്തിട്ട് ഇവനെ വീഡിയോ ചെയ്യിപ്പിച്ച ആളെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് ആരാണെന്ന് അറിയാം. ചില ആൾക്കാർ അവൻ പറയാൻ മടിക്കും. എനിക്കറിയാം അവന്റെ ചാരപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഇവന്റെ കൂടെ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായി. അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ ഇജാസെ, നിനക്കെതിരെ തിരിക്കാൻ വേണ്ടിയിട്ട് കള്ളും ഇതൊക്കെ സിഗരറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പൈസ കാണിച്ചു കൊടുത്തിട്ട് അവന്മാർ നിനക്കെതിരെ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല ആൾക്കൊണ്ടും നിനക്കെതിരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവന്മാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരാൾ കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ വീഡിയോ എത്തുമ്പോൾ പറയാം. ഞാൻ നാട്ടിൽ പോയത് എൻ്റെ പേഴ്സണൽ കാര്യത്തിന്. എന്തിനാ ഞാൻ നാട്ടിൽ പോയത്? പിന്നെ എനിക്ക് നാട്ടിൽ പോയി ഞാൻ ഇവിടെ തന്നെ നിൽക്കണമെന്നോ? ഞാൻ ഇന്ത്യൻ സിറ്റിസനാണ്. ഞാൻ ഇന്ത്യയെ ബഹുമാനിക്കുന്ന ഒരാളാണ്. എനിക്ക് നാട്ടിൽ പോവാം. എൻ്റെ രാജ്യം ഇന്ത്യയാണ്. ആ രാജ്യത്തേക്ക് എനിക്ക് പോകുന്നതിന് എന്താ പ്രശ്നം? ഞാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ, എനിക്ക് നാട്ടിൽ പോയിക്കൂടെ? ഞാൻ കേരളക്കാരനൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ കേരളം എസ്പെഷ്യലി എടുത്തു പറയുന്നത്, ഞാൻ ഇന്ത്യക്കാരനാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നേ ഉള്ളൂ. ഇന്ത്യ എൻ്റെ ഐ റെസ്പെക്ട് ഇന്ത്യ. കാരണം വെച്ചാൽ ഇന്ത്യയിൽ ഞാൻ ജനിച്ചവണമെന്നാണ്. കേരളത്തിന്റെ ഒരു പാർട്ട് ഒബ്ലാസ്റ്റ് ഒരു കേരളം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം രീതിയിലും ഞാൻ ഇന്ത്യക്കാരൻ തന്നെയാണ്. ഞാൻ ഇപ്പോഴും എടുത്തു പറയും, ഞാൻ റഷ്യൻ പാസ്പോർട്ട് ഉള്ള ഒരാളാണെങ്കിലും ഞാൻ ഇന്ത്യയെ ഇപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് ഞാൻ. അല്ലാതെ ഇന്ത്യന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവൻ പല തട്ടിപ്പും നടത്താനുള്ള പരിപാടി നോക്കിയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോ ലിങ്ക് കാണിച്ചുതരാം. അല്ലാതെ ഞാൻ ഇന്ത്യയെ കുറിച്ചിട്ട് ഞാൻ റഷ്യൻ പാസ്പോർട്ടാണ്, നീ ഇന്ത്യയിൽ നിന്ന് വന്നവനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ ഞാൻ അതിലെന്താ തെറ്റ്? ഞാൻ ഇന്ത്യയെ കുറ്റം പറഞ്ഞോ? ഞാൻ ഇന്ത്യയെ എന്തെങ്കിലും രീതിയിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ റഷ്യൻ പാസ്പോർട്ടുള്ള ആളാണ്. അതുപോലെ നീ ഇന്ത്യയിൽ നിന്ന് വന്നവനാണ്. അപ്പൊ നീ ഇന്ത്യയിൽ നിന്ന് വന്നവനാണെങ്കിൽ ആ റഷ്യയിലുള്ള ആ റഷ്യൻ സിറ്റിസനെ നീ ബഹുമാനിക്കണം. അത് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റില്ലത്? അതിൽ നീ അത് കണ്ടിട്ട് നീ ഇന്ത്യയിൽ നിനക്ക് പുച്ഛമാണോ, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റ് നേരത്തെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വീഡിയോ വഴിയെ കാണിച്ചുതരാം. അല്ല, മനസ്സിലായില്ലേ? ഇവൻ നാട്ടിൽ എന്തിനാ പോയെന്ന് ഞാൻ പിന്നെ പറയുള്ളൂ. ബാക്കി അവന്മാരെ വിശ്വസിക്കണ്ട. ഞാൻ പറയുന്നത്, ഞാൻ റഷ്യൻ പാസ്പോർട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് റഷ്യയിലുള്ള ഈ ആദിൽ എന്ന് പറഞ്ഞവരെ റഷ്യയിലേക്ക് കൊണ്ടുവന്ന ഞാനാണ്. ഈ സിദ്ദീഖ് എന്ന് പറഞ്ഞവരെ കൊണ്ടുവന്നവരെ ഞാനാണ്. കാരണം ഇവരെ കൂടെയുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവൻ നീ കൊണ്ടുവന്നു ആയിക്കോട്ടെ. ഞാൻ എന്റെ രീതിയിൽ, ഞാൻ എന്റെ സ്വയം ഇഷ്ടത്താൽ ഇവിടെ ഞാൻ ബിസിനസ് ചെയ്യുന്നു. അത് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ പണിക്ക് പോകുന്നുണ്ട്. ഞാൻ ജോലിക്ക് വന്നാണ് ഇവിടെ. അതുപോലെ തന്നെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇവനെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. എന്റെ വീഡിയോയിലൂടെ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ എത്ര ആൾക്കാരെ കൊണ്ടിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ വീഡിയോ. എത്ര പേർക്ക് തെളിയിച്ചിട്ടുണ്ട്? ഞാൻ ഇവൻ ജോലിക്ക് വന്നാണ്, ജോലി ചെയ്യുന്നുണ്ട്, അവൻ ചെയ്തോട്ടെ, അതിനെന്തില്ല. അവൻ ജോലിക്ക് വന്നാൽ പിന്നെ ജോലി ചെയ്യാനല്ലാതെ പിന്നെ ഇവിടെ എന്റർടൈൻമെന്റ് ചെയ്യണോ വേണ്ടത്? ജോലിക്ക് ചെയ്യാൻ വന്നവൻ ജോലി ചെയ്യണം. അത് ഇല്ല കാര്യമല്ലേ? അതൊക്കെ എന്തിനെടുത്ത് പറയണേ? ഇവൻ മണ്ടനല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം ഇവൻ പറയുന്നുണ്ട്, ഒരു കാര്യം ഒന്നും മറന്നു, ഒരു ചെറിയൊരു ഞാൻ എത്ര പേർക്ക് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് അവൻ എന്നോട് ചോദിക്കണം. എന്റെ പ്രീവിയസ് വീഡിയോ എടുത്തിട്ട് നീ ഒന്ന് കാണും. നീ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണും കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. വീഡിയോ ഫുള്ളായിട്ട് നീ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എത്ര പേർക്ക് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് നീ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്ക്. അപ്പം ഞാൻ എത്ര പേർക്ക് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് നിനക്ക് കറക്റ്റായിട്ട് ബോധ്യപ്പെടും. അത് 1-2 പേർക്കൊന്നും അല്ല. നീ നോക്ക് എത്ര പേർക്ക് ഞാൻ ഓൾറെഡി തെളിയിച്ച് ആളുകളുടെ മുമ്പിൽ പബ്ലിഷ് ചെയ്തിട്ട് തെളിയിച്ചിട്ടുള്ളതെന്ന് കാണിക്കും. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞ ശേഷം വീണ്ടും ഞാൻ അവരെ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ശമ്പളം കിട്ടുന്നുണ്ടോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമതൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. അതും നീ കാണും. അപ്പോൾ അവരെ റെസ്പോൺസ് എന്താണെന്നുള്ളത് അവർ അതിൽ പറയുന്നുണ്ട്. അതും കൂടി നീ കാണും. എന്നിട്ട് നീ എന്നോട് പറ ഞാൻ എത്ര പേർക്ക് തെളിയിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഡയലോഗാണ് ഇവൻ പറയുന്നത്. ഇവൻ മരമണ്ടനല്ല, മരപ്പൊട്ടനാണ് ഇവൻ. ഞാനിപ്പോ അടുത്ത ഒരാൾക്ക് റൂം റെഡി ആയി കൊടുത്ത അയാളെ ചേട്ടാ ഒരു വീഡിയോ എടുത്തോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഒരാള് വന്നു, അയാളുടെ ചേട്ടാ ഞാനൊരു വീഡിയോ എടുത്തോട്ടെ, റൂം റെഡി ആക്കി കൊടുത്തതിന്. റൂം റെഡി ആയി കൊടുത്ത ഒരു മനുഷ്യന് ഒരു റൂം റെഡി ആയി കൊടുത്ത ഒരു വീഡിയോ എടുത്തോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോ നിങ്ങളൊന്ന് കാണും. ഇത്രയും പേര് വന്നിട്ട് ഒരാളെങ്കിലും ഇത്രയും പേര് ഒന്നിച്ചിട്ട് നമുക്കെതിരെ പോസിറ്റീവായിട്ട് സംസാരിക്കുമോ? കാരണം ഇല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അവരില്ല കാര്യങ്ങളല്ല പറഞ്ഞത്. നിങ്ങൾ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ, അല്ലാതെ എന്നെ പുഴത്തിയിട്ടൊന്നുമല്ലല്ലോ അവർ പറഞ്ഞത്.
അവർ പറഞ്ഞത് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഇത്ര കുറച്ച് ദിവസം നമുക്ക് ലാഗിങ് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഒരു 4 ദിവസം ഞാൻ അത് ആ കാര്യങ്ങൾ അവർ പറഞ്ഞു, റൂമിന്റെ കാര്യങ്ങൾ അവർ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അവർ ഞാൻ എന്തെങ്കിലും രീതിയിൽ അവരെ പറ്റിച്ചോ ഇല്ലയോ എന്നുള്ളത് അവർ കറക്റ്റായിട്ട് എൻ്റെ മറ്റേ പ്രീവിയസ് വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവരൊന്ന് കാണാട്ടോ. പിന്നെ അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഒരു റൂം ആക്കി കൊടുത്ത് ഞാൻ വീഡിയോ ചെയ്തോട്ടെ, റൂം ആയിക്കൊടുത്ത് കഴിഞ്ഞാൽ റൂം വീഡിയോ ചെയ്തോട്ടെ. എന്തൊക്കെയാണ് ഇവൻ പറയുന്നത്? ഞാൻ ഇവന്മാർക്കുള്ള എല്ലാ പക്ക കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം അവന്മാർ ജോലിയിൽ പ്രവേശിച്ച് ശമ്പളമൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുപ്പിക്കുന്നത്. അല്ലാതെ ഒന്നുമല്ല ഞാൻ വീഡിയോ എടുപ്പിക്കുന്നത്. ഇവിടെ വന്ന ചില എയർപോർട്ടിൽ നിന്നൊക്കെ ചില ആൾക്കാരെ വീഡിയോ എന്നെ അടുത്ത ഞാൻ എടുക്കും. അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്, അതിൽ നീ ഇടപെടണ്ട. എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആൾക്കാരൊക്കെ വീഡിയോ, കാരണം നിന്നെ പോലത്തെ പല പക്ക ഫ്രോഡുകൾ ഉണ്ടാവും ഇതിനെതിരെ, പല രീതിയിലും എനിക്കെതിരെ തിരിയാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുള്ള എവിഡൻസ് എനിക്ക് വേണം. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഒരു 10 പേരുണ്ടെങ്കിൽ ഈ 10 പേരും ഒരേപോലെ ആവണമെന്നില്ല. എല്ലാവർക്കും ഡിഫറൻറ്റ് മൈൻഡ് ആയിരിക്കും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഇതിൽ 12 പേര് ഞാൻ പല വീഡിയോസിലും പല ആൾക്കാരെയും കാണിച്ചിനി. ആ ആൾക്കാർ എല്ലാവരും പോസിറ്റീവായിട്ടല്ല സംസാരിച്ചത്. അതിൽ ഏതെങ്കിലും ആൾക്കാർ നെഗറ്റീവായിട്ട് എനിക്കെതിരെ സംസാരിച്ചോ? കാരണം അവരെ ഞാൻ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആണുങ്ങളാണ്, പെണ്ണുങ്ങൾ പോലുമല്ല. ഈ പ്രതികരിക്കാൻ ശേഷിയുള്ള അത്രയും പല നാട്ടിലുള്ള പല പാർട്ടിയിലും ഉള്ള ആൾക്കാരാണ്. കോൺഗ്രസിലും മാർക്സിലും BJPയിലൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ പ്രതികരിക്കാത്ത ആൾക്കാരൊന്നുമല്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവന്മാരൊക്കെ. അത് നിങ്ങൾക്കറിയാം. അവന്മാരൊക്കെ എന്തെങ്കിലും ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ അവന്മാരൊക്കെ 100% പ്രതികരിക്കും. പ്രതികരിക്കേണ്ട അത്രയും ഗഡ്സുള്ള പിള്ളേരാണ് അവരൊക്കെ പ്രതികരിക്കും. കാരണം അവർക്ക് പ്രതികരിക്കാനുള്ള കഴിയില്ല. കാരണം ഞാൻ അത്രയും അവരെ കാര്യങ്ങൾ അത്രയും സേഫായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവർ എന്നോട് അത്രയും ആ ഒരു രീതിയിൽ എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ പോലും അവർ സമ്മതിച്ചത്. മനസ്സിലായോ? അല്ലാതെ നീ വലിയ ഡയലോഗൊന്നും വിടണ്ട. അടുത്ത വീഡിയോ നമുക്ക് നോക്കാം. അയാളുടെ അടുത്ത് ചേട്ടാ ഞാനൊരു വീഡിയോ എടുത്തോട്ടെ, ഒരു റൂം റെഡിയാക്കി കൊടുത്തതിന്. എന്നിട്ട് അയാളെ പറ്റി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു. ബാക്കി ഞാൻ തെളിയിച്ച് കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ നേരിട്ട് പല 2-3 വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത്രയും പേര് ആൾക്കാർ നമ്മൾ ജോലി ചെയ്തു കൊടുത്തതും അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പ്രോപ്പറായിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവന്റെ കേരളത്തിൽ വന്ന് ഷോക്സ് ഫാക്ടറിയിലൊക്കെ പെട്ടുപോയ ഒരുപാട് സോസ് ഫാക്ടറി, അതിന്റെ കഥ ഞാൻ പറയാം. അത് എന്റെ കെയർ ഓഫിൽ വന്നവരല്ല. ഞാൻ എടുത്തു പറയാം, സോക്സ് ഫാക്ടറി എന്റെ കെയർ ഓഫിൽ വന്ന ക്ലയൻസ് അല്ല. ഓക്കെ, എനിക്ക് ഇവിടെ റഷ്യനിലെ ഒരു ഏജന്റ് വഴി, സബ് ഏജന്റ് വഴി എനിക്ക് അവിടെ ഒരു വേക്കൻസി വന്നു. വേക്കൻസി വന്നപ്പോ ഇവരെ കൊണ്ടുവന്ന ഏജന്റ് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ക്ലയൻസ് ഉണ്ട്, അതിലെ ജോലി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ സമയത്ത് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, എടാ ഇങ്ങനെയാണ് ജോലി, എനിക്ക് ഈ കമ്പനീനെ പറ്റിയൊന്നും അറിയില്ല, നിങ്ങൾ എന്തായാലും ഒന്ന് പോയി നോക്ക്. ഓക്കെ, ആ ഏജന്റിന് ഫീസ് ഒരാൾക്ക് 10,000 രൂപ മേടിച്ചിട്ട് ആ ഏജന്റിന് എന്നെ ഫീസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവരവിടെ ജോലിക്ക് കയറ്റി. ബാക്കിയാ പറയട്ടെ. ഷോക്സ് ഫാക്ടറിന്റെ കാര്യം ഇവൻ കൊണ്ടുവന്നാണോ ഇവൻ കൊണ്ടുവരാത്ത ആളൊന്നും ഇവന്റെ തട്ടിപ്പിലൊന്നും എനിക്കറിയത്തില്ല. അതെനിക്കറിയില്ല. ഇവൻ കൊണ്ടുവന്നാണോ ഇവൻ വഴി വന്നാണോ വേറെ ആൾ വഴി. ഇവൻ ചാരിറ്റി ഒന്നല്ല ചെയ്യുന്നത്. ഇവൻ ഈ ഷോക്സ് ഫാക്ടറിയിൽ വിളിച്ചിട്ട് ഇവൻ പറയുന്നുണ്ട് അവിടെ അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല, നല്ല സാലറി കിട്ടുന്ന സ്ഥലമാണ്, എല്ലാം കൊണ്ട് അടിപൊളിയാണ്, വലിയ പണിയൊന്നുമില്ല എന്നൊക്കെ ഇവൻ പറയുന്നത് വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഇപ്പം ഇവൻ പറയാണ് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ ആ ഷോക്സ് ഫാക്ടറിയെ കുറിച്ച് ഒരു ഐഡിയ എനിക്കില്ല. എന്ത് തട്ടിപ്പാണ് ഇവൻ പറയുന്നത്? എവിടെയാണ് ഇവൻ പറയുന്നതിന് ന്യായമില്ലത്? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. പെൺകുട്ടികൾ പോലും ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു, ബാക്കി 3 ആണുങ്ങളായിരുന്നു. ഓക്കെ, അതില് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു. ഓക്കെ, റൂമും ഉണ്ടായിരുന്നു, അവിടെ അവർക്ക് ഭക്ഷണം വെക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു, പ്രോപ്പർ സാലറിയുടെ കാര്യം അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിൽ 2 പേര് വെച്ചായിരുന്നു. അവരുടെ അന്നത്തെ ഡിമാൻഡ് അവര് കപ്പിൾസ് ആണ്, അവർക്ക് ഒരുമിച്ച് ചേട്ടാ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റും. അവർ ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു. അത് ഞാൻ പിന്നെ പേഴ്സണൽ അവിടെ എടാ അതിൽ ഞാൻ എന്നോട് ചോദിക്കട്ടെ, നീ ഈ കൊണ്ടുവന്ന ഷോക്സ് ഫാക്ടറിയിൽ നീ ആക്കി കൊടുത്ത് നല്ലൊരു കമ്പനി ആണെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യില്ലേ? അവർക്ക് പ്രോപ്പർ സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യില്ലേ? നീ എന്ത് മണ്ടത്തരാണ് ഈ വിളിച്ച് വിളമ്പുന്നത്? നീ പറയുന്നതിൽ എവിടെയാണ് റീസൺ ഉള്ളത്? നീ തന്നെ പറ. കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ബാക്കി 12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്പനിയിൽ നിന്ന് പണിയെടുക്കുന്ന ജോലി ഇവിടെ ഇല്ല. ഇവിടെ ഏത് കമ്പനി ഓക്കെ സമ്മതിച്ചു, 12 മണിക്കൂർ നിന്ന് പണിയെടുക്കുന്ന പണിയില്ല. എടാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഒരു അറ്റത്ത് നിന്ന് ഇത്ര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ തന്നെ കാലിന് നീര് വെക്കും.
ഈ 12 മണിക്കൂറൊന്നും ഇങ്ങനെ നിന്ന് പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കാലിൽ നീര് വെച്ച ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. ഈ ഓസോണിലൊക്കെ പണിയെടുത്തിട്ട് പണിയെടുത്തിട്ട് നീര് വെച്ച ആൾക്കാരുണ്ട്. അവന്മാരൊക്കെ നീ അതൊന്നും വലിയ ഡയലോഗൊന്നും വിടണ്ട. നീര് വെച്ച ആൾക്കാർ അവിടുന്ന് ഓടിപ്പോയ ആൾക്കാരുണ്ട്. അതിൽ ഗഡ്സ് ഉള്ള പിള്ളേരാണെങ്കിൽ ഈ ഓസോണിൽ വർക്ക് ചെയ്തിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യാം. നിങ്ങളെ കാലിൽ നീര് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ആണാണെങ്കിൽ നീ ആണത്തം കാണിക്കുക. നിങ്ങൾ കേരളത്തിലുള്ള നമ്മളെ മല്ലു ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ, കേരളത്തിന്റെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇത് നാണം കാണിക്കരുത്. നിങ്ങൾ ഇവനെ പേടിക്കൊന്നും വേണ്ട. ഇവർ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല, അത് ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ ഗഡ്സ് ഉള്ള പിള്ളേരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിന്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഓസോണിൽ വർക്ക് ചെയ്യുന്ന ഓസോണിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് കറക്റ്റ് നിങ്ങൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ ഇല്ലതുപോലെ പറയാം. ഒരു ചുക്കും ഇവനെ കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇവൻ നിങ്ങളെ പോലെ തന്നെ വർക്ക് വിസയിൽ വന്ന ഒരുത്തൻ മാത്രമാണ്, ഒന്നുമല്ല. ഇവിടെ ഒരു കൃമി മാത്രമാണ് ഇവൻ. മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത വീഡിയോ കാണാം. പണിയെടുക്കുന്ന ജോലി ഇവിടെ ഇല്ല. ഇവിടെ ഏത് കമ്പനിയിലാണെങ്കിലും പീരിക്കൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്റ്റ് ഉണ്ടാവും. ഒരു കമ്പനിയിലും 12 മണിക്കൂർ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കാനുള്ള ജോലി റഷ്യയിലില്ല. ഓക്കെ എടാ മണ്ട, 12 മണിക്കൂർ ഒരാൾ ഇന്ന് പണിയെടുത്ത് ഓൻ ക്ഷീണായി വീഴും. 12 മണിക്കൂർ അതല്ല പറയുന്നത്. പിരിക്കൂത്ത് നീ പിരിക്കൂത്ത് എന്നെല്ലാം പറയുന്നത്. റെസ്റ്റ് ഇല്ലാതെ പിന്നെ പണിയെടുക്കാൻ മനുഷ്യന് കഴിയും. റോബോട്ടാണോ? അല്ല, റെസ്റ്റ് ഉണ്ടാവും, പക്ഷെ അത്രയും കഠിനമായ പണി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ അത് മനസ്സിലാക്ക്. നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ല. നീ ഒരു മണ്ടനാണ്. നിനക്കത് തിരിച്ചറിയാനുള്ള കഴിവ് പോലും നിനക്കില്ല. അടുത്ത നമുക്ക് കേൾക്കാം. എല്ലാ കമ്പനിയിലും ചെറിയ റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അത് അങ്ങനെ 12 മണിക്കൂറാണെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ചെറിയ റെസ്റ്റും അല്ലെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാനും കിട്ടും. അല്ലാതെ ഒരാളെ 12 മണിക്കൂർ റെഗുലറായിട്ട് ഇങ്ങനെ പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ ഓരോ ക്ഷീണമായിട്ട് പോകത്തില്ല. മനുഷ്യനല്ലേ, നമ്മളെ റോബോട്ടൊന്നും അല്ലല്ലോ. അപ്പൊ അടുത്ത് കേൾക്കാം. എന്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ജോലി ഹാർഡ് വർക്ക് ആയിരിക്കും. അവൻ അവിടെ വന്നു, അവൻ ഒരു ദിവസമല്ല 2 ദിവസം മറ്റേ ജോലി ചെയ്തു. എന്നിട്ട് അവൻ ആ ജോലി പറ്റണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയതിന് എന്റെ ഉത്തരവാദിത്വമാണോ? ജോലി കൊടുത്തു, അവിടെ നിക്ക ജോലി ഹാർഡ് വർക്ക് ആയിരിക്കും. ജോലി ഹാർഡ് വർക്കാന്നുള്ളത് എന്റെ വീഡിയോയിലും എല്ലാത്തിലും പറയാം. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നാട്ടിൽ ജോലി എടുത്താലും റഷ്യയിൽ ജോലി എടുത്താലും. പക്ഷെ 3 ദിവസം നരകിപ്പിച്ചിട്ട് പണിയെടുപ്പിച്ചിട്ട് ട്രെയിനിങ് പീരീഡാന്ന് പറഞ്ഞാൽ പിന്നെ ഓടിപ്പോവാതെ പിന്നെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടത്. ഇവൻ എന്ത് മണ്ടനാണ്? അവന്റെ ഉത്തരവാദിത്തം. അവൻ പോയി കഴിഞ്ഞാൽ എനിക്കത് കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. ബാക്കി ചെയ്യണം. 12 മണിക്കൂർ പണിയെടുപ്പിച്ചിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു കമ്പനിയില് എനിക്കത് ഏൽക്കേണ്ട ആവശ്യമില്ല. നിനക്ക് എന്താ ഏൽക്കേണ്ട ആവശ്യം? നീ പൈസ വാങ്ങിച്ചിട്ടല്ല അവനെ പണിക്കേറ്റത്. നീ ഏൽക്കണ്ടേ? 3 ദിവസത്തെ ശമ്പളം കൊടുക്കാൻ പറ. അത് ട്രെയിനിങ് പീരീഡ് ആണോ? പട്ടിനെ പോലെ പണിയെടുപ്പിച്ചിട്ട് ഇത്രയും 12 മണിക്കൂർ പണിയെടുപ്പിച്ചിട്ട് ആ ശമ്പളം കൊടുക്കാതെ നിനക്ക് ഉത്തരവാദിത്വം ഇല്ലാന്നോ നീ പറഞ്ഞ് ഒഴിയാൻ നിൽക്കാണോ? നീ എന്താടാ നീ പറയുന്നത്? നീ പറയുന്നതിൽ എനിക്ക് എവിടെ ന്യായമുള്ളത്? നീ പറയുന്നതിൽ ഒരു ന്യായമില്ല. നീ പക്ക ഫ്രോഡാണ്. 3 ദിവസം ഒരു പാവപ്പെട്ട ഒരു ചെക്കനെ 3 ദിവസം വരെ പണിയെടുപ്പിച്ചിട്ട് അതിനെനിക്ക് ഉത്തരവാദിത്വം. ഇപ്പൊ നീ അതിൽ കമ്മീഷൻ വാങ്ങുമ്പോൾ നീ ഇതൊന്നും പറഞ്ഞിട്ടല്ലോ. ഞാൻ പൈസ തിരിച്ചു, നീ ആ പൈസ ഇതുവരെ തിരിച്ചു തന്ന നിനക്ക് തന്ന പൈസ നിന്നെ വിശ്വസിച്ച് തന്നല്ലടാ ആദിലെ. നീ എത്ര കള്ളനാടാ നീ ആ പൈസ ഇതുവരെ എനിക്ക് തിരിച്ചു തന്നോ? നിന്നെ ഒഴിവാക്കി ആ പൈസ അത് വാങ്ങാനും എനിക്കറിയാം. പക്ഷെ ഞാൻ ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ പൈസയല്ല നീ നാട്ടിലേക്ക് എത്തും. അത് വേറെ കാര്യം. നിന്റെ ബാക്കിലുള്ള നിന്റെ ദൈവവും ഒന്നും നിന്നെ സഹായിക്കാൻ വരില്ല, അത് ഓർത്തോ. പക്ഷെ നീ എന്റെ കെയർ ഓഫിൽ വന്നതല്ല. ഒരു വിഷയത്തിന് പോകണ്ടെന്നുള്ള രീതിയിലാണ് നീ ഇപ്പോഴും ഇവിടെ പിടിച്ചിരിക്കുന്നത്. അത് നീ ഓർത്തോ. നീ ഓവർ സ്മാർട്ടാകാൻ നോക്കണ്ട. സ്മാർട്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ലീഗലായിട്ട് മൂവ് ചെയ്യാനും പറ്റും. നീ നിൽക്കുന്ന ഒരുത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫ്രോഡാണ്. അവന്റെ കൂടെയാണ് ഇപ്പൊ നീ നിൽക്കുന്നത്. ഞാൻ ഇല്ലത് പറയാം. നീയും ഈ ഉടായ്പ നീ ഓവർ ഇവിടുന്ന് കളിക്കണ്ട, അത് വേറെ കാര്യം. നിങ്ങൾ ഒരു 6 മാസത്തേക്കാണ് ക്ലയൻസിനെ നിങ്ങൾ എംപ്ലോയീസിനെ എടുക്കുന്നത്. ഒരാള് പുതിയൊരു ക്ലയന്റ് ഒരു ദിവസം വന്ന് ജോലി ചെയ്തിട്ട് അവൻ നിർത്തിപ്പോയി, അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ജോലി എനിക്ക് പറ്റണമെന്ന് നിർത്തിപ്പോയാൽ നിങ്ങൾ പൈസ കൊടുക്കൂ? ഞാൻ കൊടുക്കില്ല. എന്റെ കമ്പനിയാണെങ്കിൽ 12 മണിക്കൂർ ഞാൻ കൊടുക്കില്ല. എന്റെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ 3 ദിവസം പണിയെടുത്തിട്ട് എങ്ങനെ അവന് പൈസ കൊടുക്കും? കണ്ടിന്യൂസ് ആയിട്ട് അവന് അവിടെ എടാ മണ്ടൻ ആദിലെ. എടാ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിൽ പോലും ഉണ്ട്. മിലിറ്ററിയിൽ നമ്മൾ ഈ ട്രെയിനിങ് പീരീഡിന് അതിൽ സ്റ്റേറ്റ്മെന്റ് സാലറി ഉണ്ട്. അത് നിനക്കറിയോ? അവർക്ക് ട്രെയിനിങ് പീരീഡിന് പോലും സ്റ്റേറ്റ്മെന്റ് സാലറി ഉണ്ട്.
നീ ആ സ്റ്റേറ്റ്മെന്റ് സാലറി ഒന്നും വേണ്ട. നീ ഒരു 3000 ഒരു 1000 രൂപ വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് അവന് കൊടുത്തൂടെ? ഒരു 1000 രൂപ വെച്ച് സ്റ്റേറ്റ്മെന്റ് സാലറി എന്നുള്ള അത് അവർക്ക് ട്രെയിനിങ് പീരീഡ് ആണ്. നീ മിലിറ്ററി ഓഫീസർ, എന്റെ ഫ്രണ്ട്സുകൾക്ക് മിലിറ്ററിയിലൊക്കെ ഉണ്ട്. റഷ്യൻ ആർമിയിലൊക്കെ ഞാൻ റഷ്യൻ പാസ്പോർട്ട് ഉള്ള ഒരാളാണ്. റഷ്യൻ ആർമിയിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. നീ എന്നെ അത് പഠിപ്പിക്കണ്ട. സ്റ്റേറ്റ്മെന്റ് സാലറി ഉണ്ട്. അതായത് അതിൽ നീ സ്റ്റേറ്റ്മെന്റ് സാലറി ഒന്നും വെക്കണ്ട. നീ ഒരു 1000 വെച്ചാൽ കൊടുത്തുവിടാ. 3 ദിവസം 12 മണിക്കൂർ പണിയെടുത്തില്ലടാ അവൻ നിന്റെ വാക്കും വിശ്വസിച്ച്. എന്നിട്ട് ഒരു 1000 രൂപ വെച്ചിട്ട് ഒരു ദിവസം നിനക്ക് കൊടുത്തൂടെ? നീ എന്ത് കള്ളനാടാ? എന്നിട്ട് നീ എന്ത് അയാളെ മുമ്പിൽ ന്യായീകരിക്കുന്നു? നമുക്ക് അടുത്ത വീഡിയോ കാണാം. എങ്ങനെ അവന് പൈസ കൊടുക്കും? കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ജെന്യു. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നേരത്തെ ചെറിയൊരു പ്രശ്നം കൊണ്ട് അത് കട്ട് ചെയ്യേണ്ടി വന്ന വീഡിയോ. ഓക്കെ, അപ്പോ ഇതിൽ ഇവൻ പറയുന്നത് അത് നമുക്ക് ബാക്കി കേൾക്കാം. അതുപോലെ തന്നെ എന്റെ അറിവിലുള്ള ഒരാള് സോസ് ഫാക്ടറിയിലേക്ക് പോയിട്ട് അവിടെ നിന്നുകൊണ്ട് ഒറ്റ ദിവസം പോലും അവന് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത്. ആ ദിവസം നരക ജീവിതമായിരുന്നു. 3 ദിവസം അവനെ 12 മണിക്കൂർ പണിയെടുപ്പിച്ചിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോ എന്താണ് അവസ്ഥ? 12 മണിക്കൂർ കൊടുക്കുക, അത് കൈ കൊടുക്കുക, അങ്ങനെ ഒരുപാട് വാഗ്ദാനത്തിന്റെ കാര്യവും പറയുന്നുണ്ടല്ലോ. ഞാൻ വേറൊരു കാര്യം പറയാം. അവിടെ ജോലിക്ക് വിട്ട ഒരു ക്ലയന്റിന്റെ ഒരു ഓഡിയോ ആണിത്. ഇത് നിങ്ങളൊന്ന് കേൾക്കണേ. എല്ലാ സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഇപ്പൊ സാലറിയുടെ കേസ് എങ്ങനെയാ? അത് എത്ര ദിവസത്തെ ട്രെയിനിങ്ങാ പറഞ്ഞേക്കണേ നമ്മളോട്? അതാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ വർക്ക് ചെയ്തിട്ട് ഞങ്ങളാണ് ഇപ്പൊ ഇതെല്ലാരും പാക്കിങ്ങിന്റെ സംഭവം ഒക്കെ ചെയ്യണത്. ഓൾറെഡി വർക്കായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ. അപ്പൊ എത്ര ഇനി ട്രെയിനിങ് തന്നെയാണോ അല്ലെങ്കിൽ സാലറി എത്താമത്തെ ദിവസം തുടങ്ങാന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഇത് സോക്സ് ഫാക്ടറിയിൽ ജോലി ചെയ്ത ഒരാളെ വോയിസ് ക്ലിപ്പാണെന്ന്. ആ സോക്സ് ഫാക്ടറിയിലെ ജോലി ചെയ്ത 4-5 മാസം അയാൾ പാവം പട്ടിപ്പണി, ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അയാൾ പട്ടിപ്പണി പോലെ പണിയെടുത്തിട്ട് അയാൾക്ക് ഒരു പ്രോപ്പർ സാലറി കിട്ടിയിട്ടില്ല. അത് അന്ന് അയാൾ ഇവന് അയച്ചു കൊടുത്ത വോയിസ് ക്ലിപ്പാണ്. അതിൽ അയാൾ വന്ന ആ സമയത്ത് ഇയാൾക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. ആ സമയത്ത് അയച്ച വോയിസ് ക്ലിപ്പ് എടുത്തിട്ടാണ് അവൻ ഇതിലിട്ടിട്ട് ആളാവാൻ നോക്കുന്നത്. അല്ലാതെ അവൻ സാലറി കിട്ടി, അയാൾക്ക് സാലറി കിട്ടി, പ്രോപ്പർ സാലറി കിട്ടി എന്ന് പറഞ്ഞുള്ള വോയിസ് ക്ലിപ്പ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അയാൾ വന്നിട്ട് ഷോക്സ് ഫാക്ടറിയിൽ കയറിയിട്ട് നരക ജീവിതം അയാൾക്ക് വാങ്ങണല്ലേ, അവരെ പൈസ കടങ്ങളൊക്കെ തീർക്കണ്ടേ. അപ്പൊ ആ ഒരു രീതിയിൽ അയാൾ ഇട്ട വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇട്ടിട്ടാണ് അവൻ അത് ഫസ്റ്റ് വന്നിട്ട് ആ സമയത്ത് ഇട്ട വീഡിയോ ആണത്. അതാണ് അത് വെച്ചിട്ടാണ് ഇവന്റെ കയ്യിൽ ഇടാനുള്ള ഈ വീഡിയോ ഉള്ളൂ. അത് അയാൾ അന്ന് ഇട്ട വീഡിയോ ആണ്. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ക്ലയന്റിന്റെ ഓഡിയോ ആണ്. ഇപ്പൊ ഞാൻ ഇതിൽ കേൾപ്പിച്ചെന്ന ഓഡിയോ എന്ന് പറയുന്നത് അത് ഒരു മലയാളിയാണ്, അവിടെ ജോലി ചെയ്ത വ്യക്തിയുടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു ആ സബ് ഏജന്റിന് പൈസ കൊടുത്തിട്ടാണ് ഇവരവിടെ കയറ്റിയത്. ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഇവരാ കണ്ടിന്യൂസ്, അതായത് ആ കമ്പനിക്ക് 6 മാസം വരെ ജോലി ചെയ്യുന്ന. പിന്നെ ഇവന്റെ ഇടയിൽ ഒരു സബ് ഏജന്റോ ഏജന്റോ ഒന്നും ഇല്ല. ഇവന് ഡയറക്റ്റ് ആണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അതൊക്കെ തട്ടിപ്പാണ് ഇവൻ പറയുന്നത്. ഇവൻ പക്ക ഫ്രോഡാണ്. ഈ പൈസ കിട്ടുന്നത് മൊത്തം ഇവന്റെ ഇവന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പൈസ മൊത്തം പോകുന്നത്. അല്ലാതെ ഇവന്റെ ഇടയിൽ സബ് ഏജന്റ് ഒന്നും ഇല്ല. അതൊക്കെ തട്ടിപ്പാണ്. അവിടെ ഓൾറെഡി കമ്പനിയിൽ വിട്ടപ്പോ ആ കമ്പനിയിലെ ഡയറക്ടർ രജിസ്ട്രേഷൻ ഇവർക്ക് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് സംസാരിച്ച് നമ്മൾ ഇവരെ വിട്ടത്. പക്ഷെ അവർ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അവർ നമ്മളോട് കുറച്ച് ഡ്യൂറേഷൻ ചോദിച്ചായിരുന്നു. പിന്നെ അത് മാത്രമല്ലാണ്ട് ഇവിടെ പോയിട്ട് അത് 2-3 പേർക്ക് ആദ്യത്തെ 2 ദിവസം ജോലി ചെയ്തപ്പോൾ അവർക്ക് കുഴപ്പമില്ല, അവർ ഹാപ്പിയാണെന്നാണ് പറഞ്ഞത്. അവരെന്തുകൊണ്ട് 2 ദിവസം ജോലി ചെയ്തപ്പോൾ അയ്യോ ഇവിടെ ബുദ്ധിമുട്ടാണ്, ഞാൻ കൂടെ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവർക്ക് ആ സമയത്ത് തന്നെ മാറായിരുന്നു. അവര് തുടർന്ന് അവിടെ നിന്നു. ഓക്കെ, ഇതാണ് റിയാലിറ്റി. തുടർന്ന് അവിടെ നിന്നതിന് ശേഷം ഒരാൾക്ക് അലർജി വന്നപ്പോൾ അയാൾ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ഇവിടെ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറണം. ഏകദേശം 16 ദിവസം 2 ദിവസം ഹാപ്പി ആയിട്ട് ജോലി ചെയ്തു. അതാണ് ട്രെയിനിങ് പൈസ ഇല്ലാതെ ഹാപ്പി ആയിട്ട്. നിങ്ങൾ ആരെങ്കിലും ട്രെയിനിങ് ആയിട്ട് ഹാപ്പി ആയിട്ട് പൈസ ഇല്ലാതെ ജോലി ചെയ്യും? മന്ദബുദ്ധിയാണോ ഇവൻ? എന്നിട്ട് 3-ാമത്തെ ദിവസം മറ്റാൾക്ക് അലർജി വന്നു. ആ സമയം ആ ടൈമിന് തന്നെ അലർജി വന്നു. അലർജി വരേണ്ട കറക്റ്റ് ടൈമിന് അലർജി വന്നു. ആ അലർജി വരാനുള്ള കാരണം എന്താ അറിയോ? അവന് പൈസ കിട്ടുന്നില്ല എന്നുള്ളത് അവന് മനസ്സിലായി. ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായി. അതാണ് അവിടെ അലർജി അവിടെ ക്രിയേറ്റ് ആയത്. മനസ്സിലായില്ലേ? അല്ലാതെ സ്വാഭാവിക അലർജി അല്ല. വർക്ക് ചെയ്തു. ആ സമയത്ത് മാറണമെന്ന് പറഞ്ഞപ്പോ നമ്മള് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടപ്പോ കമ്പനി പറഞ്ഞത്, ഇങ്ങനെ ഇവിടെ വന്നിട്ട് മാറാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് തുടർന്ന് ഇങ്ങനത്തെ ആൾക്കാരെ ജോലിയിൽ എടുക്കാൻ താല്പര്യമില്ല. അങ്ങനെയാണ് അവര് പറഞ്ഞത്.
അപ്പോ ഇവർക്ക് ശമ്പളം ആ ടൈമിൽ 50,000 to 60,000 ആ റേഞ്ചാണ് ശമ്പളം പറഞ്ഞത്. ആ ടൈമിൽ കമ്പനി നമ്മളോട് പറഞ്ഞത് ആ പറഞ്ഞ ശമ്പളം ഇപ്പൊ കൊടുക്കാൻ പറ്റത്തില്ല, ഇവര് ചെയ്തതനുസരിച്ചുള്ള ശമ്പളം എത്രയാണോ ഇവര് പണിയെടുക്കുന്ന. അത് ഇവൻ പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട്. കാരണം നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചാണ് ശമ്പളം റഷ്യയിൽ കിട്ടുക. അതായത് നമ്മൾ ഇപ്പം കുറച്ച് ലേറ്റായി പോയി കഴിഞ്ഞാൽ അതൊക്കെ ശമ്പളം ഡിഡക്റ്റ് ആവും, കുറച്ച് ശമ്പളം കട്ടാക്കിയിട്ടൊക്കെയാണ് നമുക്ക് തരിക. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുക. എല്ലാം ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ അല്ല. പഞ്ചായിട്ട് നമ്മൾ ഒരു ജോലിക്ക് കയറുമ്പോൾ നമ്മൾ സൈൻ ഇട്ടിട്ടാണ് കയറുക. നമ്മളെ ടൈമും എല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്യും, അതിനനുസരിച്ചിട്ടാണ് ശമ്പളം കിട്ടുക. അതൊക്കെ അവൻ അത് പറഞ്ഞത് കറക്റ്റാണ്. അതൊക്കെ ശമ്പളം കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് ആർക്കും കറക്റ്റ് ആയിട്ട് ശമ്പളം കൊടുക്കാണ്ട് ഇവർ ഇറങ്ങിപ്പോണതുകൊണ്ട് തന്നെ ആ കമ്പനി നമ്മളോട് പ്രത്യേകം പറഞ്ഞു ഇവരൊരു 6 മാസം ഇവിടെ തുടർന്ന് നിൽക്കുമെന്ന് ഉറപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ശമ്പളം കൊടുക്കാം. പക്ഷെ അവർക്കായിരിക്കും ഈ ഇത്രയും പട്ടിപ്പണിയുള്ള സ്ഥലത്ത് ആരെങ്കിലും പിടിച്ചു വെക്കുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഒരു 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 തീ കനൽ നിങ്ങളെ അവിടെ വെച്ച് നിങ്ങൾ അതിന്റെ മുകളിൽ കാല് ചവിട്ടിയിട്ട് ഒരു 10 മിനിറ്റ് നിൽക്കാം, മറ്റും 10 മിനിറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുമോ? ഒരു എക്സാമ്പിൾ പറയാണ്. അത്രയും പട്ടിപ്പണി എടുക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും നിൽക്കുമോ? മനുഷ്യനായിട്ടുള്ള ഞാനൊന്നും നിൽക്കൂല കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇതുവരെ ഇന്ത്യക്കാരുടെ അടുത്ത് പണിയെടുത്തിട്ടില്ല. ഞാൻ റഷ്യക്കാരുടെ കൂടെ തന്നെയാണ് ഇതുവരെ പണിയെടുത്തിട്ടുള്ളത്. അത് വേറെ കാര്യം. പിന്നെ ഈ റഷ്യക്കാരെ ഇവര് 3 ദിവസം ട്രെയിനിങ്, ഇവിടെ ഒന്ന് ട്രെയിനിങ് എന്ന് പറഞ്ഞ സമയം ചിലപ്പോൾ 15 ദിവസം 20 ദിവസമൊക്കെ ചില സാലറി പിടിച്ചു വെക്കും. എന്നിട്ട് അടുത്ത മാസം മുതൽ, കാരണം അവർ ചിലപ്പോൾ പോകണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അത് ഇല്ല തന്നെയാണ്. അത് ചില കമ്പനികളൊക്കെ അങ്ങനെ പിടിച്ചു വെക്കാറുണ്ട്. അപ്പോൾ കാരണം വെച്ചാൽ അത് അവർ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ വെക്കുകയാണ്. കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിച്ച്, കാരണം ഈ കമ്പനീൻ്റെ സ്റ്റാഫല്ല അവർ, വേറെ ഒരു കമ്പനീൻ്റെ വന്നിട്ട് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അപ്പോൾ ആ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് നികത്താൻ വേണ്ടിയിട്ടാണ് അവർ ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ചെറിയൊരു കുറച്ച് എമൗണ്ട് കുറച്ച് അവസ്ഥയ്ക്കുള്ള പിടിച്ചു വെക്കും. അതിൽ എന്നിട്ട് നിങ്ങൾക്ക് ആ പണി വേണ്ടാന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ശമ്പളം തിരിച്ചു കൊടുക്കും. ആ കമ്പനി അപ്പം തന്നെ ആ ശമ്പളം ഫുള്ളായിട്ട് തിരിച്ചു കൊടുക്കും. അല്ലാതെ പിടിച്ചു വെച്ചിട്ട് ആ ശമ്പളം കൊടുക്കാതെ നിൽക്കൊന്നുമില്ല. ഇവ പറയുന്ന പോലെ അവ കൊടുക്കാതെ നിൽക്കുന്ന ഒരു സംഭവമൊന്നുമില്ല. അല്ല, അത് തിരിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ റഷ്യയിലുള്ള ഓൾമോസ്റ്റ് കമ്പനി. പക്ഷെ ഇവൻ കൊണ്ടുപോയി ഇട്ടത് എങ്ങനെയുള്ള കമ്പനി, എങ്ങനെയുള്ള കമ്പനി എന്നുള്ളതും അതുപോലെ തന്നെ ഇവൻ ഒന്നും എനിക്കറിയില്ല. ശമ്പളം പിടിച്ചു വെച്ച് ഇപ്പോൾ പണിയെടുപ്പിച്ചിട്ട് ശമ്പളം കൊടുക്കാത്ത കമ്പനിയൊന്നും എൻ്റെ അറിവിൽ ഉണ്ട്, പക്ഷെ പൊതുവെ കുറവാണ് റഷ്യയിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആണ്. ശമ്പളം കൊടുക്കാം, പക്ഷെ അവർക്കായിരിക്കും നിൽക്കാൻ താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിയ കൊണ്ട് തന്നെ ഏകദേശം അവർ ചെയ്തത് വെച്ചിട്ട് അവർ അത്രയും ദിവസം എങ്ങനെയാണോ ജോലി ചെയ്തത്, ജോലി എങ്ങനെ ചെയ്തു, അതിൽ എത്ര പെർസെന്റേജ് ചെയ്തു, അതനുസരിച്ചുള്ള പൈസ അവർക്ക് കൊടുത്തു. അതിനുശേഷമാണ് അവരവിടെ നിന്ന് പോയത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ആ ക്ലയൻസ് എന്നെ വിളിച്ചു 4000 രൂപന്റെ പണിയെടുത്തിട്ട് 500 രൂപ കിട്ടിയാൽ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? അതൊന്ന് ആലോചിക്കും. അതിനുള്ള ആൻസറാണ് ഇപ്പൊ പറഞ്ഞതിനുള്ള ഒരു ആൻസറാണ് ഇപ്പൊ ഞാൻ തന്നത്. ചേട്ടാ ഞങ്ങൾ 10,000 രൂപ കൊടുത്തല്ലേ, അത് തിരിച്ചു തരൂ. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഏജന്റിനെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞത് എടാ അതില് ഞാൻ അവർക്ക് ജോലി കൊടുത്തു, അവരവിടെ വന്ന് ജോലി ചെയ്തു, അവരവിടെ അക്കോമഡേഷനിൽ നിന്ന് താമസിച്ചു. അതിനുശേഷം അവര് തുടർന്ന്, അതായത് 1 മാസം കഴിഞ്ഞപ്പോ തന്നെ ആ കമ്പനിയിൽ നമ്മുടെ പിള്ളേർ എല്ലാരും പോയി. ഓക്കെ, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ശമ്പളം 1 മാസം കഴിഞ്ഞപ്പം ആ കമ്പനിയിൽ നിന്ന് നമ്മളെ പിള്ളേർ എല്ലാവരും പോയി. ആ കമ്പനി ഒരു പ്രോപ്പർ കമ്പനിയാണെങ്കിൽ അതിൽ കുറച്ച് പേരെങ്കിലും അവിടെ നിൽക്കൂലേ? അതിൽ തന്നെ ഇവന്റെ തട്ടിപ്പ് എന്താണെന്ന് മനസ്സിലാവൂലേ? ഇപ്പം ആ കമ്പനിയിൽ എല്ലാവരും പോകണമെങ്കിൽ ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ നല്ല തട്ടിപ്പ്, നല്ല ഉടായ്പും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ കമ്പനിയിൽ നിന്ന് എല്ലാവരും പോയത്. അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അവിടെ നിൽക്കുമായിരുന്നു. ഇവൻ ഈ പറയുന്ന ആൻസറാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ നോക്കാം, അവരെന്താണ് പറഞ്ഞു നോക്കാം. അങ്ങനെ പോയതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. പകരം ഇവർക്ക് 4 പേർക്ക് പകരം വേറെ ആൾക്കാർ ആ ഏജന്റിനെ തന്നെ കയറ്റി. ഇതാണ് റിയാലിറ്റി സംഭവിച്ചുകൊണ്ടിരുന്നേക്കണം. അതിൽ പറഞ്ഞ ശമ്പളം കമ്പനി കൊടുത്തില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തുടർന്ന് നിൽക്കാത്ത. ഇപ്പൊ ഈ 4 പേരും ആ കമ്പനിയിൽ തുടർന്നുണ്ടെന്നോ എനിക്കറിയില്ല. അത് വേറെ കാര്യം. ഇപ്പോൾ അതിന്റെ പകരം 4 പേരെ കയറ്റി എന്ന് പറയുന്നുണ്ട്. സെയിം ഇവനറിയാം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വീണ്ടും ആ കമ്പനിയിലേക്ക് തന്നെ ഇവൻ 4 പേരെ കയറ്റി കൊടുത്ത്. അതാണ് ഇവന്റെ തട്ടിപ്പ്. ആ കമ്പനിയിലേക്ക് അവരോടും പൈസ വാങ്ങിച്ചിട്ട് വീണ്ടും ആ കമ്പനിയിലേക്ക് 4 പേര് അതിന്റെ ആ ഒരു നികത്താൻ വേണ്ടിയിട്ട്, അവന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ വീണ്ടും 4 പേര് ആ കമ്പനിയിലേക്ക് തന്നെ കയറ്റി കൊടുത്തു. സെയിം കമ്പനിയിലേക്ക്, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ കമ്പനിയിലേക്ക് തന്നെ വീണ്ടും ആളുകൾ കയറ്റി കൊടുക്കുക. എന്ത് മണ്ടനാണ് അവൻ ഈ പറയുന്ന വാക്കിൽ? എവിടെയാണ് അർത്ഥമുള്ളത്? തന്നെയാണ് ഇവർ 6 മാസം അല്ലെങ്കിൽ 3 മാസം അവിടെ ജോലി ചെയ്യും എന്ന് ഒരു ഉറപ്പ് കൊടുത്തായിരുന്നെങ്കിൽ മേ ബി അത് ഞാൻ എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുക്കാൻ ശ്രമിച്ചേനെ. ഇതാണ് റിയാലിറ്റി. ബാക്കി
ഇവന് മാണിച്ചു കൊടുക്കാൻ പോയിട്ട് ഇവനെ കൊണ്ടൊന്നും ഇവൻ തന്നെ വർക്ക് വിസയിൽ വന്നിട്ട് 4-5 മാസമായിട്ടുള്ളൂ. എന്നിട്ടാണ് ഇവൻ പൈസ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇവന് റഷ്യൻ ലാംഗ്വേജ് പോയിട്ട് ഒരു ഫ്ലുവൻ്റ് ആയിട്ട് ഒരു റഷ്യൻ ലാംഗ്വേജ് തപ്പിന്തടഞ്ഞ് ഒരു ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പോലും അറിയാത്ത ഇവനാണ് ആ കമ്പനിയിൽ സംസാരിച്ചിട്ട് പൈസ വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്ത് മണ്ട, നിനക്കൊന്നും ഒന്നും കയ്യില്ല. നീ വെറുതെ വായി ആളാവാൻ വേണ്ടി വലിയ ഡയലോഗൊന്നും വിടണ്ട. അർത്ഥം കേൾക്കാം. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫ്രോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഫ്രോഡിന്റെ ഫ്രോഡാണ്. അവൻ വളരെ മോശം. അവനെ കൊണ്ടുവന്ന് ഒരു ഇപ്പൊ അവന് ഇവിടെ മോസ്കോയിൽ എവിടെ റൂം എടുത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവനെ കൊണ്ടുവന്ന എന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും ഇല്ലാതെ ഇവൻ ഇത്രയും കാലം ഇവൻ 3 കൊല്ലമായി ഇവിടെ റഷ്യയിൽ വന്നിട്ട് ഇവൻ പോവാറായി, പക്ഷെ ടൈമായി. പക്ഷെ ഇവൻ പക്ക ഫ്രോഡാണെന്നുള്ളത് ഒരു പെണ്ണിന്റെ കൂടെ 17 വയസ്സ് പോലും തികയാത്ത ഒരു പെണ്ണിന്റെ കൂടെയാണ് അവന്റെ താമസം. ഈ 17 വയസ്സ് തികയാത്ത പെണ്ണിന്റെ കൂടെയാണ് താമസം എന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട്. 4 മാസം കഴിഞ്ഞാൽ അവരുടെ മാരേജ് ആണ്. അത് ഈ മഹത് വ്യക്തിക്ക് അറിയാമോ? ഇജാസിന് അത് അറിയാമോ? 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹത് വ്യക്തിക്ക് അറിയാമോ? 4 മാസം കഴിഞ്ഞാൽ അവരുടെ മാരീഡ് ആണ്. മഹത് വ്യക്തിക്ക് അറിയില്ല. മഹത് വ്യക്തിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്നോടൊന്ന് ചോദിക്കട്ടെ, ഈ സിദ്ദീഖ് വന്നിട്ട് ഇപ്പൊ 3 കൊല്ലത്തിന്റെ അടുത്തായി റഷ്യയിൽ. അപ്പോൾ അവളെ വയസ്സ് എത്ര? 15 വയസ്സ്, 16, 17, ഇപ്പൊ 18 വയസ്സാണ്. അപ്പോൾ ഈ 15, 16, 17 വയസ്സിലൊന്നും അതൊന്നും പോക്സോ അല്ല. അപ്പോൾ ആ സമയത്ത് അവന് ഒന്നിച്ച് താമസിക്കാൻ പറ്റുമോ? എടാ മരമണ്ടൻ ആദിലേ, നീ ഈ പറയുന്ന എന്താണ്? നിനക്ക് തന്നെ ബോധമുണ്ടോ? നീ മറ്റേ തലക്ക് വെള്ളടിച്ചിട്ടാണോ നീ വീഡിയോ ചെയ്യുന്നത്? എടാ മന്ദബുദ്ധി. ഇവൻ 15 വയസ്സ് മുതൽ ആ പെണ്ണിന്റെ കൂടെ ഒന്നിച്ച് താമസിക്കുകയാണ്. അത് പോക്സോ ആണ്. എന്നിട്ട് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞിട്ട് അപ്പൊ ആ സമയം വരെ ഒന്നിച്ച് താമസിക്കുക. ഇവര് തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. എന്നിട്ട് ഇപ്പൊ 18ാമത്തെ വയസ്സിൽ ഇവൻ കല്യാണം കഴിക്കാൻ പോവാന്ന് 4 മാസം കഴിഞ്ഞ്. അത് അവന്റെ ഒരു ഉടായ്പാണ്. അവന് ഇവിടുത്തെ റഷ്യൻ പാസ്പോർട്ട് എടുക്കാനുള്ള ഒരു പ്ലാൻ ഗെയിമാണ് ഇവൻ കളിക്കുന്നത്. അതായത് പെണ്ണിനെ വെച്ചിട്ട്. അതായത് 15, 16, 17 വയസ്സിലും ഇവർ ഒന്നിച്ച് താമസിച്ചില്ലേ? എടാ അത് പോക്സോ അല്ലേ? നീ എന്ത് പൊട്ടനാടാ? നീ മരമണ്ടനാണ്. ആ സമയത്ത് ഇവർക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ? ഇനിയിപ്പം 18 വയസ്സ് കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടോ 6 മാസം കഴിഞ്ഞിട്ടോ 10 മാസം കഴിഞ്ഞിട്ടോ അവൻ കല്യാണം കഴിച്ചോട്ടെ. പക്ഷെ അതിന്റെ മുമ്പ് അവൻ ഇത് ചെയ്തൊന്നും അവൻ പാസ്റ്റിൽ അവൻ നടത്തിയൊന്നും തെറ്റല്ല. ഇതിന്റെ മുമ്പ് ഇവൻ ഒന്നിച്ച് താമസിച്ചതൊന്നും തെറ്റല്ല. അതൊന്നും പോക്സോ അല്ല. നിനക്ക് പോക്സോ കേസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? മന്ദബുദ്ധിയാണോടാ നീ? നിനക്ക് അടുത്ത എനിക്കുള്ള അതിലുള്ള ആൻസർ എനിക്ക് അടുത്ത് തരാം. എനിക്കുള്ള ആൻസർ പക്ക ക്ലിയർ ആയിട്ട് തരാം. കഴിഞ്ഞാൽ അവരുടെ മാരേജ് ആണ്. അത് ഈ മഹത് വ്യക്തിക്ക് അറിയാമോ? ഇജാസിന് അത് അറിയാമോ? അത് നിനക്ക് അറിയില്ലായിരിക്കാം. 4 മാസം കഴിഞ്ഞ് അവരുടെ കല്യാണമാണ്. ആ കുട്ടിക്ക് 18 വയസ്സുണ്ട്. അവളുടെ ഇഷ്ടപ്രകാരം അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ താമസിക്കുന്നു. ബാക്കി ഈ സിദ്ദീഖ് എന്ന ആളെ റഷ്യയിലേക്ക് ഒരു കാലത്ത് ഇജാസ് ബ്രോ എന്നെ എങ്ങനെ റഷ്യയിൽ എത്തിക്കണം, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കമ്പനി ഹയർ ചെയ്തിട്ടാണ് ഇവനെ കൊണ്ടുവരുന്നത്. കമ്പനി ഡയറക്റ്റ് ഹയർ ചെയ്തിട്ടാണ് ഇവനെ കൊണ്ടുവരുന്നത്. ആ കൊല്ലം മുതൽ അവൻ 3 വർഷം ഈ പെണ്ണിന്റെ കൂടെ താമസിച്ചു. മനസ്സിലായില്ലേ? അത് പോക്സോ ആണ്. പക്ഷെ അവന്റെ കൂടെ അതുവരെ അവളെ 18 വയസ്സാകുന്നത് വരെ റഷ്യൻ ഫെഡറേഷന്റെ ലോ അനുസരിച്ചിട്ട് അവളെ കൂടെ താമസിക്കാൻ പാടില്ല. അതിന്റെ ഇടയിൽ ഈ 16 വയസ്സോ 17 വയസ്സിന്റെ സമയത്ത് അവിടെ ഇവർ തമ്മിലുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അത് അവർ പേം എന്ന് പറഞ്ഞ സിറ്റിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവന്റെ എല്ലാ ഡീറ്റെയിലും പേം എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ആ ടൈമിലുള്ള ഇത് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവന്റെ എല്ലാ ഡീറ്റെയിലും അവിടെ ഉണ്ട്. അത് വേറെ കാര്യം. പിന്നെ അവൻ പറയുന്ന അർത്ഥമില്ല. ഇത് എന്നെ കൊണ്ട് ഇവൻ പറയിപ്പിക്കുന്നതാണ് ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് മനസ്സിലാക്കുക, അവന്റെ തട്ടിപ്പുകൾ കുറെ അവനിട്ട് കളിക്കുന്ന. അപ്പൊ അവൻ ഓരോ ക്വസ്റ്റ്യൻ എടുത്തെടുത്ത് പറയുന്നില്ല. അപ്പൊ ഞാൻ അതിനുള്ള ആൻസർ തരാണ് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. പോക്സോ കേസാണ്. നിനക്ക് എന്തറിയാനാണ്? നീ പൊട്ടനാണോടാ? ഇതിലെന്താണ് പോക്സോ കേസ് ഉള്ളത്? ആ കൊച്ചിന് എന്താണ് പോക്സോ കേസ് ഉള്ളത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പൊട്ടനാണ്. ഓക്കെ, ശരി, സമ്മതിച്ചു. 18 വയസ്സ്, ഇവന് 24 വയസ്സ്. അവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു. അവരുടെ കല്യാണം ഉണ്ടാവും. ഇതിലെവിടെയാ പോക്സോ കേസ്? ഒന്നും പറഞ്ഞു തന്നെ മോനെ. നിനക്ക് ഇനി അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണണോ? അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ അയച്ചു തരാം. പേഴ്സണലായിട്ട് നീ മെസ്സേജ് അയക്കും കേട്ടോ. വേണമെങ്കിൽ എടാ അവളെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കാണണ്ട. ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിട്ട് എനിക്കെന്താ കാണണ്ട്? 3 കൊല്ലം മുമ്പ് അവളെ ഒന്നിച്ച് താമസിച്ചല്ലേ? അത് പോക്സോ അല്ലേ? അപ്പൊ ഒന്നിച്ച് താമസിക്കാൻ പറ്റുമോ? പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിന്റെ കൂടെ ഒന്നിച്ച് താമസിക്കാൻ പറ്റുമോ റഷ്യയിൽ? അത് നീ പറ. അതിനുള്ള ആൻസർ പറ. ഈ 3 കൊല്ലം അവൻ താമസിച്ചല്ലേ? 3 കൊല്ലം മുമ്പ് അവൻ വന്നതിനുള്ള തെളിവ് എന്റെ അടുത്തുണ്ട്. അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞിട്ട് എനിക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല. അവളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അവളെ ജനനീതിയോ അവന്റെ ഡേറ്റ് ഓഫ് ബർത്തോ അവന്റെ ജനനീതിയോ ഒന്നും എനിക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറയുന്നതിൽ ന്യായം ഉണ്ടോ എന്നുള്ളത് ഈ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇത് തീരണതിന് മുന്നേ
ആ കുട്ടീനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. മനസ്സിലായോ? നിനക്കെതിരെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യൂടെ. ആ കുട്ടീനെ അത് നീ ഹറാസ്മെന്റ് ചെയ്യണ രീതിയിലാണ്. ഈ കുട്ടീനെ എന്ത് ഹറാസ്മെന്റ് ഞാൻ ചെയ്യുന്ന പറഞ്ഞു? ഈ കുട്ടീനെ കുതിരെ ഞാൻ എന്തെങ്കിലും കുട്ടീനെ ചീത്ത വിളിച്ചോ? ആ കുട്ടീനെ ഞാൻ എന്തെങ്കിലും മോശമായ രീതിയിൽ സംസാരിച്ചോ? അവനെ ഹറാസ്മെന്റ് ചെയ്യും ഞാൻ. ആ കുട്ടീനെ കൂടെ രജിസ്റ്റർ കംപ്ലൈന്റ് ചെയ്യിപ്പിക്കും. എവിടെ കംപ്ലൈന്റ് ചെയ്ത് കുടുങ്ങാൻ പോകുന്നത് ഇവനാണ്. കുടുങ്ങാൻ പോകുന്നത് ഇവനാണ്. ഈ മണ്ടനാണ് ഇവൻ. എന്ത് മണ്ടനാണ് നോക്കിയേ. ഇത്രയും കാലം ഒന്നിച്ച് താമസിച്ചു, എന്നിട്ട് ഇപ്പൊ എനിക്കെതിരെ ആ കുട്ടീനെ കൊണ്ട് കംപ്ലൈന്റ് ചെയ്യിപ്പിക്കും, അങ്ങനെ ചെയ്യിപ്പിക്കും. ഈ കുട്ടീനെ ഇവന്മാർക്ക് ഒരുപാട് ക്രൂരമായി ദ്രോഹിച്ചിട്ടുണ്ട് ഈ സിദ്ദീഖ് എന്ന് പറഞ്ഞവരൊക്കെ. പക്ഷെ ഇപ്പൊ ഈ കുട്ടീനെ വെച്ചിട്ട് കുറെ പൈസ ഒക്കെ കൊടുത്തിട്ട് ആ കുട്ടീനെ കൂടെ നിർത്തിയിരിക്കുകയാണ് ഇവന്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു പക്ക ഫ്രോഡാണ് ഇവൻ. ഞാൻ അടുത്ത വീഡിയോ നോക്കാം, എന്താ പറയും നോക്കാം. ഇപ്പൊ ഇതിൽ സംസാരിച്ചേക്കണേ അതിനെതിരെ നമ്മൾ കംപ്ലൈന്റും ചെയ്തിരിക്കും റഷ്യയിൽ തന്നെ. നീ ഇവിടുത്തെ ആളല്ലേ? എടാ നീ കംപ്ലൈന്റ് അല്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്യ്. നിന്നോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്, നീ എന്ത് വേണമെങ്കിലും ചെയ്യ്. അതിനുള്ള എവിഡൻസ് എന്റെ കയ്യിലുണ്ടല്ലോ. പിന്നെ നീ ആരെയാ പേടിപ്പിക്കുന്നത്? നീ പോയിട്ട് നിന്റെ അനിയെ നിന്റെ വീട്ടിലുള്ള നിന്റെ ബ്രദറിനെയോ സിസ്റ്ററിനെയോ ഒക്കെ പേടിപ്പിക്കും. എന്നെ പേടിപ്പിക്കല്ല മോനെ. ഓ നമുക്ക് നോക്കാം. ഇവൻ എന്നെ വെല്ലുവിളിക്കുകയാണ്, നീ എന്ത് വേണമെന്ന് ചെയ്യും, ഞാൻ അതാണ് ഇതാണ്, എനിക്ക് ഇവിടെ എത്ര പിടിപാടുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇതിന്റെ ബാക്കിലുള്ള ഒരു വലിയൊരു ആളുണ്ട്. അത് ഞാൻ സമയമാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ബാക്കിൽ വലിയൊരു ചുമരുണ്ട്, മനസ്സിലായില്ലേ? ഇവൻ എന്താ ഇവന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ആരെങ്കിലും കുറ്റം പറഞ്ഞ ആടാ നിനക്ക് എതിരെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറാണ് ഇവന്റെ. അല്ലാണ്ട് നീ മലയാളം മര്യാദക്ക് പറയാൻ പിടിക്കാതെ. അല്ല, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടും. കാരണം യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന്റെ കാരണം എന്താണ്? നിന്നെ പോലത്തെ പക്ക ഫ്രോഡ് ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. ഞാനിത് യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ എത്രയോ പാവപ്പെട്ട ആൾക്കാർ പറ്റിക്കപ്പെടും. ഇന്നെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരുണ്ടാവില്ലേ? എത്ര ആൾക്കാർ പറ്റിക്കപ്പെടും. എന്റെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് തന്നെ എത്ര പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. നിന്റെ വീഡിയോനെ നീ നോക്ക്, എത്ര നെഗറ്റീവ് കമന്റാണ് വന്നിട്ടുള്ളത്. നീ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. എത്ര നെഗറ്റീവ് കമന്റാണ് നിന്റെ വീഡിയോന്റെ ഇടയിൽ വന്നിട്ടുള്ളത് നീ നോക്ക്. നീ പറ്റിച്ച ആൾക്കാരാണ് ഇതൊക്കെ. നീ കുറെ വെല്ലുവിളിച്ചല്ലേ, ഒരു 4 പേരെ കാണിക്ക്. എത്ര പേരുണ്ട് നോക്ക് നിന്റെ വീഡിയോന്റെ ഇടയിൽ വന്നിട്ട്. നീ വലിയ ഡയലോഗൊക്കെ വിട്ടല്ലേ ചെറിയ വായിൽ. അപ്പോൾ നിനക്ക് അടുത്ത നമുക്ക് വീഡിയോ എന്താണെന്ന് നോക്കാം. പക്ഷേ ഇവന്മാരായിട്ട് കളിപ്പിക്കുന്ന ഒരാളും കൂടി ഉണ്ട്. അയാളെ ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല. അത് അതിനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഞാൻ കൊണ്ടു അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് തെളിവായിട്ട് കാണിച്ചുതരാം. പക്ഷെ ഈ സിദ്ദീഖ് എന്ന് പറഞ്ഞവൻ, ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടിയനാണ്. പക്ഷെ തടിച്ചിട്ടുള്ളവൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടാ ഇവനെ തടിയനാന്ന് വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യത എന്നുള്ളത്? നിന്റെ കോലം എന്താണ്? നീ ഒന്ന് കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഒന്ന് നോക്കിയേ. നീ ആ തൊപ്പി ഒന്ന് ഊരിയിട്ടൊന്ന് നോക്കി. എന്താ നിന്റെ കോലം എന്താണ്? ബോഡി ഷെയ്മിങ് ചെയ്യുന്നു അല്ലേ? അടുത്ത സെക്ഷൻ നമുക്ക് ലീഗലായിട്ടാണെങ്കിൽ ലീഗലായിട്ട് പോവാന്നേ. ഞാൻ ഇപ്പൊ തൊപ്പി ഊരിട്ടേ ഇല്ല. എന്റെ കോലം വളരെ മോശമാണ്. എന്നെ കാണാനൊന്നും വലിയ ലുക്കൊന്നുമില്ല. എന്റെ കോലം വളരെ മോശമാണ്. ഞാൻ കണ്ണാടിന്റെ മുമ്പിലല്ല, ഞാൻ ക്യാമറയുടെ മുമ്പിലാണ് എന്റെ തൊപ്പി ഊരിട്ട് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, തൊപ്പി ഊരിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കൂടുതൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ തടിയൻ ഭയങ്കര ഫ്രോഡാണ്, പക്ക ഫ്രോഡാണ്. അവരെ വിശ്വസിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുപോലെ തന്നെ ഈ ആദിൽ എന്ന് പറഞ്ഞ ഈ തടിയന്റെ ഒരു കാലത്ത് ഒരുപാട് ആൾക്കാരെ പേമെന്ന സ്ഥലത്ത് നിന്ന് പല ആൾക്കാരെയും തട്ടിപ്പും ഒരുപാട് ഉടായ്പും കാര്യങ്ങളൊക്കെ നടത്തി ആ പേം എന്ന സ്ഥലത്ത് നിന്ന് പല ആൾക്കാരും പല ഭാഗത്തേക്കും പോയി. അപ്പൊ ഈ ആദിൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ ജോലിയാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് 30,000 50,000 ഒക്കെ വെച്ചിട്ട് പല ആൾക്കാരും. ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ പേമിൽ നിന്ന് ഏകദേശം ഒരു 4 പേരെ ജോലിക്ക് ഇട്ടിട്ടുണ്ട്. 4 പേര്. ഓക്കെ, 25 ഇവന്റെ പിന്നെ ഇടക്കേറി ഏകദേശം 25,000 രൂപ വെച്ചിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് സബ് ഏജന്റിന്റെ അക്കൗണ്ടിലോട്ടാണ് മേടിച്ചത്. എന്റെ അക്കൗണ്ടിട്ടല്ല, ആ കമ്പനിയുടെ സബ് ഏജന്റിന്റെ അക്കൗണ്ടിലോട്ട് മേടിച്ചിട്ട് ഇവർക്ക് ജോലി കൊടുത്തു. 2 പേർക്ക് ഫ്രൂട്ടിന്റെ ഫാക്ടറിയിലും 2 പേർക്ക് വെയർ ഹൗസിലും. അതിൽ 2 പേർക്ക് ഓൾറെഡി അത്യാവശ്യം 3,000 to 3,500 വെച്ച് ശമ്പളം കിട്ടുന്നുണ്ട്. എടാ ഓക്കെ, നീ ചാരിറ്റി പ്രവർത്തനം എന്നല്ല ചെയ്യുന്നത്. നീ ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന നീ അതിൻ്റെതായിട്ടുള്ള ഒരു കമ്മീഷൻ എടുത്തു. അത് ഓക്കെ, നിന്നെ സമ്മതിച്ചു. ഓക്കെ, നീ കമ്മീഷൻ, നീ സബ് ഏജന്റ് ഒന്നും അല്ലാന്ന് എനിക്കറിയാം. നിനക്ക് തന്നെ ഡയറക്റ്റ് കിട്ടുന്നതെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഫ്രൂട്ട്സിന്റെ ഫാക്ടറിയിലെ അവസ്ഥ എന്താണെന്നറിയോ? അവിടുന്ന് ആൾക്കാർ പറയുന്ന അറിയോ? അവിടുത്തെ പട്ടിപ്പണിയാണെന്നാണ് പറയുന്നത്. പട്ടിപ്പണി ആ ഫ്രൂട്ട്സ് ഇനി ആ വെജിറ്റബിൾ ഫാക്ടറിയിൽ. അവിടെ എന്ന് പറഞ്ഞാൽ ആ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ അതും കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നീ വലിയ ഡയലോഗൊന്നും വിടല്ലേ. നീ ഓവർ സ്മാർട്ടാവാൻ നോക്കില്ല ആൾക്കാർ മുമ്പിൽ. എടാ ഒന്നുമില്ലെങ്കിലും ഒരു മുഴ ചോറ് ഞാൻ നിന്നേക്കാളും മുമ്പ് തിന്നവനാണ്. നീ ഇപ്പോൾ വന്നിട്ട് ഇത്ര 12 കൊല്ലമായിട്ട് ഞാൻ റഷ്യയിലുള്ള എന്നല്ല നീ വെല്ലുവിളിച്ചത്. അപ്പോൾ ഞാൻ അതിനുള്ള ഒരു എവിഡൻസ് ആളുകളെ മുമ്പിൽ കൊണ്ടുവരണ്ടേ?
അപ്പം നീ അതൊന്ന് മനസ്സിലാക്കുക അതിലെ. ഓക്കെ, ഞാനപ്പോൾ അടുത്ത വീഡിയോ ആകുമ്പോൾ എന്താണ് പറയുന്നുള്ളത് നമുക്ക് നോക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോൾ ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുണ്ട് ചാർജ് കുറവാട്ടോ അതാട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അതില് രണ്ടുപേർക്ക് ഓൾറെഡി അത്യാവശ്യം 3000 to 3500 വെച്ച് ശമ്പളം കിട്ടുന്നുണ്ട്. അവർ ഓൾറെഡി നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല രീതിയിൽ അവർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള രണ്ടുപേര്, അതിലൊരാള് ഞാൻ പേര് പറയുന്നില്ല, ബാക്കി രണ്ടുപേര് വേറെ ഹൗസില്. അത് ഒരുത്തൻ നിന്റെ ശിങ്കടിയാണ്, ഒരാളിപ്പോ ലീവ്. അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആള് വോയിസ് ക്ലിപ്പ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വീഡിയോയിൽ അയച്ചുതരാം. ആ വോയിസ് ക്ലിപ്പ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, അപ്പൊ അവന്റെ വീഡിയോ പ്ലേ ചെയ്യാം. ആ കേറിയ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ 3000 വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് അവിടെ ശമ്പളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യം അറിയാണ്ട് ചുമ്മാ കിടന്ന് പറയരുത് മോനെ. 30,000 50,000 ഒന്നും ഞാൻ ആരുടെ കമ്മീഷൻ മേടിച്ചിട്ടില്ല. ഞാൻ ഡയറക്റ്റ് ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല. നീ വേണമെങ്കിൽ പ്രൂഫ്, നീ മേടിച്ചെന്ന് നീ പറയണല്ലേ, നിന്റെ കയ്യിൽ കുറെ പ്രൂഫ് ഉണ്ടെന്നല്ലേ പറയണേ. നീ ഈ പ്രൂഫ് കാണിക്കട്ടാ. ബാക്കി ജോലി കൊടുക്കാം, അത് കൊടുക്കാം, അങ്ങനെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ ഇവൻ നൽകി. അതുപോലെ തന്നെ ഇവന്റെ കൂടെയുള്ള അവന്റെ പേരാണ് സിദ്ദീഖ്. എടാ, നിനക്ക് പ്രൂഫ് എന്തിനാ കാണിക്കുന്നത്? നീ ആളുകളിൽ നിന്ന് ഒരാളിൽ നിന്ന് 25-30 വാങ്ങിച്ചെന്നില്ല, നിന്റെ പ്രൂഫൊക്കെ ഇവിടെ എടുത്തു വെക്കലാണോ എന്റെ പണി? നീ എത്ര ആൾക്കാർന്ന് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് എല്ലാവരും കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല. നീ ആൾക്കാർന്ന് വാങ്ങിച്ച ഡീറ്റെയിൽ കാര്യങ്ങൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നീ കുറെ ആൾക്കാർന്ന് പല റേറ്റ് വെച്ചിട്ടാണ് വാങ്ങിച്ചതെന്നുള്ളതും എനിക്കറിയാം. അതിൽ 50 വാങ്ങിച്ച ആൾക്കാരുണ്ട്, 30 വാങ്ങിച്ച ആൾക്കാരുണ്ട്, പല ആൾക്കാരിൽ നീ പല റേറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും. അതൊക്കെ നീ വാങ്ങിച്ചോ, അതിന്റെ പേഴ്സണൽ കാര്യം, നീ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് നീ വാങ്ങിച്ചോ, നീ എന്തെങ്കിലും നീ ചെയ്യും. നീ ചാരിറ്റി പ്രവർത്തനമല്ല ചെയ്യുന്നത്. നീ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ് ആകുമ്പോൾ അതിനുള്ള എമൗണ്ട് നീ വാങ്ങിച്ചിട്ടുണ്ടാവും. അത് എന്താ വെച്ചാൽ ചെയ്യും. പക്ഷെ നീ പറ്റിക്കാതെയും തോപ്പിക്കാതെയും ഫ്രോഡ് ഗെയിം കളിക്കാതെ നീ നിൽക്കാനാണ് എന്നോട് പറയാം. എനിക്കെതിരെ നീ മോശമായ രീതിയിൽ ഒരു ഗെയിം കളിക്കാൻ നോക്കി. അപ്പോൾ അതിനെതിരാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് നിന്റെ ഇഷ്ടം, നീ എന്തെത്ര വാങ്ങുന്നു എന്നുള്ളതൊക്കെ നിന്റെ ഇഷ്ടം. നീ വേണമെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം എത്ര വേണമെങ്കിൽ വാങ്ങിച്ചോ. പക്ഷെ നീ തട്ടിപ്പ് കളിക്കരുത്, നീ ഉഡായിപ്പ് ഫ്രോഡ് ഗെയിം കളിക്കരുത്. ആ വാങ്ങിച്ചതിനുള്ള ഇത് നീ ചെയ്തു കൊടുക്കണം. അത് നിനക്കുള്ള നിന്റെ ഉത്തരവ്, അതിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നീ ഫ്രോഡിന്റെ ഫ്രോഡാണ്, നീ മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞ് അവൻ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. അവൻ മുഖേന പോകാൻ ഒരു 6ഓളം പേര്, എന്റെ സ്ഥലം ആലപ്പുഴയാണ് ജില്ല, 6ഓളം പേര് റെഡിയായിട്ട് നിൽക്കുക. അവരെയൊക്കെ ഞാനിപ്പോ മെസ്സേജിക്കാൻ പോവാ, ഒരിക്കലും കൊടുക്കരുത്. അവരൊക്കെ ഓവർ വാഗ്ദാനമാണ് അവൻ നൽകിയേക്കുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ശമ്പളം. ഈ പറയുന്ന വ്യക്തിനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് ആ ചാറ്റ്. ആ വ്യക്തി എനിക്ക് ചാറ്റ് ചെയ്യണ ചാറ്റ് ജൂലൈ 12. ഈ പറയുന്ന വ്യക്തിനെ അവൻ കണ്ടുപിടിച്ചു. അവൻ വലിയ എന്താ പറയുക, ഹാക്കറല്ല കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവൻ ഈ വ്യക്തിയെ കണ്ടുപിടിച്ചു. അവൻ അതാണ് ഈ വ്യക്തി ഗഡ്സുള്ള ഒരാളാണ്. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളാണ് കേരളത്തിൽ, അയാള് ഒരു എന്താ പറയാ, അയാൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളതിലൊക്കെ രാഷ്ട്രീയം കിട്ടിയാൽ നമ്മുടെ കേരളം നന്നാവും. അത്രയും ആ ഹൈ ലെവലിലെത്തും കേരളം. കാരണം എന്ന് വെച്ചാൽ അത്രയും സത്യസന്ധമായ ആളാണ് ഇയാൾ. ഒരു ദൈവത്തിൽ അമിതമായി വിശ്വസിക്കുന്ന ഒരാളാണ്, ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാളാണ്, ഒരു മുസ്ലിം പോലും അല്ല. ആ പുള്ളി അയാളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ആണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അയാൾ ആണായിക്കൊണ്ട് ആ കാര്യങ്ങൾ വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. അതേപോലെ ശിഖണ്ഡികളുണ്ട്, ഇവന്റെ ശിഖണ്ഡികൾ, ഇവനെ പേടിച്ച് നിൽക്കുന്ന ശിഖണ്ഡികളുണ്ട്. ശിഖണ്ഡികളെ അയക്കൂല. കാരണം അവൻ ഗഡ്സുള്ള ആളാണ്, അവനെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം പക്ക ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അവനെന്തിനാണ് പേടിക്കണം? അല്ലാതെ ഒരാളെ കുറിച്ച് വെറുതെ കുറ്റം പറയോ? ആ കാര്യമാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പിൽ ഇട്ടത്. ഇയാൾ പറയുന്നത് 100% ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അടുത്തത് കേൾക്കാം, എന്താണ് പറയുന്നത് നോക്കാം. ജൂലൈ 12 2024 ജൂലൈ 12 ആ വ്യക്തിയുടെ പേര് സഹിതം ഉല്ലാസ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അതിനുശേഷം ചേട്ടാ എന്നെ എങ്ങനെ, ഈ വ്യക്തിയുടെ അടുത്ത് ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇജാസിനെ ഞാൻ കൊണ്ടുവന്നാണ്. ഇവൻ എന്ത് കള്ളനാണെന്ന്. ഇവൻ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ഞാൻ ഇവിടെ റഷ്യയിൽ കളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ അവനാണ് ഇവനെ എൻ്റെ അടുത്ത് ഇവനെ ഞാൻ കൊണ്ടുവന്നതെന്നുള്ള രീതിയിൽ ഇവൻ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ആളുകളുടെ മുമ്പിൽ. ഇവൻ എന്തോ വലിയ സംഭവമാണെന്നാണ് ഇവന്റെ വിചാരം.
ഇവൻ മാന്യമായ രീതിയിൽ ഒരു ആളടുത്ത് സംസാരിക്കാൻ ഇവൻ അറിയത്തില്ല. ഒരു വ്യക്തിൻ്റെ അടുത്ത് എങ്ങനെ ഒരു ബിഹേവ് ചെയ്യാൻ പോലും അറിയാത്ത ഒരു മരമണ്ടനാണ് ഇവൻ. എന്നിട്ട് ഇവൻ വലിയ ആളാവാൻ നോക്കും ആളുകളുടെ മുമ്പിൽ. ഇവൻ പറയുന്നതിലൊന്നും ഒരു റീസണും ഇല്ല. ഇവനെ വിശ്വസിച്ച് ഇവന്റെ ശിഖണ്ഡികളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും ഇവനെ വിശ്വസിച്ച് ഇവന്റെ കൂടെ നടക്കുന്നത്. ഇപ്പൊ എന്റെ വീഡിയോയിലെ പണി വന്നിട്ട് ഒരു മണ്ടൻ, ഒരു മരമണ്ട ഇജാസ് ഗെയ്യാണ്, ഇജാസ് അതാ, എടാ ഗെയ്യാണെന്ന് ഞാൻ ഇങ്ങോട്ട് പോവാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ഗെയ്യാണോ അല്ലയോ എന്നുള്ളത്. അത് നീ നിന്റെ ശിഖണ്ഡി അല്ലേ, നീ നിന്റെ ശിഖണ്ഡിനോട് പോയിട്ട് പറ നീ ശിഖണ്ഡി ഗെയ്യാണോ അല്ലയോ എന്നുള്ളത്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഗെയ്യാണോ അല്ലയോ എന്നുള്ളത്. നിന്റെ അച്ഛൻ ഗെയ്യായിരിക്കും, നിന്റെ അമ്മ ഗെയ്യായിരിക്കും, നിന്റെ വീട്ടിലുള്ള എല്ലാവരും ഗെയ്യായിരിക്കും, ഗെയ്യും ലെസ്ബിയനൊക്കെ ആയിരിക്കും. അത് കണ്ടിട്ട് എന്നെ നീ നിന്റെ ശിഖണ്ഡി പറയുന്നത് കേട്ടിട്ട് എൻ്റെ രീതിയിൽ എന്നെ നീ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ നിന്ന് കമന്റ് ഇടണ്ട. നീ ആണ് മോനാണെന്നുണ്ടെങ്കിൽ നിന്റെ ഫോട്ടോ സഹിതം എനിക്ക് കാണിക്കണം. നീ ശിഖണ്ഡിയാണോ അല്ലോ ഞാൻ തെളിയിച്ചുതരാം. നിന്റെ ഫോട്ടോ അടക്കം എനിക്ക് വാട്സപ്പിൽ അയച്ചാ. ഞാനാണ് ഇജാസ നിന്നെ തെറി പറഞ്ഞത്, ഞാനാണ് നിന്നെ ഗെയ് എന്ന് പറഞ്ഞു മെസ്സേജ് എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നീ ആണ് മോനാണെങ്കിൽ നിന്റെ ഫോട്ടോ വെച്ചിട്ട് നീ എനിക്ക് വാട്സപ്പിൽ അയച്ചാ. നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്നിട്ട് ഓക്കെ നിന്നെ വെല്ലുവിളി, നീ അങ്ങനെ ചെയ്യും, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അല്ലാതെ വീഡിയോയിലെ അടിയിൽ വന്നിട്ട് ആ ശിഖണ്ഡിന്റെ സ്വഭാവം കാണിക്കുക. നീ അല്ലാതെ ശിഖണ്ഡിയാണാടാ, നീയൊക്കെ പക്ക ശിഖണ്ഡിയാണ്. നീ ആണും പെണ്ണും കെട്ടവനാണ് നീയൊന്നും. എന്നിട്ട് മറ്റുള്ളവനെ മോശം പറയിപ്പിക്കുക. നിന്റെ ഈ ഇജിഡന്റെ വാക്ക് കേട്ടിട്ട് നീ എന്നെ മോശം കമന്റ് ചെയ്യണോ? നിനക്ക് എന്ത് ബെനിഫിറ്റാണ് ഇതിൽ കിട്ടുന്നത്? എടാ മണ്ട, നിന്നെ പോലും അവൻ പറ്റിക്കും. എടാ മരമണ്ട, നീ ലെസ്ബിയനോ ശിഖണ്ഡിയാണെന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് ഈ ശിഖണ്ഡികളോട് താല്പര്യം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. നീ ശിഖണ്ഡി ആയിരിക്കണം, നീ ശിഖണ്ഡി ആയിരിക്കും. നീ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ വാട്സപ്പിൽ എൻ്റെ നമ്പർ എൻ്റെ വാട്സപ്പിൽ ഈ അടിയിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ്, ഞാനാണ് ഇജാസ് എന്നെ ഗെയ് എന്ന് വിളിച്ചത്, എൻ്റെ ഫോട്ടോ ഇതാണ് എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടും. നീ ആണ് മോനെ, എന്നെ വെല്ലുവിളിക്കുകയാണ് ഞാൻ. നീ ആണത്തം കാണിക്കും. നീ ശിഖണ്ഡിയാണോ അല്ലയോ എന്നുള്ളത് അപ്പം തെളിയും. പേര് സഹിതം ഉല്ലാസ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അതിനുശേഷം ചേട്ടാ എന്നെ എങ്ങനെയും റഷ്യയിൽ എത്തിക്കുമോ, എന്നെ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ? ആ സമയത്ത് ഞാൻ പറഞ്ഞു ബ്രോ വെയിറ്റ് ചെയ്യും, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ₹1 മേടിച്ചിട്ടില്ല. എടാ നീ രാജാവ് എന്നുള്ള രീതിയിലല്ല നീ വീഡിയോ ചെയ്യുന്നത്, നീ വലിയ കിങ് എന്നുള്ള രീതിയിലല്ല. അപ്പൊ ആൾക്കാർ വിചാരിക്കും നീ എന്തോ വലിയ സംഭവമാണ്, ഇജാസിനൊക്കെ റഷ്യയിൽ എത്തിച്ചത് നീയാണ്. ആ രീതിയിൽ നിന്നോട് റെസ്പെക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഉല്ലാസ് ഇത് ആരാണ് ഈ വോയിസ് ക്ലിപ്പ് എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാം, നീ വലിയ രാജാവെന്നുള്ള രീതിയിൽ, നീ കിങ് ഡോൺ എന്നുള്ള രീതിയിലല്ല നീ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർ വിചാരിക്കുകയാണ് നീ വലിയൊരു സംഭവമാണെന്ന്. അപ്പൊ നീ മണ്ടനാണ്, നീ മരമണ്ടനാണ്, നീ പൊട്ടനാണെന്നുള്ള കാര്യം പിന്നെ നമുക്കെല്ലാം അറിയൂ. നിന്റെ ആ തടിയും മറ്റേ സൈക്കിളിന്റെ ടയറിൽ കാറ്റ് നിറച്ച ഒരു ബലൂണ് പോലത്തെ ഒരു സാധനമില്ലേ, അതിന്റെ കൂടെ കൂടിയിട്ടില്ല നീ ഈ ഡയലോഗ് കളിക്കുന്നത്. ഒന്നും ചെയ്യാൻ കഴിയില്ല. മൂന്നാൾ പൊക്കത്തിൽ വെയിറ്റ് ഇല്ലേ, ആ ബലൂണിനെ കണ്ടിട്ടാണോ നീ കളിക്കുന്നത്? നീ ഓവർ ഡയലോഗ് ഒന്നും വിടല്ല മോനെ. അടുത്ത നിന്റെ വീഡിയോ നോക്കട്ടെ, നീ എന്താ പറയുന്നത് നോക്കട്ടെ. എല്ലാത്തിനുള്ള ആൻസർ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ അവന്റെ ₹1 മേടിച്ചത് നീ തെളിയിച്ചു തന്നാൽ ഞാൻ പറയും ഞാൻ ഫ്രോഡാണ്, നീ തെളിയിക്കും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, എടാ നീ അവന്റെ കയ്യിൽ എത്ര രൂപ വാങ്ങിച്ചോ ഇല്ലോ, നീ പറഞ്ഞ കുറെ വാക്കുകളുണ്ട് അവന്റെ അടുത്ത്, അതൊക്കെ ഞാൻ റെക്കോർഡാക്കിയിട്ട് നിനക്ക് അയച്ചു തരണോ? നീ ഓവർ ഡയലോഗ് എന്റെ അടുത്ത് വിടല്ലേ. ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ദൈവത്വത്തൊന്ന് മനസ്സിലാക്കണം. ഇവൻ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ, ഞാൻ പറയുന്നതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അതില് ഈ ഉല്ലാസ് എന്ന വ്യക്തിയോട് ഞാൻ പറയും, നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഇത്രയും ഇവന്റെ ഈ പറഞ്ഞതിനുള്ള ആൻസറൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അതിന് കമൻ്റായിട്ട് എനിക്ക് ഒന്ന് എഴുതണം. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അല്ലാതെ ഇവൻ്റെ ശിങ്കടികൾ എഴുതും, അതല്ല നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് എനിക്കൊന്ന് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞതൊക്കെ പക്ക ക്ലിയർ ആയിട്ടുള്ള 100% എനിക്ക് ഉറപ്പുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ പക്ക ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എനിക്കൊന്ന് കമൻ്റായിട്ട് എഴുതിയാൽ മതി. ഓക്കെ. ശമ്പളം 3000 to 3500 കിട്ടുമെന്ന് പറയുന്നുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് വെയർ ഹൗസിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. 100% ആ ടൈമില്, ആ ജൂൺ ജൂലൈ സമയത്ത് എന്റെ കയ്യിലുണ്ടായിരുന്ന ജോലിയിൽ ആ ശമ്പളം കിട്ടുമായിരുന്നു. അതെനിക്ക് കോൺഫിഡൻസോടെ പറയാം. ഓക്കെ, എനിക്കിത് ഇഷ്ടംപോലെ മെസ്സേജ്. ജൂൺ ജൂലൈ സമയത്ത് അവന് ജൂൺ ജൂലൈ സമയത്ത് 3000-3500 കിട്ടും. അപ്പം മുമ്പോട്ട് കൂടുന്നവരല്ല ഈ മറ്റേ ലോകം മാറുന്നതനുസരിച്ചിട്ട് പുരോഗതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പിന്നെ മുമ്പോട്ട് പോകുന്നതനുസരിച്ചിട്ട് ഇവന് പിന്നെ ആ സമയത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശമ്പളം കുറഞ്ഞു പോകും.
എല്ലായിടത്തും ഇപ്പം നമ്മൾ പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പം കാലം മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ശമ്പളത്തിൽ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജൂൺ ജൂലൈയിൽ അവർക്ക് ആ ശമ്പളം ഉണ്ട്, പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശമ്പളം കിട്ടൂല. കാലം കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ശമ്പളത്തിൽ വ്യതിയാനം വരും. അത് കൂടിയാതെ ചെയ്യില്ല, അല്ലാതെ കുറയലേ ചെയ്യില്ല. ഈ മണ്ടൻ പറയുന്നത് എവിടെയാണ്? ഇവന് മണ്ടനാണോ എന്ന് ശരിക്കും മണ്ടനല്ല. ഇവനെ മണ്ടെന്ന് വിളിച്ചാൽ പോരാ, മരമണ്ടനല്ല. ഇവനെ വിളിക്കാൻ അതിക്കും മേലെയാണ് ഇവൻ. ഇഷ്ടംപോലെ മെസ്സേജ് എനിക്ക് അവൻ അയച്ചതാ. ഈ കഴിഞ്ഞ ആഴ്ച അവധി, ഈ കഴിഞ്ഞ ആഴ്ച ആയുള്ളൂ. ആ സമയത്ത് വരെയും വീഡിയോ കാണാറുണ്ട്. എന്തെങ്കിലും ജോലി. എടാ, ഈ ഉല്ലാസ് എന്ന വ്യക്തിനെ എനിക്കും അറിയാവുന്ന ആളാണ്. ഈ ഉല്ലാസിന് നീ എന്തൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തുന്നു, അവന്റെ കയ്യിൽ പക്ക റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ ഓവർ സ്മാർട്ടാകാൻ നോക്കണ്ട. ആ സ്മാർട്ടാകാൻ നോക്കിക്കഴിഞ്ഞാൽ ആ റെക്കോർഡൊക്കെ പുറത്തു വരും. നീ ഓവർ സ്മാർട്ടാകാൻ നോക്കണ്ട. നീ വെറുതെ അവനെ വിളിച്ചിട്ട് വെറുതെ ഭീഷണിപ്പെടുത്താനോ ഇതൊന്നും നിൽക്കണ്ട. നീ എന്തിനാണ് നിനക്ക് സത്യസന്ധമായി തോന്നിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാ മറ്റുള്ളവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എന്താണ്? അവനെ വിളിക്കേണ്ട കാര്യം എന്താണ്? അതിന്റെ ആവശ്യം എന്താണ്? എടാ മരമണ്ട, നീ പറയുന്നതിൽ ഒരു ന്യായവും ഇല്ല, ഒരു റീസണും ഇല്ല. അടുത്ത വീഡിയോ നമുക്ക് നോക്കാം. എനിക്ക് മെസ്സേജ് ഈ ഓഡിയോ ഇട്ടവൻ. പിന്നെ അത് മാത്രമല്ലാണ്ട് ഇജാസിന്റെ വീഡിയോ എനിക്ക് അയച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇവൻ എങ്ങനെയുണ്ട്, ഇവനെ വിശ്വസിക്കാമോ? അതിൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും കാണണം, അല്ല നീ രാജാവ് എന്നല്ല എല്ലാവരും നേരത്തെ വിചാരിച്ചിരുന്നത്. അപ്പം നിന്നോട് ചോദിക്കാന്ന് വിചാരിച്ചു കാണും. നീ വലിയൊരു സംഭവം എന്നല്ല നീ എല്ലാവരുടെ മുമ്പിൽ വരുത്തി തീർത്തിരുന്നത്. അപ്പം വിചാരിച്ചിട്ടുണ്ടാവും നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇജാസ് നല്ലവനാണ്. അത് പൊതുവേ സ്വാഭാവികമാണ്. അപ്പോൾ ഒരാൾ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവന്മാർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു വിസ കൊടുക്കുമ്പോൾ അവന്മാർ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കും, സോഷ്യൽ മീഡിയയിൽ നോക്കും. ബുദ്ധി വിവരമുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവന്മാർ സോഷ്യൽ മീഡിയ തപ്പും. എല്ലാം തപ്പിയതിന് ശേഷം ഇത് ജെനുവിൻ ഏതാണ് അന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അവർ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അവർ വിസക്ക് പൈസയൊക്കെ കൊടുക്കുക. അല്ലാതെ പെട്ടെന്ന് എടുത്തിട്ട് ഒരാൾ പൈസ കൊടുക്കില്ല. ബുദ്ധി വിവരമുള്ള ആൾക്കാർ, വീണ്ടും എടുത്ത് പറയണം, വിവരവും ബുദ്ധിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവന്മാർ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് അതൊക്കെ തപ്പും. ഇപ്പോൾ റഷ്യയിൽ വരുന്ന ആളാണെങ്കിൽ റഷ്യയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള നോക്കും. ഓസ്ട്രേലിയയിൽ പോകണമെങ്കിൽ ഓസ്ട്രേലിയൻ മലയാളികളുടെ വീഡിയോ തപ്പും. അതിൽ ജെനുവിൻ ആളാണെന്ന് അവർക്ക് കൺവിൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവന്മാർ ബിസിനസ് ചെയ്യാൻ വേണ്ടി അവരായിട്ട് മാത്രമേ കൺവിൻസ് ചെയ്യത്തുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ തപ്പിയിട്ട് കാര്യമില്ല, എല്ലാം കൊടുത്തതിന് ശേഷം. അപ്പോഴായിരിക്കും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കയറി തപ്പുക. അതായത് എന്താണ് സത്യം, എന്താണ് ജെന്യൂൻ എന്നതിന് ശേഷം നിങ്ങൾ ഏത് ഏജൻസിക്കായാലും ക്യാഷ് കൊടുക്കുക. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ മുതലെടുക്കുന്നുണ്ട് കേട്ടോ. ആ മുതലെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു കോൾ വരുന്നുണ്ട്, കട്ടാക്കട്ടെ. ഈ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ മുതലെടുക്കുന്നുണ്ട്. അതായത് ഇതിന്റെ അടിയിൽ കയറി നമ്മളെ കമ്പനിയുടെ അടിയിൽ കയറി ചില ഏജൻസിക്കാർ വീഡിയോ ഒക്കെ കുറെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അവന്മാർ അവർക്ക് കിട്ടിയ ഒരു അവസരമാണ്, അത് മുതലെടുക്കുന്നുണ്ട്. അതിനുള്ള ആൻസർ ഞാൻ പിന്നെ കൊടുത്തോളാം. ഇജാസ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇവനെ അറിയാം, ഞാൻ ഇവനെ പറ്റി ഒന്നും പറയുന്നില്ല. നിനക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, അല്ലാണ്ട് ബാക്കിയുള്ളവർ പറയണ പോലെ അയ്യോ ഇവൻ ഫ്രോഡാണ്, ഇവന് കൊടുക്കരുത്, അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ ബിസിനസ് ആവുമ്പോ ബിസിനസ് ചെയ്ത് നീ വിജയിക്കണം, അല്ലാണ്ട് ഒരാളെ അടിച്ച് താഴ്ത്തിയിട്ടല്ല നീ നേടിയെടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ആണുങ്ങളെ പോലെ നീ ഇത് കുറച്ചൊരു ബഫറിങ് വരുന്നുണ്ട്, അതാണ്. ബിസിനസ് ആവുമ്പം അത് ബിസിനസ് ചെയ്തിട്ട് നേടിയെടുക്കണം. എന്തൊക്കെയാണ് ഡയലോഗ് അവന്റെ? പിന്നെ അടുത്ത ബാക്കി ജോലി 12 മണിക്കൂർ, 4 മണിക്കൂർ, 4 2 3 മണിക്കൂർ റെസ്റ്റ്. എടാ, നീ ബിസിനസ് ചെയ്തിട്ട് തട്ടിപ്പ് നടത്തിയ ഒരുപാട് പേര് കമന്റിലും അതുപോലെ തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ല നിന്നോട് ഞാൻ ഈ തട്ടിപ്പാണെന്ന് ഫ്രോഡാണ്. അല്ലാതെ നിന്നെ വെറുതെ നിന്നെ ഫ്രോഡായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ആളുകളെ മുമ്പിൽ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നീ ഒരു ഫ്രോഡായത് കൊണ്ട് മാത്രമല്ലേ നിന്നെ ഞാൻ ഈ ആളുകളെ മുമ്പിൽ പബ്ലിഷ് ചെയ്തത്. അല്ലാതെ ഞാൻ എത്ര ആൾക്കാരുണ്ട്, എല്ലാവരും ഞാൻ ഇങ്ങനെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ടോ? നീ പക്ക ഫ്രോഡായത് കൊണ്ട് മാത്രമല്ലേ നിന്നെ ഇതിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. നിങ്ങൾ അടുത്ത വീഡിയോ കാണാം. വീഡിയോ കുറച്ചുകൂടി ഒന്ന് കാണാം. നിങ്ങൾ കണ്ട നല്ലൊരു കണ്ടാണ് ഇതെനിക്ക് കിട്ടി. ഇതിന്റെ ആൻസർ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള. അങ്ങനെയൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ഉള്ളതായിട്ട് പറയണം. കള്ളം പറയുന്നവരെ എനിക്ക് ഇഷ്ടമേ അല്ല, ഒരിക്കലും ഇഷ്ടമല്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹം പറയുന്നതിൽ എവിടെ തെറ്റില്ല. ഇദ്ദേഹം പറയുന്നത് കള്ളം പറയുന്നവരെ എനിക്ക് ഇഷ്ടമില്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞത് ദൈവം പോലും പൊറുക്കത്തില്ല. അദ്ദേഹം പറഞ്ഞത് 100-150% കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കള്ളം പറയണ അവനെ ഇഷ്ടമല്ല, ദൈവം പൊറുക്കില്ല. ഞാൻ അവനോട് 90 ലക്ഷം രൂപ ശമ്പളം പറഞ്ഞിട്ടുണ്ട് 2024 ജൂലൈയില്.
ആ ടൈമിൽ എൻ്റെ കയ്യിൽ ആ ജോലി ഉണ്ടായിരുന്നു. ആ ശമ്പളം മേടിച്ച ആളുടെ വീഡിയോ അത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതിൽ കൂടുതൽ തെളിവ് എനിക്ക് ഈ ഒരു ഓഡിയോന്റെ 2024 ശമ്പളം അല്ല, 2023, 2022, 2020 മുതൽ 3000 രൂപ ശമ്പളം റഷ്യയിൽ. അത് നീ പറയൊന്നും വേണ്ട. അത് ചില സ്ഥലത്ത് ശമ്പളം കുറവ്, ചില സ്ഥലത്ത് ശമ്പളം കൂടുതലൊക്കെയാണ്. അത് ഓരോ സ്ഥലത്ത് ആ കമ്പനി അനുസരിച്ചിരിക്കും. അല്ലാതെ നീ വലിയ ഡയലോഗൊന്നും പറയണ്ട. മേടിച്ച ആള് വീഡിയോ ഇറക്കം ഈ 3000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ റൂം റെന്റോ ഫുഡെല്ലാം കഴിച്ചിട്ട് നിങ്ങളെ കൈമ കിട്ടുന്നത് ചെറിയ എമൗണ്ട് ആയിരിക്കും, വലിയ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല. അത് നിങ്ങൾക്ക് 55-60 റുപ്യ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും വരിക. അല്ലാതെ വലിയ എമൗണ്ട് ഒന്നും വരത്തില്ല. അടുത്ത വീഡിയോ കാണാം. തരാനില്ല ബാക്കി. പൊറുക്കില്ല. അത് മാത്രമല്ല, ഇജാസ് ഭായ് വഴി വന്നതാണെങ്കിൽ ഇജാസ് ഭായ് വഴി വന്നതാണെന്ന് പറയുന്നത് എന്താണ് തെറ്റ്? ഞാൻ ഈ വഴി വന്നതാണ്. ഞാൻ ആരുടെ അടുത്താ പറഞ്ഞേക്കണം? ഞാനാ നിന്നെ കൊണ്ടുവന്ന്. എടാ, നിനക്ക് ഇപ്പൊ നിന്റെ വീഡിയോ വന്നതിന് ശേഷമല്ല നീ ഇപ്പൊ പറയുന്നത് ഞാൻ വഴി വന്നാണെന്ന്. നിന്റെ വീഡിയോയിൽ ഞാൻ യൂട്യൂബിൽ ഇട്ടതിന് ശേഷമല്ല ഞാൻ പറഞ്ഞ വഴി. അതിന്റെ മുമ്പ് നീ എന്തൊക്കെയാ പറഞ്ഞത്? ആ ഉല്ലാസ് എന്ന് പറഞ്ഞ അവന്റെ കയ്യിൽ തന്നെ റെക്കോർഡും കുറെ കാര്യങ്ങളുണ്ട്. അല്ലാതെ വേറെ കുറെ ആൾക്കാർ അറിയുമ്പോൾ റെക്കോർഡുണ്ട്. അതൊക്കെ നീ വലിയ ഡയലോഗൊന്നും വിടണ്ട. നീ ഓവർ ഡയലോഗ് വിട്ടിട്ട് ഇതാക്കാൻ നിൽക്കണ്ട. അത് വിട്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അവൻ എന്താ പറയുക നോക്കാം. ആരാണ് ഞാൻ? അതും കൂടെ നീ ഒന്ന് തെളിയിക്കണേ. ഓക്കെ, അടുത്തത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? തെറ്റെന്താണ്? ഞാനിപ്പോ ഇജാസ് ഭായ് വഴി വന്നിട്ട് ഞാൻ ഒരാളോട് പറയുവാൻ ഞാൻ ഇജാസ് ഭായിയെ കൊണ്ടുവന്ന എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അകത്ത് സത്യാവസ്ഥ? അങ്ങനെ പറയാം. ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു തെളിവ് നീ കാണിച്ചു തരണം കേട്ടോ. അത് ഇദ്ദേഹം കാണിച്ചു തരണം. അത് മാത്രമല്ല പ്രേക്ഷകരും എടാ, ഒരു തെളിവല്ല ഇപ്പൊ നീ കാണിച്ചിരുന്ന വോയിസ് ക്ലിപ്പ്. ഇവിടെ മരമണ്ട നീ കാണിച്ച ഒരു തെളിവ് നീ കാണിച്ചു തരാം. ആ ഒരു തെളിവല്ല നീ ഇപ്പൊ പ്ലേ ചെയ്ത വോയിസ് ക്ലിപ്പ്. മണ്ടനല്ല, നീ മരമണ്ടനാന്ന് ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. അടുത്ത വോയിസ് ക്ലിപ്പ് കാണാം. അദ്ദേഹത്തിന്റെ അടുത്ത് പ്രേക്ഷകരും ചോദിക്കണം. അദ്ദേഹം ഇത്രയും ഞങ്ങളുടെ ഫോട്ടോയും വെച്ച് ഇത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു കാര്യം കണ്ടുപിടിച്ചതല്ലേ. അപ്പൊ ഇത് ജനങ്ങൾ അറിയണ്ടേ? പാടുണ്ടോ? ഒരിക്കലും പറയാൻ പാടില്ല. ഇതുപോലെ ആൾക്കാരുണ്ടോ? ഇജാസ് എനിക്ക് ഇവര് 4 മാസമായിട്ട് എനിക്ക് ആകെ 15 രൂപയാണ് ഇപ്പൊ തന്നത്. അത് കമ്പനി നഷ്ടത്തിലാണ്. കമ്പനി പുതിയ ഷെയർ ഹോൾഡർ വന്നാലേ കമ്പനി പഴയതുപോലെ ആവുള്ളൂ. അതുകൊണ്ട് സാലറി, നിങ്ങളുടെ പെൻഡിങ് സാലറി പിന്നീട് തരാം. ഇപ്പൊ ഇതേ ഉള്ളു. ഇനി 7 ദിവസം കമ്പനി അടച്ചിടണേണ്. ജനുവരി 4-ാം തീയതി വർക്കുള്ളു എന്നൊക്കെയാണ് ഇവര് പറയണത്. ആകെ കിട്ടിയേക്കണത് 15 രൂപ. ഈ വ്യക്തിനെ കൊണ്ടുവന്ന ഞാനല്ല. ഈ വ്യക്തിനെ കൊണ്ടുവന്ന ആരെങ്കിലും ആയിക്കോട്ടെ, ഈ വ്യക്തിക്ക് ജോലി റെഡിയാക്കി കൊടുത്തത് ഇവനാണ്. കാരണം ഈ വ്യക്തിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഈ വ്യക്തിനെ പല ആൾക്കും തെറ്റിദ്ധരിപ്പിച്ച് ഈ വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് ജോലിയാക്കി കൊടുത്തു. അയാൾക്ക് 6 മാസത്തോളം ജോലി ചെയ്തിട്ട് ശമ്പളം പോലും പ്രോപ്പർ കിട്ടിയിട്ടില്ല. അങ്ങനെ അയാൾ കരഞ്ഞിട്ട് എന്നെ ഒരിക്കലും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇജാസ് ബ്രോ, നിങ്ങളെ വളരെ മോശമായിട്ട് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യാനും നിങ്ങൾക്കെതിരെ മോശമായിട്ട് ചെയ്യാനൊക്കെ ഇവർമാർ എന്നെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. എന്നെക്കൊണ്ട് ഫസ്റ്റ് നിങ്ങൾക്ക് ഇവർ ഫുഡും ഇയാൾക്ക് കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇവന്മാർ സത്യസന്ധമായിട്ടുള്ള ആൾക്കാരെന്നുള്ള രീതിയിൽ ഇയാളെ ഒരു കയ്യിലെടുത്തിട്ട് ഇയാളെ കൊണ്ടൊരു വോയിസ് ക്ലിപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അയാൾ തന്നെ അയാൾക്ക് മനസ്സിലായി. പിന്നീടാണ് അയാൾക്ക് മനസ്സിലാകുന്നത് ഇവന്മാർ പക്ക ഫ്രോഡാണെന്നുള്ളത്. പിന്നീട് അയാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എൻ്റെ ഉമ്മാനെ സത്യം, അയാൾ ഇങ്ങോട്ട് വിളിച്ചു. ഇജാസ് ബ്രോ എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റ് പറ്റിപ്പോയി. ഞാൻ അന്ന് നിങ്ങളെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നല്ല രീതിയിൽ ഒരു ജോലിക്ക് കയറി നോർമലായിട്ട് ജീവിച്ച് ഒരു ശമ്പളം വാങ്ങിച്ച് നിൽക്കുക. ഞാൻ അവന്മാരെ പറ്റിച്ചു. എന്നെ കൊണ്ടുവന്നിട്ട് ആ പുള്ളിക്ക് ഷുഗറൊക്കെ ഉള്ള ഒരാളാണ്. ആ പുള്ളിനെ അത്രയും കഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവന്മാർ ചെയ്യിപ്പിച്ചത്. വളരെ മോശമായ രീതിയിലുള്ള ജോലി, ഫിഷ് കട്ടിങ്. ഈ പുള്ളിനെ ഈ പുള്ളിനെ 24 മണിക്കൂർ ഈ പുള്ളിൻ്റെ വോയിസ് ക്ലിപ്പ് എൻ്റെ അടുത്ത് കുറേ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ ഡയറക്റ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്തോ, ഞാൻ എല്ലാം അയച്ചുതരാം. ഇവൻ്റെ തട്ടിപ്പിൻ്റെ കഥകൾ മൊത്തം ഞാൻ പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്ത ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണാം. ഈ വ്യക്തിനെ കൊണ്ടുവന്ന ഞാനല്ല. ഈ വ്യക്തി ജോലി ചോദിച്ച് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പോ ഈ വ്യക്തിനെ കൊണ്ടുവന്നത് നമ്മളൊന്നുമല്ല. ഈ വ്യക്തിക്ക് കൊണ്ടുവന്നത് വെച്ചാൽ വേറൊരാളാണ് ഈ വ്യക്തിനെ കൊണ്ടുവന്നത്. ഈ വ്യക്തിക്കുള്ള പേപ്പറൊക്കെ ചെയ്തു കൊടുത്തത് വേറൊരാളാണ്. അപ്പോൾ അത് ഞാനും
അതിൽ ഇൻക്ലൂഡ് അല്ല. കാരണം ഈ വ്യക്തിയായിട്ട് എനിക്ക് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വ്യക്തിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത വേറെ ആളാണ്, അതിൽ ഞാനല്ല. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വ്യക്തി എന്നിട്ട് ഈ വ്യക്തിക്ക് ജോലി വേണമെന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഈ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഇവന്മാർ ബ്രെയിൻ വാഷ് ചെയ്തു. അപ്പം ഈ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ജോലി വേണ്ട ഇജാസ് ബ്രോ, എനിക്ക് ഇവിടെ വേറൊരു ടീം ജോബ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ കൂടെ തന്നെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഇത് വമ്പൻ ഞാൻ ഇയാളോട് മുമ്പ് പറയുന്നുണ്ട്, തട്ടിപ്പാണ്, നിങ്ങൾ പോയി പെടാൻ നിൽക്കണ്ട, വമ്പൻ ഫ്രോഡ് തട്ടിപ്പാണ്, നിങ്ങളെ പെടുത്തുന്നു. പക്ഷേ ഈ വ്യക്തി പറഞ്ഞു അല്ല ഇവന്മാരെ വിശ്വസിക്കാൻ പറ്റും, നല്ല ടീമാണ്, കുഴപ്പമൊന്നുമില്ല, ഇവന്മാർ നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ പിന്നീട് ദൈവം എന്നുള്ള ഒരാൾ മുകളിലുണ്ടല്ലോ. അപ്പം അത് എനിക്ക് ഈ വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു, ഇജാസ് ബ്രോ തെറ്റ് പറ്റിപ്പോയി, ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു പോയി. ആ വ്യക്തി പറയുന്ന വോയിസ് ക്ലിപ്പ് എന്നെ ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാണെങ്കിൽ അതും കൂടി ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. പിന്നെ ആ വ്യക്തിനെ കൊണ്ട് ആദ്യം ഇവർ പറയിപ്പിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് അത് പിന്നീട് ഇവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആദ്യം ആ വ്യക്തി വന്ന ഉടൻ തന്നെ ആ വ്യക്തിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഇവന്മാർ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് കുറച്ച് ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ആ വ്യക്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ആ വ്യക്തി തന്നെ എന്നിട്ട് പറഞ്ഞു എന്നോട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണെന്ന്. ഈ ജോലി ചോദിച്ച് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പോ സായിദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 10,000 രൂപ കമ്മീഷൻ കൊടുത്തിട്ടാണ് ഇയാള് ജോലി കയറിയത്, ഈ വ്യക്തി ജോലി കയറിയത്. ഈ വ്യക്തി ഇപ്പൊ പറയുന്ന ഓഡിയോ ഇപ്പൊ ഇജാസ് എന്ന് പറയുന്ന മഹത് വ്യക്തി ഇട്ടിട്ടുണ്ടല്ലോ. ഇനി ഈ സെയിം വ്യക്തി ഇജാസിനെ പറ്റി പറഞ്ഞ ഓഡിയോ ഇത് നിങ്ങൾ എല്ലാരും ഒന്ന് കേൾക്കണം. ഇതില് ഒന്നും കിട്ടണില്ല. അവൻ എന്താണ്ട് എനിക്ക് സൗജന്യമായിട്ട് ചെയ്തു തരുന്ന പോലെയാണ് അവന്റെ വർത്താനം കേട്ടാല്. ഈ ജാസിന്റെ കാര്യമാണ് ഞാൻ പറയണത്. അവനിപ്പൊ എനിക്ക് തലവേദന കേൾക്കണാണ്. ഞാൻ അവനെ ബ്ലോക്ക് ചെയ്ത് എനിക്ക് മതിയായി. അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ, എനിക്കൊന്ന് ഇതിൽ നിന്നൊന്നും കിട്ടൂല. അതുകൊണ്ട് എനിക്ക് 25,000 രൂപ ജോലി ചെയ്തിട്ട് എനിക്ക് തന്നെ പറ്റുമെങ്കിൽ അടുത്ത മാസം തന്നെ എനിക്ക് ഇട്ട് തന്നെ വന്നു. ഞാൻ വന്ന് ഇറങ്ങിയിട്ടോള് ഒരു ജോലിയിലേക്ക് കേറിയിട്ട് പോലുമില്ല. എന്ത് മനസാക്ഷിയില്ലാത്തവനാണ് അവന് ഇത്രയും. അതെ, ഞാൻ മനസാക്ഷി ഇല്ലാത്തവനാണ്. 25,000 രൂപ ഇന്നേ പോലും ആ വ്യക്തി എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. എനിക്ക് തരാനുള്ള പൈസയാണ്. ആ പൈസ പോലും തന്നിട്ട് ആ വ്യക്തി തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് 25,000 രൂപ തരാനുണ്ട്. ആ വ്യക്തിയെ എന്നിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന്. എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. 25,000 രൂപ എനിക്ക് തരാനുണ്ടായിട്ട് എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ഇവന്മാർ എനിക്കെതിരെ ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു വോയിസ് ക്ലിപ്പാണെന്ന്. ഇപ്പൊ 25,000 രൂപ എനിക്ക് തരാനുള്ള ആളെന്തിന് എന്നെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണ്? എനിക്ക് അയാൾ തരേണ്ടത് അയാളെ കടമയല്ലേ? അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇവന്റെ തട്ടിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കൂടെ? ഈ വ്യക്തി തന്നെ എന്നെ വിളിച്ചു. അയാൾ ബ്ലോക്കാക്കിയിരുന്നു, അത് സത്യം തന്നെയാണ്. എനിക്ക് പൈസ തരാണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി അയാൾ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഞാൻ ആ പൈസ ഇന്നേ വരെ തിരിച്ചു വാങ്ങിച്ചിട്ടില്ല. ദൈവം സഹായിച്ച് ദൈവത്തെ ഓർത്ത് ഞാൻ പറയാണ്. ഞാൻ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഹിന്ദു മതത്തിനും വിശ്വസിക്കുന്നു, ക്രിസ്ത്യൻ മതത്തിനും വിശ്വസിക്കുന്നുണ്ട്. എല്ലാ മതത്തിനെയും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് പറയാണ്, ഈ വ്യക്തി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയാണ് ഇജാസ് ബ്രോ തെറ്റ് പറ്റിപ്പോയി. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് ഫുഡ് കഴിക്കാനുള്ള പൈസ ഇല്ല എൻ്റെ കയ്യിൽ. ഇപ്പോൾ അത്രയും പെട്ട അവസ്ഥയിലാണ് ഞാൻ ഉള്ളത് ഇജാസ് ബ്രോ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ വേണോ ഫുഡിൻ്റെ ചിലവ്? എനിക്ക് 25,000 തരാനുള്ള ആളാണ് അയാൾ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചൊരു വാക്കാണ്. ആ ആള് പറഞ്ഞ വോയിസ് ക്ലിപ്പ് ഇജാസ് ബ്രോ നിങ്ങൾ ദൈവമാണ് ശരിക്കും പറഞ്ഞത്. ദൈവത്തിന്റെ പോലെ നിങ്ങൾ എന്തൊക്കെ തെറ്റ് എന്നെ കൊണ്ട് അവന്മാർ പറയിപ്പിച്ചതാണ്. എന്നെ ഭീഷണിപ്പെടുത്തി പ്രേരിപ്പിച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എനിക്കിതൊക്കെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം, നീ ഇജാസിനെതിരെ ഒരു വീഡിയോ ചെയ്യണം, ഇങ്ങനെ അയാൾ വീഡിയോ ചെയ്തിട്ടില്ല, അയാൾ ഒരു വോയിസ് ക്ലിപ്പ് മാത്രമേ. ആ വോയിസ് ക്ലിപ്പ് വെച്ചാണ് ഇവൻ ആൾക്കാരുടെ മുമ്പിൽ വലിയ ഷോ കാണിക്കുന്നത്. ആ വ്യക്തി തന്നെ മിനിയാന്ന് അയച്ച വോയിസ് ക്ലിപ്പ് ഇജാസ് ബ്രോ നിങ്ങൾ ചെയ്ത വീഡിയോ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അയാൾ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചിട്ടുണ്ട്. അത് കേട്ടോ.
അപ്പോൾ ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടില്ലേ? അടുത്തത് പറഞ്ഞുതരാം. അടുത്തെന്താണ് അവന് പറയുന്നത് നോക്കാം. കഴിഞ്ഞില്ല. ഞാൻ അവന് പറയണ കാശും കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ എന്തെന്നാണ് അവൻ എനിക്ക് സർവീസ് നടക്കണത്. അവനെ സമ്മതിക്കണം കേട്ടോ. ഒരു സെൽഫിഷ് എന്ന് പറഞ്ഞാണല്ലോ അവന്റെ കാര്യം മതിയായി പോയി. ഞാന് മടുത്ത അവന്റെ ഈ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണം. നമ്മള് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാനുണ്ട്. എന്റെ പൊന്നു, എനിക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് പറയാതെ ഇങ്ങനത്തെ ഒരുത്തനായിട്ട് ഞാൻ ഡീൽ ചെയ്തു. പ്രേക്ഷകരെല്ലാരും കേട്ടു എന്താണെന്നുള്ളത്. നേരത്തെ അയാൾ പറഞ്ഞു അബദ്ധം പറ്റിയത് ആർക്കാണെന്നുള്ളത് പ്രേക്ഷകരെല്ലാരും കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഫ്രോഡ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ബുദ്ധിയും വിവരവും ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള കഴിവുള്ള മലയാളികൾക്ക് ആരാണ് ഫ്രോഡ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നത്? ഇയാളുടെ സെയിം ഓഡിയോ ഇയാള് ഇവനെ പറ്റി പറയുന്ന കാര്യങ്ങളാണിത്. കാരണം ഇയാളെ കൊണ്ടുവന്ന ഞാനല്ല, ഞാനിത് തെളിയിച്ചിട്ടുണ്ട്. ആകെ ഞാൻ രാവിലെ 9 മണിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല. അവന് ഒരിക്കലും ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവന് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ പേർമൊന്നും നേരെ എടാ ഞാനൊരു കാര്യം പറയട്ടെ, നീയാണോ ഞാൻ ജോലി ചെയ്യുമോ ഇല്ലയോ ഇദ്ദേഹമാണോ തീരുമാനിക്കുന്നത്? എടാന്ന് ഞാൻ വിളിക്കണല്ല, നിങ്ങള് എല്ലാരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഞാൻ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ വെയർഹൗസിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പല ജോലിക്കും പോയിട്ടുണ്ട്. ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവൻ റഷ്യയിലേക്ക് വരുന്നതിന് മുമ്പിലായിട്ട്, ജസ്റ്റ് ബ്രോ ഞാൻ എന്ത് ജോലിക്കും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെലിവറി ജോലിയുണ്ട്, അപ്പോൾ അത് ചെയ്യാൻ നീ തയ്യാറാണോ? ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട്, ട്രെയിൻ ടിക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് അവനെ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ട് അവൻ്റെ ലഗേജും കൊണ്ട് അവനങ്ങനെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഡയറക്റ്റ് പേമിൽ പോകാതെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോയാൽ പോരെ. പിന്നെ എന്തിനാണ് അവൻ പേമിലേക്ക് പോയത്? അവന് ഈ സൈക്കിൾ ചവിട്ടിയിട്ട് നമ്മൾ മറ്റേ ഡെലിവറി ചെയ്യണം, സാധനങ്ങൾ കൊണ്ടുപോകണം. അതൊന്നും അവന് പറ്റില്ല. അവന് രാജാവിനെ പോലെ കിങ്ങിനെ പോലെ ഇരിക്കണം. അത് കണ്ടപ്പോൾ അവന് ഇതായി ഷോക്കായി. ഇല്ലെങ്കിൽ മോട്ടോർ ബൈക്കിൽ പോകണം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവനാകെ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ അവൻ അവിടെ അവൻ്റെ ആ തന്ത്രം ഉപയോഗിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഞാൻ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോയിക്കോളാം, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം, അല്ലാതെ നിന്നെ ഞാൻ പിടിച്ചു നിർത്തുവോ, നീ അവിടെ പോകണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ എവിടെ വേണമെങ്കിലും പോയിക്കോ. എനിക്ക് നിന്റെ ജോലിൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ പേപ്പർ വർക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വിസ റിജക്ഷനോ വരാണെങ്കിൽ ഓക്കെ, എനിക്ക് റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഫണ്ട് റീഫണ്ടബിൾ ഒക്കെ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അല്ലാതെ എൻ്റെ ജോലിൻ്റെ കാര്യം ഞാനെന്നല്ല മോനെ ചെയ്തിരുന്നത്. നിന്റെ കൂടെയുള്ള ഒരു ചങ്ങായി ഉണ്ടല്ലോ, വലിയ പക്ക ഫ്രോഡ്, അവനാണ് ഇതിൻ്റെ ബാക്കിൽ. എന്നെ നീ പറയല്ലേ? ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യത്ത്. അത് എന്റെ ഓരോ വീഡിയോയിലും ഓരോ എപ്പിസോഡിലും ഞാനത് കാണിച്ച കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് കഷ്ടപ്പെടാതെ ഏത് രാജ്യത്ത് പോയാലും ജീവിക്കാൻ പറ്റില്ല. എല്ലാ രാജ്യത്തും കഷ്ടപ്പെടണം. നീ ഇന്ത്യയിൽ കഷ്ടപ്പെടില്ല എന്നാണ് നീ വിചാരിക്കുന്നത്. ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനപ്പോൾ കഷ്ടപ്പെടാതെയാണോ ഇവിടെ ജീവിക്കുന്നത്? ഞാനൊക്കെ വരുമ്പോൾ ഞാൻ 2009 റഷ്യയിൽ വരുന്ന സമയത്തൊക്കെ ഞാനൊക്കെ കഷ്ടപ്പെട്ടതിൻ്റെ പകുതി പോലും നീ ഒന്നും കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനൊക്കെ. കഷ്ടപ്പെടാതെ ഒന്നും ജീവിക്കാൻ കഴിയില്ല. ഇത് ജീവിതമാണ്. നമ്മൾ മരിച്ചിട്ടൊന്നുമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഓക്കെ കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു, കഷ്ടപ്പെടണ്ട. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പൈസ വേണം. നമുക്ക് ജീവിക്കാനുള്ള പൈസ വേണമെന്നെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നീ എന്ത് മണ്ടനാണോ, നീ എന്ത് മണ്ടത്തരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീഡിയോയിലൂടെ? പൊട്ടനാണോ നീ? പൊട്ടനാണെന്നുള്ള ഓൾറെഡി നീ തെളിയിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയിൽ തന്നെ നീ തെളിയിച്ചു. ഇദ്ദേഹത്തിനെ തെളിയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇദ്ദേഹം പറയുന്നതാണ് ശരി. ഇവനാണ് റഷ്യയിലെ പുണ്യാള്. പോയിട്ട് ഇപ്പൊ അവന്റെ ഒരു പരിപാടി എന്താണ്? വിസ ചെയ്തു കൊടുക്കുക, ആൾക്കാരെ ഉടായ്പ വഴിയിലൂടെ റഷ്യയിൽ കൊണ്ടുവരിക. ഇദ്ദേഹം ചെയ്യുന്നത് പിന്നെ പൂജയാണല്ലോ. ഒരു പ്രോപ്പർ ജോലി ചെയ്ത് കൊടുക്കത്തില്ല. പല രണ്ട് കൊടും തട്ടിപ്പ് ചെയ്യുന്ന ആൾക്ക് ചെയ്യാന്നുള്ള രീതി. പിന്നെ ജിതിൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ജിതിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇവനെ കൊണ്ട് എന്നെ മോശമായ രീതിയിൽ പറയിപ്പിച്ചു. എനിക്കെതിരെ വീഡിയോ പറയിപ്പിച്ചു. അപ്പൊ ഇവന് ഈ ജിതിന് അദ്ദേഹത്തിനൊന്നും കൂട്ടുപിടിക്കണ്ട. അദ്ദേഹം ഒന്നും ഇതിലില്ല. അദ്ദേഹത്തിന്റെ വീഡിയോ പോലും നിന്റെ ഇതിലിടാൻ വേണ്ടി അദ്ദേഹം വിട്ടിട്ടുണ്ടാവില്ലല്ലോ. നിനക്കറിയാം നീ എന്തൊക്കെ കളി കളിച്ചു എന്നുള്ളത് നന്നായിട്ട് അറിയാം. നീ ഓവർ ഗെയിം എൻ്റെ അടുത്ത് മുമ്പിൽ കളിക്കണ്ട. അദ്ദേഹം അന്ന് അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റാണ് നിന്നെ വിശ്വസിച്ചതും നിന്റെ കൂടെയുള്ള ആ തടിയനെ വിശ്വസിച്ചതും, ആ സിദ്ദീഖിനെ. അദ്ദേഹത്തിന് അത് മനസ്സിലായി. ആ വോയിസ് ക്ലിപ്പ് എൻ്റെ അടുത്തും ഉണ്ട്. നീ അതൊന്നും പറയണ്ട. അദ്ദേഹം അത് എന്നോട് പറഞ്ഞു, അത് ജസ്റ്റ് ബ്രോ അത് ഒഴിവാക്കി അതിലിടണ്ട എന്നുള്ള രീതി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടാത്തത്.
അല്ല നിന്റെയും ഉണ്ടാവും ആ വോയിസ് ക്ലിപ്പ്. എനിക്കെതിരെ ആദ്യം പറഞ്ഞ, പിന്നീട് അവൻ പറഞ്ഞ വോയിസ് ക്ലിപ്പ് എന്റെയും ഉണ്ട്. നീ വലിയ ഡയലോഗൊന്നും വിടല്ല. നീ അവനെ കൊണ്ടും ഈ ഈ പറയുന്ന ഫസ്റ്റ് ഒരു ഷാജി എന്ന് പറഞ്ഞ ആളെ കൊണ്ടും നീ പറയിപ്പിച്ചാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നീ പക്ക ഫ്രോഡല്ലേ. നിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നീ എന്തും ചെയ്യും. നീ അത്രയും ഫ്രോഡാണ്. നീ എനിക്കെതിരെ വീഡിയോ ചെയ്യാൻ മാത്രം നീ ആയിട്ടില്ല മോനെ. പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നീ പക്ക ഫ്രോഡാന്നല്ല. ഞാൻ ഓരോ നിന്റെ ചോദ്യത്തിനുള്ള എല്ലാത്തിനുള്ള പക്ക ആൻസർ, അതായത് പക്ക ക്ലിയർ ആയിട്ട് ഞാൻ ആൻസർ തന്നിട്ടുണ്ട്. ഇനി നോക്ക്, ഇനി എന്താ നീ കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. ഒന്ന് ക്ഷമിക്കണം, കാരണം വീഡിയോ ഇത്ര എക്സ്റ്റെൻഡ് ആയി, കുറച്ച് എക്സ്റ്റെൻഡ് ആയി പോയി. ഒന്ന് ക്ഷമിക്കണം. പറയിപ്പിച്ചു. അപ്പൊ ഇവന് ഈ ജിതിന് സ്കള്ളും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇതിനെ കൊണ്ട് വലിയ രീതിയിൽ എന്നെ മോശമായ രീതിയിൽ പറയിപ്പിച്ചിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇവന്മാരുടെ കയ്യിലുണ്ട്. അത് സത്യം തന്നെ. പക്ഷെ ജിതിന് കാര്യങ്ങൾ മനസ്സിലായി, ആരാണ് ശരി ആരാണ് തെറ്റാണെന്നുള്ളത് മനസ്സിലായ ശേഷം ജിതിന്റെ അവർക്കെതിരെയുള്ള വോയിസ് ക്ലിപ്പും എന്റെ കയ്യിലുണ്ട്. ജിതിൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ കയ്യിലതേ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സമർപ്പിക്കുന്നു. ജിതിൻ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയത് എപ്പോഴായിരുന്നു? ജനുവരി 2 2024 ജനുവരിയിൽ എനിക്ക് ജിതിൻ മെസ്സേജ് അയക്കാൻ തുടങ്ങുവാണ്. ബ്രോ, അവിടെ വേക്കൻസി ഉണ്ടോ? എന്തെങ്കിലും ജോലി ഉണ്ടോ? എന്തെങ്കിലും ശമ്പളം കിട്ടുന്ന ജോലി മതി, എന്നെ ഒന്ന് ഇവിടുന്ന് രക്ഷിക്കാമോ? ആ സമയത്ത് ഇജാസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ പാർട്ട്ണർഷിപ്പായിട്ട് ബിസിനസ് ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പേർമിലുള്ള ആൾക്കാരുടെ കൂടെ. എടാ, നീ ജിതിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. നീ അവന്റെ ഒരു വോയിസ് ക്ലിപ്പ് ആണ്. നീ ആണത്ത്, നീ വലിയ മോനല്ലേ. നീ അവന്റെ ഒരു വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്ക് ഇതിലൂടെ. അതായത് നിനക്ക് അവൻ വിലക്കിയിട്ടുണ്ടാവും, നിന്നെ അവൻ വിലക്കിയിട്ടുണ്ടാവും. എന്റെ വോയിസ് ക്ലിപ്പ് വന്നു കഴിഞ്ഞാൽ അവൻ അവന്റെ രീതിയിൽ പോകുന്നുള്ളത്. അത് ജിതിൻ തന്നെ അവന്റെ വോയിസ് ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. നിനക്ക് അത് നീ പറ്റിച്ചാണെന്ന് പിന്നീടാണ് അവന് മനസ്സിലാവുന്നത്. ആൾക്കാർക്ക് ഫസ്റ്റ് മനസ്സിലാവില്ലല്ലോ. നിന്റെ തട്ടിപ്പ് പിന്നീടാണ് ഓരോ ആൾക്കാർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ആ മനസ്സിലാക്കിയ ആൾക്കാരുടെ വോയിസ് ക്ലിപ്പൊക്കെ എന്റെ കയ്യിലുണ്ട്. നീ ആദ്യം വലിയ പുണ്യാളവനാന്ന് നോക്കൂ, എന്നിട്ട് എന്നെ പുണ്യാളമാക്കാന്ന് നോക്കണ. നീ വലിയ ഡയലോഗല്ലേ ഇതിന്റെ. നീ കുറച്ചുള്ള സമയത്ത് അവര് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ജോലി റെഡിയാക്കി തരാമോ, എന്ത് ജോലിയായാലും കുഴപ്പമില്ല, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കാമോ എന്ന് പറഞ്ഞതിന് ശേഷം എന്റെ കെയർ ഓഫില് ഞാനാണ് അവരെ മോസ്കോയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു വെയർ ഹൗസിൽ ജോലി കിട്ടിയത്. അതില് 25,000 രൂപ കമ്മീഷൻ സബ് ഏജന്റിന് മേടിച്ചു കൊടുത്തിട്ട് ഞാൻ അവന് ജോലി മേടിച്ചു കൊടുത്തു. ഞാനാണ് അവൻ അവിടെ നിന്ന് കൊണ്ടുവന്നത്. എന്നിട്ട് ആ സമയത്ത് അവൻ പറഞ്ഞ ഓഡിയോ ഞാനിപ്പോ കേൾപ്പിക്കുന്നില്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർ, നീ എന്തുകൊണ്ട് കേൾപ്പിക്കുന്നില്ല? കാരണം ജിതിൻ നിന്നെ വിലക്കി. ഇനി നീ എന്റെ വീഡിയോ ഇതിലേക്ക് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്കുള്ള പണി തരുന്നുള്ളത് ജിതിൻ ഓൾറെഡി നിനക്ക് വാങ്ങി തന്നു. അത് ജിതിൻ ഗഡ്സ് ഉള്ളവനാണ്, അവൻ ആണാണ്. അവൻ ആ ആണത്തെ നീ ശിഖണ്ഡിയാണടാ. നീ ഒരു ആണും പെണ്ണും കെട്ടവനാണ്. നീ എന്തുകൊണ്ട് അവന്റെ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല? അവൻ വിലക്കിയില്ലേ നിന്നോട് വീഡിയോ? നീ അവന്റെ വീഡിയോ ഇട്ടുപോയത്. അവൻ ആണാണ്, അവൻ ആണത്തം കാണിച്ചു. നീ എന്താ ആണാണ്? നീ എന്താ അവന്റെ വീഡിയോ ചെയ്യാത്തത്? നീ അവന്റെ വോയിസ് ക്ലിപ്പ് എന്താ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാത്തത്? അവന്റെ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിനക്കുള്ള പണി കിട്ടുന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നീ അവന്റെ വീഡിയോ പ്ലേ ചെയ്യാത്തത്. അത് രണ്ടാമത്തെ കാര്യം. മനസ്സിലാക്കിയാൽ മതി. അത് അവർക്കെതിരെയുള്ള വോയിസ് ക്ലിപ്പും എന്റെ കയ്യിലുണ്ട്. കാരണം അവൻ ഇതിനടുത്ത് പറഞ്ഞു, ഇജാസ് ബ്രോ ഞാൻ പെട്ടുപോയി, ഞാൻ സത്യം പറഞ്ഞ ഇജാസ് ബ്രോ എനിക്ക് മനസ്സിലാവും. പെട്ടുപോയി എന്റെ അടുത്ത് പറഞ്ഞത് നാട്ടിൽ പോയി അവന്റെ വീട്ടിൽ കിടത്തല്ലോ അങ്ങനത്തെ ഒരു രീതിയിലാണ് സംസാരിച്ചത്. അതെന്തെങ്കിലും ആവട്ടെ. എടാ, വീട്ടിൽ കയറി അവൻ എന്നെ വന്നിട്ട് ഇജാസ് ബ്രോ എന്നിട്ട് ഹഗ് ചെയ്തിട്ട് കൈ കൊടുക്കായത്. വീട്ടിൽ കയറി അവന്റെ അമ്മ വിളിച്ചിട്ട് ഇജാസ് ബ്രോ നിങ്ങളെ ജിതിന് അത്രയും കാര്യമാണ്, നിങ്ങൾ ആ രീതിയിലാണ് അവന്റെ അമ്മ സംസാരിച്ചത്. ആ രീതിയിൽ അവൻ എന്റെ വീട്ടിൽ കയറി തല്ലിപ്പോ. എന്റെ വീട്ടിലായിരുന്നു അവൻ കുറച്ചു കാലം, എന്റെ വീട്ടിലായിരുന്നു അവൻ ഉണ്ടായത് കുറെ സമയം. ജിതിൻ എന്റെ അത്രയും ഫ്രണ്ടാണ്. നിനക്ക് എന്താ എടാ, നീയെല്ലാം കൂടിയിട്ട് അവനെ ഉഡായിപ്പിന്റെ വഴിയിലൂടെ സഞ്ചരിപ്പിച്ചുള്ള കാര്യം അവന് മനസ്സിലാക്കാൻ കുറച്ച് ലേറ്റായി പോയി, ഒന്ന് വൈകിപ്പോയി. അതാണ് അവന് പറ്റിയൊരു തെറ്റ്. എടാ, നീ തട്ടിപ്പ് നടത്തിയ കാര്യങ്ങളൊക്കെ പിന്നീടാണ് അവന് മനസ്സിലാവുന്നത്. അല്ലാതെ നീ ഡയലോഗൊന്നും എന്റെ ഓവർ വിടണ്ട കേട്ടോ. അപ്പോൾ അടുത്ത എന്താണ് എന്താ പറയാ, എന്നെ വീട്ടിൽ കയറി തല്ലി നോക്ക്. ആര് വീട്ടിൽ കയറി തല്ലില്ലേ? ഒന്ന് നീ വീട്ടിൽ കയറി തല്ലാൻ വേണ്ടിട്ട് ബാക്കി ഒന്ന് കാണിക്കാം. പിന്നെ നീ വേറെ നോക്ക് അടുത്ത വീഡിയോ. എനിക്ക് ഈ ചെറിയ കേസിൽ അയ്യോ അവൻ എന്നെ തല്ലി, അവൻ എന്നെ പിച്ചി മാന്തി എന്ന് പറഞ്ഞ് എടുത്ത വടിയെ യൂട്യൂബിൽ ചെന്ന് എനിക്ക് ഇതിന്റെ റിപ്ലൈ കൊടുത്ത് ഇനിയിപ്പതേ
ഈ വീഡിയോ കണ്ട് അവൻ അടുത്ത വീഡിയോ ഇടും, ഞാൻ ഇനി അടുത്ത വീഡിയോ ഇടും. എനിക്കതിൽ താല്പര്യമില്ല. ഞാൻ ഇവിടെ ഒരു പ്രൊഫഷൻ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. നീ താല്പര്യം എന്താ എനിക്ക് ഇല്ലാത്തത്? നിനക്ക് തെളിവില്ലേ? നീ തെളിവ് അടിച്ചിട്ട് വീഡിയോ ഇട്. നീ എന്നോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിന്നെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് താല്പര്യം എന്തും ഇല്ലാതെ നീ എടാ ഞാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഞാൻ റഷ്യൻ സിറ്റിസൺ ആണ്. നീ ഇന്ത്യയിൽ നിന്ന് ഒരു റഷ്യൻ സിറ്റിസൺ ഇന്ത്യയിൽ വന്നിട്ട് നീ എന്നെ ആക്രമിച്ചു നോക്കൂ. നീ ഏതെങ്കിലും രീതിയിൽ എന്റെ മേത്ത് കൈവച്ച് നോക്ക്. കേസ് എങ്ങനെ പോകുന്നുള്ളത് നിനക്ക് അപ്പം മനസ്സിലാവും. നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. അത് വേറെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം വേറെ ഉണ്ട്. നീ വെറുതെ നിന്റെ കുറെ ഞാൻ ഇന്ത്യ എന്ന രാജ്യത്ത് ജനിച്ചാണ്. ഇന്ത്യയെ റെസ്പെക്ട് ചെയ്യുന്നു, 1000 വട്ടം റെസ്പെക്ട് ചെയ്യുന്നു, ഇന്ത്യ രാജ്യത്തെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഇന്ത്യയിലുള്ള നിന്നെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല. ഇന്ത്യ എന്ന രാജ്യം, കാരണം ഞാൻ ജനിച്ചു വളർന്നതും ഞാൻ ജനിച്ചതും ഞാൻ പഠിച്ചതും എല്ലാം ഇന്ത്യയിലാണ്. അത് ഞാൻ കേരളത്തിൽ എടുത്തു പറയുന്നില്ല. കേരളവും എൻ്റെ ഒരു സംസ്ഥാനം മാത്രമാണ്. ഞാൻ ഇന്ത്യ എന്ന രാജ്യം, ആ രാജ്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ആ ഇന്ത്യ എന്ന രാജ്യത്ത് ഞാൻ ഇത്രയും കാലം ജനിച്ചു വളർന്നു. ഞാൻ ഇപ്പം റീസെന്റ് ആണ് പാസ്പോർട്ട് എടുത്തത്. അപ്പോൾ അതിന്റെ മുമ്പൊക്കെ ഞാൻ ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു. അല്ലാതെ ഇന്ത്യ എന്ന രാജ്യത്തെ ഞാൻ ഒരു രീതിയിലും, കാരണം ഇന്ത്യയിലുള്ള പല പൊളിറ്റിക്സിനൊക്കെ ഞാൻ വെറുക്കുന്നുണ്ട്. ഇല്ലതുപോലെ പറയാം. അതായത് ഇന്ത്യ എന്ന രാജ്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ആ രാജ്യത്തെ ഞാൻ 1000 വട്ടം ബഹുമാനിക്കുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ പല രീതിയിലും മോശമാക്കി തീർക്കുന്ന ചില രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. എല്ലാവരും പറയുന്നില്ല, ചില ആൾക്കാരുണ്ട്. അവന്മാരെ ഞാൻ വെറുക്കുന്നു. അല്ലാതെ ഇന്ത്യ എന്ന രാജ്യത്തെ ഞാൻ 1000 വട്ടം ബഹുമാനിക്കും. ആ രാജ്യം, കാരണം ഇന്ത്യ എന്ന രാജ്യത്തെ പോലെ സ്വർഗ്ഗമാണത്. കാരണം ഏത് രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാലും ഇന്ത്യ എന്ന രാജ്യം എന്ന് പറഞ്ഞാൽ അത്രയും ക്ലൈമറ്റും ആ രീതിയിലും അത്ര അടിച്ചു പൊളിക്കാൻ പറ്റിയ അത്രയും നല്ലൊരു രാജ്യം വേറൊരു ഇത് ഇവിടെ ഇല്ല. ഞാൻ പല രാജ്യത്തും സഞ്ചരിച്ചുകൊണ്ട് പറയാണ്, ഇന്ത്യ സൂപ്പർ കൺട്രിയാണ്. ഇന്ത്യ ഈസ് സൂപ്പർ കൺട്രി. ഐ ലവ് ഇന്ത്യ. ഓക്കെ, അത് നീ അതിനെക്കുറിച്ച് അത് കണ്ടിട്ട് നീ ഇങ്ങനെ കുറെ ആളെ കൊണ്ട് എനിക്കെന്ത് ഇന്ത്യയോട് പുച്ഛ മനോഭാവം, ഇന്ത്യയോട് ഞാൻ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യയെ പുച്ഛ മനോഭാവത്തോടെ പറഞ്ഞാൽ നീ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് നീ ഇന്ത്യയിലുള്ള ഒരുത്തനാണ്. നീ ഒരു ഇന്ത്യക്കാരനായ ആ ഇന്ത്യക്ക് തന്നെ മോശമാണ് നീ ഇന്ത്യക്കാരനായത്. ഇന്ത്യക്ക് തന്നെ നിന്നെ വെറുപ്പാണ്. കാരണം നീ ഇത്രയും ഫ്രോഡ്, ഇന്ത്യന്റെ പേര് സ്പോയിൽ ചെയ്യുന്ന ഒരു മൈരനാണ് നീ. ഞാൻ ഇല്ലെന്ന് പറയും. എന്തായാലും ഈ കാര്യങ്ങൾ ഞാൻ ഇത്ര ഇമോഷണലായിട്ട് പ്രതികരിക്കാനുള്ള കാരണം അവൻ എനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഇമോഷണലായിട്ട് പ്രതികരിച്ചത്. കാരണം വെച്ചാൽ അവൻ പറഞ്ഞതിൽ ഒരു ന്യായമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ്, മോശമായ രീതിയിലുള്ള വാക്കുകളൊക്കെ ഞാൻ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.